വകുപ്പിന്റെ സെക്രട്ടറിയുമായ ശ്രീ ബിജു പ്രഭാകർ IAS, ശ്രീമതി ഷീബ ജോർജ് IAS, അതുപോലൊപ്പം ഇന്ത്യൻ ലോ കമ്മീഷൻ മെമ്പറും മുൻ ജുഡീഷ്യൽ അക്കാദമിയുടെ ഡയറക്ടറും നാഷണൽ ലോ സ്കൂളിന്റെ ബാംഗ്ലൂർ നാഷണൽ ലോ സ്കൂളിന്റെ മുൻ വൈസ് ചാൻസലർ, UGCയുടെയും കോപ്പിറൈറ്റ് ലോ ബോർഡ് ഓഫ് ഇന്ത്യയുടെയും ന്യൂസ് ബ്രോഡ്കാസ്റ്റിംഗ് അതോറിറ്റിയുടെയും മെമ്പറായിട്ട് ദീർഘകാലം പ്രവർത്തിക്കുകയും ഇപ്പോഴും ന്യായാധിപ ഫീൽഡിൽ അക്കാദമിക്കായിട്ട് ഏറ്റവും ഗൗരവമായി എഴുതിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന മോഹൻ ഗോപാൽ സാറ് ഈ പരിപാടിയിൽ ഉണ്ട്. അദ്ദേഹത്തെയും അതോടൊപ്പം തന്നെ ഇതിലേക്ക് എത്തിച്ചേർന്ന മുഴുവൻ ആളുകളെയും പോലീസ് അക്കാദമിയുടെ ക്രിമിനോളജിസ്റ്റ്, അതോടൊപ്പം ഇതിലേക്ക് ചേർന്ന വിവിധ ആളുകൾ ഒക്കെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഈ പരിപാടിക്ക് അധ്യക്ഷനായിരിക്കുന്നത് ബിജു പ്രഭാകർ IAS അവർകളാണ്. അദ്ദേഹത്തെ ഇതിന്റെ അധ്യക്ഷനായും ക്ഷണിക്കുന്നു. സ്വാഗതം ആശംസിക്കാൻ വേണ്ടി ഷീബ ജോർജ് IASനോട് അഭ്യർത്ഥിക്കുന്നു. സംസാരിക്കാത്ത മറ്റുള്ളവർ ഒന്ന് മൈക്ക് ഓഫ് ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കുന്നു. ഡയറക്ടർ ഷീബ ജോർജ് മാഡം, പ്ലീസ്. എല്ലാവർക്കും നമസ്കാരം. 2020 നവംബർ 15 മുതൽ നടന്നു വരുന്ന പ്രൊബേഷൻ പശ്ചാത്തലത്തിന്റെ സമാപന സമ്മേളനം ആണ് നമ്മളിപ്പം നടപ്പിലാക്കുന്നത്. ഇതൊരു വെബിനാർ ആയിട്ട് നമ്മൾ നടക്കുന്നു. കാരണം നമുക്കറിയാം, കോവിഡ് ബാധമായിട്ട് നമുക്ക് മറ്റു പരിപാടികളൊന്നും നടത്താൻ സാധിക്കാത്ത ഒരവസ്ഥ ഉള്ളത് കൊണ്ട് നമ്മൾ കഴിഞ്ഞ വർഷത്തേതിൽ നിന്ന് വിഭിന്നമായിട്ട് വളരെ ക്രിയാത്മകമായിട്ട് തന്നെ വെബിനാറായിട്ട് ഇന്നത്തെ ഈ സമാപന ചടങ്ങ് സംഘടിപ്പിക്കുകയാണ്. ഇതിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും 1958 പ്രൊബേഷൻ നിയമത്തെക്കുറിച്ചും 60 പ്രൊബേഷൻ ചട്ടത്തെക്കുറിച്ചും അതിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചൊക്കെ അറിയാവുന്നവരാണ്. എന്നിരുന്നാൽ തന്നെയും അതിന്റെ ഒരു പ്രൊബേഷൻ അവയർനെസ് അല്ലെങ്കിൽ ഒരു പ്രൊബേഷൻ ശക്തിപ്പെടുത്തുക എന്നൊരു ഉദ്ദേശത്തോടു കൂടിയാണ് കഴിഞ്ഞ വർഷം മുതൽ ജസ്റ്റിസ് VR കൃഷ്ണയ്യരുടെ ജന്മദിനം പ്രൊബേഷൻ ദിനമായും അദ്ദേഹത്തിന്റെ ചരമദിനമായ ഡിസംബർ 4 വരെയുള്ള ആ ആഴ്ചകൾ, ആ ദിവസങ്ങൾ പ്രൊബേഷൻ പക്ഷാചരണവുമായി ആചരിക്കുന്നതിന് വേണ്ടി തീരുമാനമെടുത്തത്. ഏറ്റവും മികച്ച ന്യായാധിപനും മനുഷ്യസ്നേഹിയുമായിരുന്നു ജസ്റ്റിസ് VR കൃഷ്ണയ്യർ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അദ്ദേഹത്തിന്റെ സംഭാവനകൾ നമ്മൾ ഈ സമയത്ത് ഓർക്കുകയും പ്രൊബേഷൻ ദിനവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ നമ്മൾ സ്മരിക്കുകയും ചെയ്തുകൊണ്ടാണ് ഈ 2 ആഴ്ചത്തെ പരിപാടികൾ നമ്മൾ ആസൂത്രണം ചെയ്തിട്ടുള്ളത്. നവംബർ 15 മുതൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള എല്ലാ ജില്ലകളിലും എല്ലാ ദിവസങ്ങളിലും പ്രൊബേഷനുമായിട്ട് ബന്ധപ്പെട്ട വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചിരുന്നു. ജില്ലാ ലീഗൽ സർവീസ് സൊസൈറ്റിയും അതുപോലെ നിയമവേദികളും മറ്റ് ജുഡീഷ്യൽ ഓഫീസേഴ്സും അതുപോലെ ജില്ലാ പ്രൊബേഷൻ ഓഫീസർമാരും എല്ലാം ചേർന്ന് കൂട്ടായി പൊതുജനങ്ങളും മറ്റ് സ്റ്റേക്ക് ഹോൾഡേഴ്സും എല്ലാം ചേർന്നുകൊണ്ട് 14 ജില്ലകളിലും നമ്മൾ നവംബർ 15 മുതൽ പ്രൊബേഷൻ ദിനം ആചരിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെ ക്രിയാത്മകമായ പല പരിപാടികളുമാണ്, ചർച്ചകളും വെബിനാറുകളും നാഷണൽ സെമിനാറുകളും ഒക്കെ നമ്മളിവിടെ സംഘടിപ്പിച്ചു. ഇതിലെല്ലാം KeLSAയും അതുപോലെ DLSAയും അതുപോലെ ജില്ലാ ജഡ്ജിമാരും ജില്ലയിലെ ജുഡീഷ്യൽ ഓഫീസർമാരും ലോ സ്റ്റുഡൻസും MSW സ്റ്റുഡൻസ് അങ്ങനെയുള്ള എല്ലാവരും പൊതുസമൂഹവും ഇതിന്റെ വിവിധ മേഖലകളിലുള്ളവരെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് നമ്മൾ ഈ സെമിനാറുകളും പരിപാടികളൊക്കെ ആസൂത്രണം ചെയ്തത്. അതുകൊണ്ട് ഈ പ്രൊബേഷൻ സമ്പ്രദായത്തെക്കുറിച്ചും ഒരു അവയർനെസ് ഉണ്ടാക്കുവാനായിട്ട് നമുക്ക് സാധിച്ചു എന്ന് തന്നെ പറയാം. അപ്പൊ നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഈ പ്രൊബേഷൻ സംവിധാനത്തെ, പ്രൊബേഷൻ സിസ്റ്റത്തെ ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ സമൂഹത്തിനും സ്റ്റേക്ക് ഹോൾഡേഴ്സിനും അവബോധം ഉണ്ടാക്കി എന്ന് തന്നെ നമുക്ക് കരുതാവുന്നതാണ്. ഈ വർഷത്തെ പ്രൊബേഷൻ പക്ഷാചരണം ഇതിനുവേണ്ടി സഹായിച്ചിട്ടുണ്ട് എന്നതിൽ യാതൊരു സംശയവുമില്ല. രാജ്യത്തിന് തന്നെ മാതൃകയാകുന്ന രീതിയിൽ പ്രൊബേഷൻ സിസ്റ്റം ശക്തിപ്പെടുത്താൻ നമുക്ക് കഴിയും. എന്ന് പ്രത്യാശിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഈ 2 ആഴ്ചത്തെ നവംബർ 15 മുതൽ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പ്രൊബേഷൻ പക്ഷാചരണത്തിന്റെ സമാപന സമ്മേളനത്തിൽ അധ്യക്ഷം വഹിക്കുന്നത് സാമൂഹ്യനീതി വകുപ്പ് സെക്രട്ടറി ആയിട്ടുള്ള ശ്രീ ബിജു പ്രഭാകർ IAS ആണ്. നമുക്കറിയാം, കഴിഞ്ഞ 3 വർഷമായിട്ട് ദീർഘവീക്ഷണത്തോടുകൂടി പ്രൊബേഷൻ സംവിധാനം ശക്തിപ്പെടുത്തുന്നതിനും അതിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും നമുക്ക് മാർഗദർശിയായിട്ടുള്ളത് സാറിന്റെ പ്രവർത്തനങ്ങളാണ്. അതിൽ
പ്രവേശന സിസ്റ്റം ശാക്തീകരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം എന്നത് തന്നെ ഉദ്ദേശിച്ചുകൊണ്ട് ഒട്ടേറെ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. സാറിനെ ഈ പരിപാടിയിലേക്ക് ഞാൻ എല്ലാവരുടെയും പേരിൽ വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടിയിൽ നമുക്ക് ഉദ്ഘാടനം ചെയ്യാനായിട്ട് ലഭിച്ചിട്ടുള്ളത് ഏറ്റവും ആദരണീയായ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ജഡ്ജിയും കെൽസയുടെ ചെയർപേഴ്സണുമായിട്ടുള്ള ജസ്റ്റിസ് CT രവികുമാർ സാറാണ്. കെൽസയുടെ എല്ലാ പ്രവർത്തനങ്ങളും നമ്മുടെ ഈ പ്രവേശന സംവിധാനത്തിന്റെ ഭാഗമായിട്ടുണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ബഹുമാനപ്പെട്ട രവികുമാർ സാറിനെ ഞാൻ ഏവർക്കും വേണ്ടിയിട്ട് സ്വാഗതം ചെയ്യുന്നു. ഇതിൽ പ്രഭാഷണങ്ങൾ നടത്തുന്നതിന് വേണ്ടി നമുക്ക് ബഹുമാനപ്പെട്ട KeLSA മെമ്പർ സെക്രട്ടറി ശ്രീ KT നിസാർ അഹമ്മദ് സാർ ഉണ്ട്. അദ്ദേഹത്തെ ഞാൻ നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളിലും സാറിന്റെ സാന്നിധ്യം ഉണ്ട്. ജൂനിയർ ജസ്റ്റിസ് ആയാലും പ്രൊബേഷൻ ആയാലും വളരെ സഹകരിച്ചുകൊണ്ട് നമ്മളോടുമായിട്ട് സഹകരിക്കുന്ന അദ്ദേഹത്തെ ഞാൻ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൂടാതെ ഇതില് നമ്മൾ ഈ ഒരു പരിപാടി സംഘടിപ്പിച്ചപ്പോൾ തന്നെ അതിന്റെ ഏറ്റവും നല്ല രീതിയിൽ ഇത് കൊണ്ടുപോകുന്നതിന് വേണ്ടി നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ ആശ്രയിച്ചിട്ടുള്ളത് പ്രൊഫസർ ജെ ബോഗൻ ഗോപാൽ സാറിനെയാണ്. സാറിനെ കുറിച്ച് സുബൈർ നേരത്തെ വളരെ ദീർഘമായിട്ട് പറഞ്ഞു. ആ തിരക്കുകൾക്കിടയിലും നമ്മുടെ ഈ പരിപാടിയിലേക്ക് പങ്കെടുക്കുവാനും അതിന് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുവാനും സാറിനെ കിട്ടിയത് ഞങ്ങളുടെ ഭാഗ്യമായിട്ട് കരുതുന്നു. സാറിനെ ഞാൻ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ ചടങ്ങിൽ നമ്മൾ വെറുതെ ഒരു ഉദ്ഘാടനവും സമാപനവും എന്നതിനേക്കാൾ ഉപരിയായിട്ട് നമ്മുടെ ഈ പ്രവേശൻ സംവിധാനത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും അതുപോലെ അതിന്റെ ചലഞ്ചസ് എന്തൊക്കെയാണ് എന്നതിനെ കുറിച്ച് ഒരു പാനൽ ചർച്ചയിലൂടെയാണ് നമ്മൾ ഈ സമ്മേളനം കൊണ്ടുപോകുന്നത്. അപ്പൊ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി പ്രമുഖരായ പല വ്യക്തികളും നമുക്ക് ഇന്ന് ഇവിടെയുണ്ട്. അതിലേറ്റവും ബഹുമാനപ്പെട്ട സബ് ജഡ്ജും തിരുവനന്തപുരം DLSA മെമ്പർ സെക്രട്ടറിയുമായിട്ടുള്ള ജുബിയ മാഡം ഇവിടെയുണ്ട്. മാഡത്തെ ഞാൻ സ്നേഹത്തോടു കൂടി എല്ലാവർക്കും വേണ്ടി സ്വാഗതം ചെയ്യുന്നു. ഡയറക്ടർ ഓഫ് പ്രോസിക്യൂഷൻ ആയിട്ടുള്ള ശ്രീ ബാബുരാജ് പാറമേൽ സാർ ഇവിടെയുണ്ട്. സാറിനെ ഞാൻ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു. റീജിയണൽ ജഡ്ജ് ജയിൽ വെൽഫെയർ ഓഫീസർ കോഴിക്കോട് ശ്രീ KV മുകേഷ് നമ്മുടെ കൂടെ ഈ പാനൽ ചർച്ചയിലുണ്ട്. അദ്ദേഹത്തെ ഞാൻ എല്ലാവർക്കും വേണ്ടിയിട്ട് സ്വാഗതം ചെയ്യുന്നു. വയനാട് ജില്ലാ പ്രൊബേഷൻ ഓഫീസർ ശ്രീ അഷ്റഫ് കാവിൽ, അദ്ദേഹത്തെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ ആയിട്ടുള്ള മനു കല്ലമ്പള്ളി ഇവിടെയുണ്ട്. ഇതിലേക്ക് ഈ ചർച്ചയിലേക്ക് ഈ സമാപന സമ്മേളനത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. സാമൂഹ്യനീതി വകുപ്പിൽ നിന്നും വിരമിച്ച മുൻ അഡീഷണൽ ഡയറക്ടർ ശ്രീ KK മണി, അദ്ദേഹത്തെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. കേരള പോലീസ് അക്കാദമിയിലെ ക്രിമിനോളജിസ്റ്റ് ആയിട്ടുള്ള ഡോക്ടർ ജയേഷ് K ജോസഫ് ഇവിടെയുണ്ട്. അദ്ദേഹത്തെ ഞാൻ വളരെ സ്നേഹത്തോടു കൂടി ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൂടാതെ നമുക്കറിയാം ഇതൊരു എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു സമാപന സമ്മേളനമാണ്. ഇതില് ഏകദേശം 140ഓളം ജുഡീഷ്യൽ ഓഫീസേഴ്സ് ഉണ്ട്. അപ്പൊ ജുഡീഷ്യറിയുടെ ഒരു സഹകരണം നമുക്കുണ്ടെങ്കിൽ മാത്രമേ ഈ പ്രവേശനം ശക്തിപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ അവര് ഇതിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ ജുഡീഷ്യൽ ഓഫീസർമാരെ എല്ലാവരെയും ഞാൻ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം പോലീസ് ഓഫീസേഴ്സ് ഉണ്ട്, ജയിൽ അധികൃതരുണ്ട്, ജീവനക്കാരുണ്ട്. ഇവരെല്ലാം ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇതിൽ പങ്കെടുക്കുന്ന MSW സ്റ്റുഡൻസ്, ലോ സ്റ്റുഡൻസ്, ജില്ലാ പ്രൊബേഷൻ ഓഫീസർമാർ, 14 ജില്ലകളിലെയും പ്രൊബേഷൻ ഓഫീസർമാര്, ജില്ലാ സാമൂഹ്യനിധി ഓഫീസർമാര്, ഇവരെ ഞാൻ എല്ലാവരെയും സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ഇത് നന്ദി പറയുന്ന അസിസ്റ്റന്റ് ഡയറക്ടർ, സാമൂഹ്യനിധി വകുപ്പ് അസിസ്റ്റന്റ് ഡയറക്ടർ ആയിട്ടുള്ള KV സുബേഷ് കുമാറിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇതിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും ഒരിക്കൽ കൂടി ഒറ്റ വാക്കിൽ സ്വാഗതം ചെയ്യുന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായിട്ടുള്ള അധ്യക്ഷ പ്രസംഗം ബഹുമാനപ്പെട്ട ആദരണീയനായ സീനിയർ ഹൈക്കോടതി ജഡ്ജി KeLSAയുടെ പ്രസിഡന്റുമായിട്ടുള്ള നമ്മുടെ പ്രിയങ്കരനായ ജസ്റ്റിസ് CT രവികുമാർ സാർ അവർ, അതുപോലെ തന്നെ ഈ സമാപന സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന ജഡ്ജിമാരായിട്ടുള്ള സാർ അഹമ്മദ് സാർ, അതുപോലെ തന്നെ ശ്രീമതി ജുബിയ മാഡം, മറ്റ് ജഡ്ജിമാർ, അതുപോലെ തന്നെ നാഷണൽ ജുഡീഷ്യൽ അക്കാദമിയുടെ മുൻ ഡയറക്ടറും ഈ രംഗത്തെ വളരെയധികം ഒരു വിദഗ്ധനുമായിട്ടുള്ള പ്രൊഫസർ G മോഹൻ ഗോപാൽ സാർ, മറ്റ് ഇവിടെ ഈ യോഗത്തിൽ സന്നിഹിതരായിട്ടുള്ള ഡയറക്ടർ ഓഫ് പ്രോസിക്യൂഷൻ ബാബുരാജ്, അതുപോലെ തന്നെ റീജിയണൽ ജയിൽ വെൽഫെയർ ഓഫീസർ ശ്രീ KV മുകേഷ്, അഷ്റഫ് കാവിൽ, ശ്രീ മനു കല്ലമ്പള്ളി, ശ്രീ ജയേഷ് K ജോസഫ്, അതുപോലെ തന്നെ എൻ്റെ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് പങ്കെടുക്കുന്ന
ഇബയുടെ നേതൃത്വത്തിലുള്ള എല്ലാ ഉദ്യോഗസ്ഥരും, അതുപോലെ ജയിൽ വകുപ്പിൽ നിന്നും പോലീസ് വകുപ്പിൽ നിന്നും ഒക്കെ പങ്കെടുക്കുന്ന എൻ്റെ സഹപ്രവർത്തകരെ, പ്രോസിക്യൂഷനിൽ നിന്നും, അതുപോലെ ഇതിനകത്ത് പങ്കെടുക്കുന്ന നിയമ വിദ്യാർത്ഥികളെ, ഇതുമായിട്ട് ബന്ധപ്പെട്ട മറ്റെല്ലാവരെയും സമയക്കുറവ് മൂലം ഒറ്റവാക്കിൽ പറയുന്നു. ആദ്യമായിട്ട് എനിക്ക് നിങ്ങളോട് എല്ലാവരോടും വലിയൊരു നന്ദിയാണ് രേഖപ്പെടുത്താനുള്ളത്. 2017 ഏറ്റവും നെഗ്ലക്റ്റഡ് ആയിട്ട് കിടന്ന ഒരു സാമൂഹ്യനീതി വകുപ്പിന്റെ ഒരു വലിയൊരു വിഭാഗം തന്നെയായിരുന്നു പ്രൊബേഷൻ ഓഫീസർമാർ. ഈ പ്രൊബേഷൻ ഓഫീസർമാര് റൊട്ടീനായിട്ടുള്ള ജയിൽ അഡ്വൈസറി കമ്മിറ്റിയുടെ എൻക്വയറി മറ്റും നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് മാറി കുറച്ചുകൂടെ ക്രിയാത്മകമായിട്ട് മുന്നോട്ട് വന്ന് ഒരു കുറ്റവാളികളില്ലാത്ത ഒരു കേരളം സൃഷ്ടിക്കണം എന്നുള്ള രീതിയിൽ അവർ മുന്നോട്ട് വന്നു. കൂട്ടായിട്ടുള്ളൊരു പ്രവർത്തനമാണ്. ഇതിനകത്ത് ഞങ്ങളെ സഹായിച്ചിട്ടുള്ളത് കെൽസയും ഡെൽസയും ഒക്കെ തന്നെയായി. അതുപോലെ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കെൽസയുടെയും ഡെൽസയുടെയും ഒക്കെ സെക്രട്ടറിമാരായിട്ടുള്ള ബഹുമാന്യരായിട്ടുള്ള ജഡ്ജിമാർ വളരെ വലിയൊരു ആശാവഹമായിട്ടുള്ള ഒരു പുരോഗതിയാണ് നമ്മൾ ഈ രംഗത്തുണ്ടാക്കിയിരിക്കുന്നത്. എന്നാൽ അത് പോരാ എന്നുള്ളതാണ്. ഇനിയും മുന്നോട്ട് പോകാനുണ്ട്. ഒത്തിരി ആൾക്കാര് നീതി നിഷേധം അറിഞ്ഞോ അറിയാതെയോ ആ നീതി നിഷേധം കുറ്റവാളികളാണോ അല്ലയോ എന്ന് ബഹുമാനപ്പെട്ട കോടതികൾ തീരുമാനിക്കാതെ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടുതൽ കുറ്റവാളികളെ ഉണ്ടാക്കുന്ന ഒരു സമ്പ്രദായമല്ലല്ലോ നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നത്. കൂടുതൽ കുറ്റവാളികളെ ആയിട്ട് സഹവസിക്കുന്ന രീതിയിൽ അവർ ജയിലിലേക്ക് പോകുന്നത് അവോയ്ഡ് ചെയ്യാവുന്നത്ര. ഓഫ്കോഴ്സ് ഹീനിയസ് ക്രൈമിന്റെ കാര്യത്തിലല്ല പറയുന്നത്. ആ പ്രൊബേഷൻ ആക്ട് അനുസരിച്ചിട്ട് 1958 ആക്ടിൽ പറഞ്ഞിട്ടുള്ള ക്രൈംസ് കോടതിയുടെ ഡിസ്ക്രിപ്ഷൻ അനുസരിച്ചിട്ടുള്ള എത്രത്തോളം ആൾക്കാരെ നമുക്ക് ഒരു നല്ല പാതയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് സാമൂഹ്യനീതി വകുപ്പിന്റെ ലക്ഷ്യം. വളരെ ചെറിയൊരു ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിലും ഈ രംഗത്ത് ഒരു ആശാവഹമായിട്ടുള്ള വലിയൊരു മറ്റ് വികസിത രാജ്യങ്ങളുമായിട്ട് കിടപിടിക്കുന്ന രീതിയിലേക്കുള്ള ഒരു ഉയർച്ചയാണ് നമ്മൾ പ്രൊബേഷൻ രംഗത്ത് കൊണ്ടുവരുന്നത്. നമ്മളെക്കാളും അത്ര വികസിതമല്ലാത്ത പല രാജ്യങ്ങളിൽ പോലും ഇതിനേക്കാളും നല്ല ഒരു സംവിധാനം നിലനിൽക്കുകയാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും നമ്മൾ എല്ലാവർക്കും ഇതൊരു അവയർനെസ് ഉണ്ടാക്കുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടിയാണ് നവംബർ 15 കേരളം കണ്ടിട്ടുള്ള മഹാനായ സാമൂഹ്യ നിരീക്ഷകൻ, സാമൂഹ്യ പ്രവർത്തകൻ, സാമൂഹ്യ മന്ത്രി, അതിനേക്കാൾ ഉപരി ഇന്ത്യ കണ്ടിട്ടുള്ള ഏറ്റവും മികച്ച ന്യായാധിപന്മാരിൽ ഒരാളായിട്ടുള്ള VR കൃഷ്ണയ്യർ, അദ്ദേഹത്തിന്റെ ജന്മദിനം മുതൽ മരണദിനം വരെയായിട്ടുള്ള ഡിസംബർ 4, ഇന്ന് ഡിസംബർ 4 ഇത് കൾമിനേറ്റ് ചെയ്യുന്ന ലെവലിലേക്ക് നമ്മളിത് കൊണ്ടുവരുന്നു. ഇതിനകത്ത് പങ്കെടുക്കുന്ന എല്ലാവരെയും കണ്ടിട്ട് തന്നെ വളരെയധികം സന്തോഷമുണ്ട്. പക്ഷെ നമ്മൾ തുടക്കമേ ആയിട്ടുള്ളൂ. ഇതൊരു 3 കൊല്ലത്തെ പ്രവർത്തനം കൊണ്ടാണ് ഈ നിലയിലേക്ക് വന്ന് ഏകദേശം 700ഓളം ആൾക്കാരെ പ്രൊബേഷൻ ഓഫൻഡേഴ്സ് ആക്ടിന്റെ പരിധിയിലേക്ക് നമുക്ക് അവരെ പുറത്തേക്ക് കൊണ്ടുവരാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഒരു വാളകത്ത് ഒരു പ്രൊബേഷൻ ഹോം, തണലിടം എന്ന് പറയുന്ന ഒരു പ്രൊബേഷൻ ഹോം തന്നെ ഫസ്റ്റ് ടൈം ഓഫൻഡേഴ്സിനും എക്സ്പ്രസനേഴ്സിനും ഒക്കെ ആയിട്ട് നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ കൂടുതൽ ഹോമുകൾ ആവശ്യമുണ്ട്. നേർവഴി എന്ന പദ്ധതി വളരെ വിജയകരമായിട്ട് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നു. 18 തൊട്ട് 21 വയസ്സ് വരെയുള്ള കുട്ടികളെന്ന് തന്നെ നമുക്ക് പറയാം. ഒരു 18 വയസ്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അതുപോലെയുള്ള ഫസ്റ്റ് ടൈം ഓഫൻഡേഴ്സ്, ഹീനിയസ് ക്രൈം ചെയ്യാത്ത റിമാൻഡ് പ്രിസണേഴ്സ്, യങ് ഓഫൻഡേഴ്സ്, ഇവരെയൊക്കെ തന്നെ നേർവഴിയിലേക്ക് കൊണ്ടുവരാനായിട്ടുള്ള സാമൂഹ്യനീതി വകുപ്പിന്റെ പദ്ധതി സാമൂഹ്യനീതി വകുപ്പ് മാത്രം വിചാരിച്ചാൽ വിജയിക്കുന്നതല്ല. ഇതിനകത്ത് കോടതികൾക്കുള്ള, ബഹുമാനപ്പെട്ട കോടതികൾക്കുള്ള, ന്യായാധിപന്മാർക്കുള്ള റോളിനോടൊപ്പം തന്നെ പ്രോസിക്യൂഷനും ഇത് അന്വേഷിക്കുന്ന അല്ലെങ്കിൽ അവരെ അറസ്റ്റ് ചെയ്യുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്കും അങ്ങനെ KeLSAയ്ക്കും എല്ലാവരും കൂടി ചേർന്ന് നമ്മൾ ഒത്തുപിടിച്ചാൽ മാത്രമേ നമുക്ക് ഇനി മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. എന്തായാലും ഇതിനെപ്പറ്റി വളരെ വിദഗ്ധന്മാരായിട്ടുള്ള ആൾക്കാർ ഇവിടെ സെമിനാർ പാനൽ ചർച്ചയും നടത്തുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവരടുത്ത് ഞാൻ ഇതിനെപ്പറ്റി കൂടുതലായിട്ട് പറയുന്നില്ല. കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് എന്റെ സഹപ്രവർത്തകർ, സാമൂഹ്യനീതി വകുപ്പിലെ പ്രൊബേഷൻ ഓഫീസേഴ്സ് ഈ കാര്യങ്ങളിൽ വളരെ അഹോരാത്രം പ്രവർത്തിച്ച് നല്ല രീതിയിലുള്ള ഒരു അവയർനെസ് കൊണ്ടുവന്നു. നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് കോവിഡ് വന്ന നമ്മുടെ ചില പ്രവർത്തനങ്ങളൊക്കെ മന്ദീഭവിച്ചിട്ടുള്ളത്. എന്നാലും ഇന്നത്തെ ഈ ഒരു പാർട്ടിസിപ്പേഷനും അതുപോലെ തന്നെ ഇതിനകത്ത് ആദരണീയനായിട്ടുള്ള KeLSA ചെയർമാനും ഒക്കെ പങ്കെടുക്കുന്നത്, അതുപോലെ ജഡ്ജിമാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ വളരെ ആക്റ്റീവായിട്ട് പങ്കെടുക്കുന്നത് തീർച്ചയായിട്ടും ഞങ്ങൾക്ക് കൂടുതൽ ഒരു ഉത്തേജനം നൽകുന്ന ഒരു കാര്യം തന്നെയാണ്. തീർച്ചയായിട്ടും ജുഡീഷ്യറി അല്ലെങ്കിൽ കേരള ജനത അവർ പ്രതീക്ഷിക്കുന്ന ലെവലിലേക്ക് ഞങ്ങളുടെ സാമൂഹ്യനീതി വകുപ്പ് പ്രതിജ്ഞാബദ്ധമായി മുന്നോട്ട് പോകുമെന്ന് ഉറപ്പ് നൽകിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ്. എന്തായാലും ഇതിനെപ്പറ്റിയുള്ള ചർച്ച സമയത്ത് ബാക്കിയുള്ള കാര്യങ്ങൾ പറയാമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതിൽ പങ്കെടുത്തവരെ എല്ലാവർക്കും കേരള സർക്കാരിന് വേണ്ടി ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ്.
പ്രത്യേകിച്ച് ജസ്റ്റിസ് സി ടി രവികുമാർ സാർ, അതുപോലെ തന്നെ മോഹൻ ഗോപാൽ സാർ, നമ്മുടെ ആദരണീയരായിട്ടുള്ള ജഡ്ജിമാർ, പ്രോസിക്യൂഷനിൽ നിന്നുള്ളവർ, നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥർ, ജയിൽ ഉദ്യോഗസ്ഥർ തുടങ്ങിയ എല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദിയും കൂടെ ഈ അവസരത്തിൽ രേഖപ്പെടുത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായിട്ട് ഉദ്ഘാടന പ്രസംഗത്തിനായിട്ട് ആദരണീയനായിട്ടുള്ള ജസ്റ്റിസ് സി ടി രവികുമാർ സാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. കേൾക്കാം സർ. Good evening to all. Sri Biju Prabhakar, the President of the function, Sri Nisar Ahmed, the Member Secretary of KeLSA, Professor Sri Mohan Gopal, and all other dignitaries, and all who constitute my worthy audience. Is today, as part of this probation law, which is really intended to hold in commemoration of a legend. I'm very happy to be amongst you. From November 15th onwards, the Social Justice Department and the Kerala State Legal Service Authority have been holding several programs as part of Probation Valedictory in commemoration of legend Justice Krishna. To Kerala, I don't think that I should say even a single word about this legend. Not only to Kerala, the all Indians and even to the world. But such was the versatility of the great personality. I should only say that it is only befitting that it is being celebrated as a Probation Valedictory. The word probation is not actually defined under the Act, under the Probation of Offenders Act. The word probation is derived from a Latin word, probatum, used for the act of proving. Therefore, the question is, what is the act which is to be performed, which is to be proved? Needless to say that a person who is convicted and he is entitled to the benefit of the provisions of the Act, by his behavior, or rather good behavior, he should prove that yes, he is entitled to get further benefit. And probation board can say that it is a court-ordered sanction, allowing a person to remain in community despite being convicted. And while speaking of this subject, it is only apposite to refer to a decision of the Honorable Appellate Court highlighting the reformatory theory that is in Narottam Singh versus State of Punjab, reported in 1978 Supreme Court, 1542. That is authored by none other than Justice Krishna. There the Appellate Court held that reformatory approach to punishment should be the object of criminal law in order to promote rehabilitation without offending communal or conscience and to secure social justice. And in India, the earliest provision dealing with probation one can find in section 562 CRPC, 1898. And after the amendment in 1974, it stands as section 360 in Code of Criminal Procedure 1973, that is Act 2 of 1974. Imbibing the spirit of these provisions, especially the provision under the Act, my exhortation to all is hate the offense and not the offender, and give the first offender the chance to refine himself, reform himself.
And that exactly is the purpose of a section 361 CRPC, which makes it mandatory for the judge to declare the reason for not awarding or for not granting the benefit of probation this act. And while saying that, saying so, I think that I should sound a caution also. While attempting to give the benefit of the provisions to the persons who are entitled to this, the offenders who are entitled to this, please don't send a wrong signal to persons that if there is a person who had not so far committed anything, he can do an act with impunity. I think that once Professor Mohan Gopal is there, I need not give a lengthy speech on this subject. And I should congratulate the Social Justice Department for selecting this subject and also for taking the decision to celebrate this Vakshacharanam in commemoration of the great loss. With this, I declare the varieties section of the webinar as inaugurated. Thank you. അടുത്ത നമുക്ക് പാനൽ ചർച്ചയിലേക്ക് പോകാം. വിഷയം കുറ്റകൃത്യങ്ങളുടെ വർധനവും ജയിലുകളുടെ ആൾപ്പെരുപ്പവും പ്രൊബേഷൻ നിയമത്തിന്റെ പശ്ചാത്തലത്തിലുള്ള ഒരു പാനൽ ചർച്ചയാണ്. ആദ്യമായിട്ട് ബഹുമാനിയായിട്ടുള്ള സബ് ജഡ്ജ് ആൻഡ് KeLSA മെമ്പർ സെക്രട്ടറി തിരുവനന്തപുരം ശ്രീമതി A. ജുബിയ. താങ്ക് യു. ഏറ്റവും ആദരണീയനായ ഹൈക്കോടതി ജഡ്ജി ഓണറബിൾ മിസ്റ്റർ ജസ്റ്റിസ് CT രവികുമാർ സർ, ബഹുമാനപ്പെട്ട മെമ്പർ സെക്രട്ടറി KeLSA നിസാർ അഹമ്മദ് സർ, മോഹൻ ഗോപാൽ സർ, ബിജു പ്രഭാകർ സർ, ഷീബ മാഡം, മറ്റ് ആദരണീയരായ ജഡ്ജസ്, മറ്റ് ഇതിൽ പങ്കെടുത്തിട്ടുള്ള എല്ലാ വിശിഷ്ട അതിഥികളും എല്ലാവർക്കും എൻ്റെ നമസ്കാരം. പ്രൊബേഷൻ ഓഫ് ഒഫൻഡേഴ്സ് ആക്ടിന്റെ പേർപ്പസും അതിന്റെ എയിമും ഒക്കെ ഇനാഗുറേറ്റ് ചെയ്തപ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ജഡ്ജി പറഞ്ഞു. അതിലേക്ക് ഞാൻ അതുകൊണ്ട് ഡീറ്റെയിൽഡ് ആയിട്ട് കിടക്കുന്നില്ല. മാത്രമല്ല, ഈ ചർച്ചയിൽ വളരെ കുറച്ച് സമയം മാത്രമേ എല്ലാവർക്കുമായിട്ട് അനുവദിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് ഞാൻ ഇതിലേക്ക് നേരിട്ട് സബ്ജക്റ്റിലേക്ക് പോവുകയാണ്. പ്രൊബേഷൻ ഓഫ് ഒഫൻഡേഴ്സ് ആക്ടിന്റെ പേർപ്പസ് തന്നെ ശരിക്കും ഒരു ഒഫൻഡറെ നോൺ ഒഫൻഡർ ആക്കി അദ്ദേഹത്തിന് നേർവഴിക്ക് നയിക്കുക, അദ്ദേഹത്തിന് സാധാരണ ജീവിതത്തിലേക്ക് വന്ന് നല്ല മനുഷ്യനായി ജീവിക്കാൻ അവസരം കൊടുക്കുക എന്നുള്ള ഒരു പേർപ്പസ് ആണ് ഈ ആക്ടിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോ ജുഡീഷ്യറിയുടെ ഭാഗത്ത് നിന്ന് പറയുകയാണെങ്കിൽ കോടതികളെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ PO ആക്ട് ഇൻവോക്ക് ചെയ്യേണ്ടി വരുന്നത് മജിസ്ട്രേറ്റ് കോർട്സിലാണ്. മജിസ്ട്രേറ്റ് കോടതികളിലാണ് ലെസ് സീരിയസ് ഒഫൻസസ് ഏറ്റവും കൂടുതൽ വരുന്നത്. ആ കോടതികളിലാണ് ഏറ്റവും കൂടുതൽ PO ആക്ട് ഇൻവോക്ക് ചെയ്യേണ്ടതായിട്ട് വരുന്നത്. എൻ്റെ ഫസ്റ്റ് പോയിന്റ് അതിനെ ബേസ് ചെയ്തിട്ടാണ്. നമ്മൾ നോക്കിയാൽ മനസ്സിലാവും മിക്ക കോടതികളിലും ഹെവി പെൻഡൻസിയാണ്. അപ്പോൾ ഡേ ടു ഡേ ട്രയലും മജിസ്ട്രേറ്റ് കോടതികളെ സംബന്ധിച്ച് പ്രാക്ടിക്കലി പോസിബിൾ അല്ല. അണ്ടർ ട്രയൽ പ്രിസണേഴ്സ് ഉള്ള കേസിൽ, അതായത് ജയിലിൽ കിടന്നുകൊണ്ട് ട്രയൽ ഫേസ് ചെയ്യുന്ന കേസുകളിലാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ഡേ ടു ഡേ ട്രയൽ നടത്തി പോകുന്നത്. ബാക്കിയുള്ള കേസുകളിലെല്ലാം ഒരുപക്ഷെ ഒരു സാക്ഷിയെ വിസ്തരിച്ച് 1-2 മാസം കഴിഞ്ഞായിരിക്കാം അടുത്ത സാക്ഷിയെ വിസ്തരിക്കുക. എത്രത്തോളം ആ കേസ് ഒരുപക്ഷെ കൺവിക്ഷനിലേക്ക് പോകും, ഇങ്ങനെയുള്ള സംഗതികളൊന്നും ഒരുപക്ഷെ നമുക്ക് ഒരു ഏർലി സ്റ്റേജിൽ അറിയാൻ സാധിച്ചു എന്ന് വരില്ല. അത് മിക്കവാറും ഒരു 313 സ്റ്റേജ് ഒക്കെ ആവുമ്പോഴായിരിക്കും നമ്മൾ അറിയുക ഈ കേസ് ഒരു കൺവിക്ഷന് പ്രോബബിലിറ്റി ഉള്ള കേസുകളാണ്. ആ സ്റ്റേജിലാണ് നമ്മൾ ഒരുപക്ഷെ മിക്ക ജുഡീഷ്യൽ ഓഫീസേഴ്സും PO റിപ്പോർട്ട് കോൾ ഫോർ ചെയ്യുന്നത്. അത് കഴിഞ്ഞ് 313 സ്റ്റേജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഹിയറിംഗ് സ്റ്റേജ് കഴിഞ്ഞ് ഫൈനൽ വേർഡിക്റ്റിലേക്ക് എത്താൻ വളരെ ഷോർട്ട് പീരീഡ് മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ ഷോർട്ട് പീരീഡിനുള്ളൊരു PO റിപ്പോർട്ട് കിട്ടുക എന്ന് പറയുന്നത് പ്രാക്ടിക്കലി അതിന് ഒരുപാട് ഡിഫിക്കൽട്ടീസ് ഉണ്ട്. അപ്പൊ അല്ലെങ്കിൽ പിന്നെ നമ്മൾ 1-2 സാക്ഷികൾ സപ്പോർട്ട് ചെയ്യുമ്പോൾ തന്നെ എല്ലാ കേസിലും PO ആക്ട് ഇൻവോക്ക് ചെയ്യാൻ സാധ്യതയുള്ള അത്രയും മാത്രം പണിഷ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്ന എല്ലാ കേസിലും നമ്മൾ PO റിപ്പോർട്ട് വാങ്ങേണ്ടി വരും. അത് പക്ഷെ കൂടുതൽ ഹൈപ്പർ ടെക്നിക്കലായി പോകും. കാരണം എല്ലാ കേസിലും റിപ്പോർട്ട് വാങ്ങുക എന്ന് പറയുന്ന ആ പെർട്ടിക്കുലർ പ്രതിയെ സംബന്ധിച്ചുള്ള പ്രൈവസിയെ എഫക്ട് ചെയ്യും.
എല്ലാ കേസിലും ഇൻവെസ്റ്റിഗേഷൻ നടത്തി റിപ്പോർട്ട് ചെയ്യാനുള്ള പ്രാക്ടിക്കൽ ഡിഫിക്കൽട്ടീസ്, അങ്ങനെ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പൊ ഇതൊരു വലിയ ഡിഫിക്കൽട്ടി ആയിട്ട് ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസിലും മറ്റ് ഓഫീസേഴ്സിനോട് സംസാരിച്ചതിൽ നിന്നും എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു ഡിഫിക്കൽട്ടി അതാണ്. അതായത് 313 സ്റ്റേജ് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമുക്കൊരു റിപ്പോർട്ട് കിട്ടുക എന്ന് പറയുന്നത് വളരെ ഷോർട്ട് പീരീഡിനുള്ളിൽ പ്രൊബേഷൻ ഓഫീസേഴ്സിനെ സംബന്ധിച്ച് ഒരു റിപ്പോർട്ട് കൊണ്ടുവരാൻ അവർക്കും ബുദ്ധിമുട്ടാണ്. നമുക്ക് ആ പീരീഡിനുള്ളിൽ അത്രയും റിപ്പോർട്ട് എത്തിക്കുക എന്നുള്ളത്, കോൾ ഫോർ ചെയ്ത് കൊണ്ടുവരാനുള്ള ഒരു സ്പാൻ ഓഫ് ടൈം നമുക്ക് ലഭിക്കുന്നില്ല എന്നുള്ളത് ഒരു പ്രശ്നം തന്നെയാണ്. അതാണ് ഒന്ന്. രണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മജിസ്ട്രേറ്റ് കോടതികളെ സംബന്ധിച്ച് അല്ലെങ്കിൽ മറ്റ് ക്രിമിനൽ കോർട്സിനെ സംബന്ധിച്ച് ഒരുപാട് കേസുകൾ പെൻഡിങ് ഉണ്ടെങ്കിലും അത് കൺവിക്ഷനിലേക്ക് എത്തുന്നത്, സീരിയസ്ലി കണ്ടസ്റ്റിംഗ് മാറ്റേഴ്സ് തന്നെ വളരെ കുറവാണ്. വളരെ ചെറിയ ഒരു ശതമാനം കേസുകൾ മാത്രമേ സീരിയസ് ആയിട്ട് കണ്ടസ്റ്റ് ചെയ്യുന്നുള്ളൂ. അതിൽ തന്നെ ചെറിയൊരു ശതമാനം മാത്രമേ കൺവിക്ഷനിലേക്ക് പോകുന്നുള്ളൂ. പല റീസൺസ് ഉണ്ട് അതിന്. റൈറ്റ് ഫ്രം ഇൻവെസ്റ്റിഗേഷൻ, ചിലപ്പോൾ ഇൻവെസ്റ്റിഗേഷന്റെ ഫ്ലൗസ് ആവാം, നന്നായി ഇൻവെസ്റ്റിഗേഷൻ നടത്തിയാലും ഒരുപക്ഷെ ട്രയൽ സ്റ്റേജിൽ വരുമ്പോൾ സാക്ഷികൾ കൃത്യമായി മൊഴി പറയാത്തതാകാം, മറ്റ് റീസൺസ് ഉണ്ടാകാം. അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് ഒരുപക്ഷെ കൺവിക്ഷൻ ഇല്ലാതെ പോകാം, അല്ലെങ്കിൽ അത് ഒരു കറക്റ്റ് ഫ്രൂട്ട്ഫുൾ ആയി വരാതെ പോകാം. അപ്പൊ കൺവിക്ഷൻ വരുന്നതിന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സീരിയസ്ലി കണ്ടസ്റ്റിംഗ് ആയിട്ടുള്ള കേസുകൾ കുറവാണ്, നമ്പറിൽ കുറവാണ്. അതിൽ തന്നെ കൺവിക്ഷൻ വരുന്ന കേസുകളും തീരെ ചെറുതാണ്. അപ്പോൾ അതിൽ തന്നെ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും ഈ കേസുകളെല്ലാം റെഗുലർ ഫോളോ അപ്പ് വിക്ടിംസ് എടുക്കുന്നുണ്ടാവും. അതായത് കൃത്യമായി അവർ ആ കേസിന്റെ എല്ലാ പോസ്റ്റിങ്ങുകളും അതിന്റെ പ്രോഗ്രസ്സും കൃത്യമായി അവർ വെരിഫൈ ചെയ്തുകൊണ്ടിരിക്കും, ഇത് എന്താണ് ഇതിന്റെ റിസൾട്ട് എന്നുള്ളത്. അപ്പൊ അതിന്റെ ലാസ്റ്റ് ഫൈനൽ സ്റ്റേജിലേക്ക് വരുമ്പോൾ നമ്മൾ PO ആക്ട് ഇൻവോക്ക്, ആക്ച്വലി അതൊരു ആക്ടിന്റെ പേർപ്പസും ഒബ്ജക്റ്റീവും വെച്ച് നോക്കുമ്പോൾ ഞാനിത് പറയുന്നത് ശരിയല്ല, പക്ഷെ ഇത് പല ഓഫീസേഴ്സിനും ഇങ്ങനെ ഒരു റീസൺ സ്വാധീനിക്കുന്നു എന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നതാണ്. അതായത് അങ്ങനെയുള്ള കേസുകളിൽ ഒരു വിക്ടിമിനെ സംബന്ധിച്ച്, ഒരു ഇൻജുവേർഡിനെ സംബന്ധിച്ച്, അഗ്രീവ്ഡിനെ സംബന്ധിച്ച് എന്ത് നീതി നമ്മൾ കൊടുത്തു, അല്ലെങ്കിൽ പ്രതിക്ക് എന്ത് പണിഷ്മെന്റ് കൊടുക്കുന്നു, ഇത് രണ്ടും നമ്മൾ കൃത്യമായി ബാലൻസ് ചെയ്ത് പോകേണ്ടതായിട്ടുള്ള ഒരു ഉത്തരവാദിത്തം ഒരു ജുഡീഷ്യൽ ഓഫീസറിനെ സംബന്ധിച്ച്, ഒരു ജഡ്ജിനെ സംബന്ധിച്ചുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു സംഗതിയിൽ വളരെ റെയർ ആയിട്ട് കൺവിക്ഷൻ വരുന്ന ഒരു കേസസിൽ PO ആക്ട് ഇൻവോക്ക് ചെയ്യാൻ മെന്റലി ഒരു ബ്ലോക്ക് ചില ജഡ്ജസിന് വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അത് എല്ലാവരും അങ്ങനെ ആകുന്നു എന്നല്ല, പലരിൽ നിന്നുള്ള അഭിപ്രായം വെച്ച് ഞാൻ പറയുന്നതാണ്. ഞാൻ അഡ്മിറ്റ് ചെയ്യുന്നു, ഒബ്ജക്റ്റീവും പർപ്പസ് ഓഫ് ദി ആക്ട് എടുത്താൽ ഇത് ശരിയല്ല. പക്ഷെ ഇത് രണ്ടും ബാലൻസ് ചെയ്ത് വരുമ്പോൾ ചിലർക്ക് PO ആക്ട് ഇൻവോക്ക് ചെയ്യുന്നതിന് ഒരു മെന്റൽ ബ്ലോക്ക് വരുന്നുണ്ട്. അതായത് വിക്ടിമിന് എന്ത് നീതി നമ്മൾ കൊടുത്തു എന്ന് ഉള്ള സംഗതി, ഇത് രണ്ടും ബാലൻസ് ചെയ്ത് വരുമ്പോഴത്തേക്ക് ഒരുപക്ഷെ പണിഷ്മെന്റിലേക്ക് പോകേണ്ട ഒരു സാഹചര്യം വരുന്നുണ്ട്. 3, അണ്ടർ ട്രയൽ പ്രിസണേഴ്സിനെ സംബന്ധിച്ച് ഒരുപക്ഷെ ജയിൽ ഒഫീഷ്യൽസിനൊക്കെ അറിയാൻ സാധിക്കും, പോലീസ് ഓഫീസേഴ്സിനൊക്കെ അറിയാൻ സാധിക്കും. ഒന്നുകിൽ ഹാബിച്വൽ ഒഫൻഡേഴ്സ് ആണ് അണ്ടർ ട്രയൽ പ്രിസണേഴ്സിൽ ഒരു മെജോറിറ്റി, ഒരു നല്ല ശതമാനം വരുന്നത്. പിന്നെ വരുന്നത് നമ്മളൊരു ബെയിൽ ഗ്രാൻഡ് ചെയ്താലും ബെയിൽ ബോണ്ട് എക്സിക്യൂട്ട് ചെയ്യാൻ സാധിക്കാതെ ജയിലിൽ കഴിഞ്ഞ് ട്രയൽ ഫേസ് ചെയ്യേണ്ടി വരുന്ന പ്രതികളാണ്. അതിൽ നമ്മളൊരു PO ആക്ട് ഇൻവോക്ക് ചെയ്യാൻ ഫിറ്റ് ആണെങ്കിൽ കൂടി നമ്മൾ PO ആക്ട് ഇൻവോക്ക് ചെയ്താലും അതിൽ അദ്ദേഹത്തിന് ബോണ്ട് എക്സിക്യൂട്ട് ചെയ്യാൻ നിർവാഹമില്ല എന്നുള്ളൊരവസ്ഥ ഉണ്ട്. അത് തന്നെയല്ല, ഇപ്പോൾ അണ്ടർ ട്രയൽ ഫേസ് ചെയ്ത് അവസാന സ്റ്റേജിൽ വരുമ്പോൾ ഒരു പക്ഷേ സെറ്റ് ഓഫ് കൊടുത്ത് വിടാൻ പറ്റുന്ന ഒരു കേസാണെങ്കിൽ നമ്മൾ പിന്നെ വിചാരിക്കും എന്തിനാണ് ഇനി PO ആക്ട് ഇൻവോക്ക് ചെയ്ത് അദ്ദേഹത്തിനെ ഇനിയും ബുദ്ധിമുട്ടിക്കുന്നത്. ആക്ച്വലി അവിടെ ബുദ്ധിമുട്ടിക്കൽ എന്ന് നമുക്ക് തോന്നും. കാരണം എന്താണെന്ന് വെച്ചാൽ PO ആക്ടിൽ വിടുമ്പോൾ അദ്ദേഹം വീണ്ടും മോണിറ്റർ ചെയ്യപ്പെടുകയാണ്, അദ്ദേഹത്തിനെ പ്രൊബേഷൻ ഓഫീസർ പീരിയോഡിക്കലി വാച്ച് ചെയ്ത് റിപ്പോർട്ട് ഫയൽ ചെയ്യേണ്ടി വരുന്നു. അപ്പൊ വീണ്ടും ബുദ്ധിമുട്ടിക്കുന്ന എന്തിനാണെന്ന് ചില ഓഫീസേഴ്സിനെങ്കിലും അങ്ങനെ മാനസികമായ ഒരു തോന്നലുണ്ടാവും. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത് ശരിയാവണമെന്നില്ല. കാരണം നമ്മൾ നേർവഴിക്ക് ഒരു പ്രതിയെ നയിക്കുക എന്നുള്ള ഒരു ഒബ്ജക്റ്റീവോട് കൂടി അതിനെ നോക്കുമ്പോൾ അത് ശരിയല്ല. പക്ഷെ ഇങ്ങനെ ഒരു സംഗതി കൂടിയുണ്ട്, ഈ 2 സംഗതികളുണ്ട്. ഒന്ന്, സെറ്റ് ഓഫ് കൊടുത്ത് വിടാൻ പറ്റുന്ന ഒരു കേസ് ആണെങ്കിൽ നമുക്ക് അങ്ങനെ കൊടുക്കാമെന്ന് തോന്നും. 2, ബോണ്ട് എക്സിക്യൂട്ട് ചെയ്യാൻ സാധിക്കാത്ത പ്രതികളാണെങ്കിൽ PO ആക്ട് ഇൻവോക്ക് ചെയ്യുന്നത് കൊണ്ട് അതിൽ പ്രത്യേകിച്ച് ഒരു പേർപ്പസ് ഒന്നുമില്ല, അദ്ദേഹത്തിന് വീണ്ടും അത് ബുദ്ധിമുട്ടായി തീരും. ഇനി നാലാമത്തെ ഒരു സംഗതി, നാലാമത്തെ ഒരു ഇത് എന്ന് പറയുന്നത് എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസും മറ്റ് ഓഫീസേഴ്സിന്റെ എക്സ്പീരിയൻസ് വെച്ചും പറയുകയാണെങ്കിൽ ഒരു മെജോറിറ്റി കേസസിലും നല്ലൊരു ശതമാനം പ്രൊബേഷൻ ഓഫീസേഴ്സും വളരെ നന്നായി വർക്ക് ചെയ്യുന്നവരാണ്. ഞാൻ ക്രിമിനൽ കോടതിയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് എന്നോട് പേഴ്സണലി പ്രൊബേഷൻ ഓഫീസർ വന്ന് പറഞ്ഞിട്ടുണ്ട്, മാഡം നമ്മുടെ പ്രൊബേഷൻ ഡിപ്പാർട്ട്മെന്റിനെ സംബന്ധിച്ച് അത്യാവശ്യം നല്ല ഫണ്ട് ഉണ്ട്, ഒഫൻഡേഴ്സിന്റെ റീഹാബിലിറ്റേഷന് നമുക്ക്
ഫണ്ടുണ്ട്, അവർക്ക് ജോലിക്ക് വേണ്ട സഹായം ചെയ്തു കൊടുക്കാൻ പറ്റും. പ്രൊബേഷൻ ഓഫീസേഴ്സിന് റിപ്പോർട്ട് ഒഫൻഡേഴ്സിന്റെ സംബന്ധിക്കുന്ന സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് റിപ്പോർട്ട് കൊടുക്കാൻ അധികം കേസുകൾ വരുന്നില്ല. അതുകൊണ്ട് അതിൽ ഒരിച്ചിരി ശ്രദ്ധ കൊടുക്കണം എന്ന് പേഴ്സണലി എന്നോട് വന്ന്, ഞാൻ അവിടെ ക്രിമിനൽ കോർട്ടിൽ ജോയിൻ ചെയ്ത സമയത്ത് ഒരു ഡിസ്ട്രിക്ട് പ്രൊബേഷൻ ഓഫീസർ എന്നെ വന്ന് കണ്ട് സംസാരിച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെ വളരെ നല്ല പ്രൊബേഷൻ ഓഫീസേഴ്സ് നമ്മുടെ സിസ്റ്റത്തിലുണ്ട്, മെജോറിറ്റിയും അങ്ങനെ തന്നെയാണ്. എന്നിരുന്നാലും ചിലരുടെയെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞ പല ലിമിറ്റേഷൻസിലും പല പ്രാക്ടിക്കൽ ഡിഫിക്കൽട്ടീസിലും നിന്ന് നമ്മൾ ഒരു റിപ്പോർട്ട് കോൾ ഫോർ ചെയ്താൽ പോലും നമുക്കറിയാം ഒരു പ്രൊബേഷൻ ഓഫീസറുടെ റിപ്പോർട്ട് ടു ബി കെപ്റ്റ് കോൺഫിഡൻഷ്യൽ. അത് നമ്മൾ എപ്പോഴും ഒരു ഒഫൻഡർ ഗിൽറ്റി ആണെന്ന് ഫൈൻഡ് ചെയ്യുമ്പോൾ മാത്രമാണ് നമ്മൾ ഓപ്പൺ ചെയ്യുന്നത്. അത് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോഴാണ് ഒരു പക്ഷെ നമുക്ക് മനസ്സിലാവുന്നത് പ്രൊബേഷൻ ഓഫീസറുടെ റിപ്പോർട്ട് ഈസ് വെരി ഇൻസഫിഷ്യന്റ് ടു ഇൻവോക്ക് ദ പ്രൊവിഷൻസ്. ചിലപ്പോൾ അത് ഒഫൻസ് നടന്നതിന്റെ അതേ ഡീറ്റെയിൽസ് ആയിരിക്കും അവർ ചിലപ്പോൾ എഴുതിയിട്ടുണ്ടാവുക. ചിലതിനകത്ത് അതിന്റെ സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ഡീറ്റെയിൽസ് അങ്ങനെയൊന്നും ഉണ്ടാവില്ല. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വളരെ ചെറിയൊരു ശതമാനം മാത്രമേ ഉള്ളൂ. നന്നായി റിപ്പോർട്ട് തരുന്ന ഒരുപാട് പ്രൊബേഷൻ ഓഫീസേഴ്സ് ഉണ്ട്. നമ്മളെ കൺവിക്ട് ചെയ്യണം എന്നല്ല, പണിഷ്മെന്റ് കൊടുക്കണം എന്ന് വിചാരിച്ച കേസിൽ പോലും നമുക്ക് PO ആക്ടിൽ വിടണം എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള, അല്ലെങ്കിൽ അങ്ങനെ തോന്നിപ്പിച്ചിട്ടുള്ള പ്രൊബേഷൻ ഓഫീസേഴ്സിന്റെ റിപ്പോർട്ട് പോലും ഉണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു ചെറിയ സംഗതിയുണ്ട്. അപ്പൊ ആ ഒരു സംഗതിയിൽ പ്രൊബേഷൻ ഓഫീസേഴ്സിന്, അങ്ങനെ ചെയ്യാത്ത ഓഫീസേഴ്സിന്, അല്ലെങ്കിൽ അങ്ങനെ ജനറലി ഇങ്ങനെയുള്ള കാര്യം എങ്ങനെയാണ് ഒരു സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് റിപ്പോർട്ട് തയ്യാറാക്കേണ്ടത് എന്നുള്ള സംഗതിയിൽ ഒരു ട്രെയിനിങ് ഒക്കെ പീരിയോഡിക്കലി കൊടുക്കുന്നത് നന്നായിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞു, അത് വളരെ ചെറിയൊരു ശതമാനം മാത്രമേ അങ്ങനെയുള്ളൂ. നല്ല ഒരു വിഭാഗവും നന്നായി വർക്ക് ചെയ്യുന്ന പ്രൊബേഷൻ ഓഫീസേഴ്സ് തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ ഇതേ ഒരു സംഗതിയിൽ ഞാൻ കണ്ടിട്ടുള്ള മറ്റൊരു ഡിഫിക്കൽട്ടി, ഇപ്പൊ പ്രൊബേഷൻ ഓഫ് ഒഫൻഡേഴ്സ് ആക്ട് നമ്മൾ ഇൻവോക്ക് ചെയ്താൽ തന്നെ ഇപ്പോൾ ചിലപ്പോൾ 1 വർഷം വരെ നമുക്ക് അവരോട് മോണിറ്റർ ചെയ്യാൻ പറയാം, അല്ലെങ്കിൽ 3 വർഷം വരെ ഒരു ബോണ്ട് എക്സിക്യൂട്ട് ചെയ്ത് നേർവഴിയിൽ പോകുന്നതായിട്ട് നമ്മൾ വിടാറുണ്ട്. 3 വർഷത്തിലധികം പാടില്ല എന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള സംഗതിയിൽ ഇപ്പോൾ വിദേശത്ത് ഇപ്പം നല്ല രീതിയിൽ നടക്കുന്ന ഒരാളാണെങ്കിൽ നമ്മൾ പല കണ്ടീഷൻസ് അതിനകത്ത് ഇൻവോക്ക് ചെയ്തിട്ടുണ്ടാവും. അതിൽ ബോണ്ട് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ടാവും, അത് ഒബ്സർവ് ചെയ്യാൻ. പക്ഷെ ഇപ്പോ അദ്ദേഹത്തിന് വിദേശത്ത് പോയി വരുമാനം ഉണ്ടാക്കി നന്നായി ജീവിക്കണം എന്ന് താല്പര്യം തോന്നിയാലും, അപ്പൊ മറ്റ് പല സാഹചര്യങ്ങൾ കൊണ്ട് അയാൾക്ക് ഒരുപക്ഷെ വിദേശത്ത് പോകേണ്ട സാഹചര്യങ്ങൾ വന്നേക്കാം. പക്ഷെ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ പ്രൊബേഷൻ ഓഫീസേഴ്സ് കൃത്യമായി മനസ്സിലാക്കി ഈ കണ്ടീഷൻസ് വേരി ചെയ്യാൻ ഒരു ആപ്ലിക്കേഷൻ കോടതിയിൽ ഫയൽ ചെയ്താൽ നന്നായിരിക്കും. കാരണം PO ആക്ടിൽ അത് പ്രത്യേകം പറയുന്നുണ്ട്. അങ്ങനെ നന്നായി നടക്കുന്ന ഒഫൻഡേഴ്സിനെ സംബന്ധിച്ച്, അല്ലെങ്കിൽ അങ്ങനെ നന്നായി നടക്കാത്ത ഒഫൻഡേഴ്സിനെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ആ കൃത്യമായ കണ്ടീഷൻസിന് അഡീഷണൽ ആയി വേണമെങ്കിലോ കുറയ്ക്കണമെങ്കിലോ ആ കണ്ടീഷൻസ് വേരി ചെയ്യണമെങ്കിലോ ഒക്കെ നമുക്ക് പ്രൊബേഷൻ ഓഫീസർക്ക് വേണമെങ്കിൽ ഒരു ആപ്ലിക്കേഷൻ കോടതിയിൽ ഫയൽ ചെയ്ത് കോടതിക്ക് അതിനകത്ത് നോട്ടീസ് പ്രതിക്ക് കൊടുത്തതിന് ശേഷം അദ്ദേഹത്തിനെയും കൂടെ കേട്ട് ആ കണ്ടീഷൻസ് വേരി ചെയ്യാനുള്ള പ്രൊവിഷൻസ് പ്രൊബേഷൻ ഓഫ് ഒഫൻഡേഴ്സ് ആക്ടിലുണ്ട്. പക്ഷെ ഇത് എത്രത്തോളം നടക്കുന്നു എന്നുള്ളതിൽ എനിക്ക് കാര്യമായ സംശയമുണ്ട്. അങ്ങനെ ഒരുപക്ഷെ നടക്കുന്നില്ല എന്ന് തന്നെയാണ് പലരും എന്നോട് പറഞ്ഞിട്ടുള്ള ഒരു അഭിപ്രായം. ഞാനുമായിട്ട് സംസാരിച്ച പലർക്കും അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഇല്ല. അപ്പൊ ആ ഒരു സംഗതിയിലും കൂടെ ഒരു ട്രെയിനിങ് കൊടുക്കണം. അതായത് ഇപ്പോ വിദേശത്ത് പോയി ജോലി ചെയ്ത് വരുമാന മാർഗം കണ്ടെത്തേണ്ട ഒരു ഒഫൻഡറെ സംബന്ധിച്ചാണെങ്കിൽ, അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ പോയി ജോലി ചെയ്യേണ്ട ഒരു ഒഫൻഡറെ സംബന്ധിച്ചാണെങ്കിൽ, PO ആക്ടിൽ വിട്ട ഒരാളെ സംബന്ധിച്ചാണെങ്കിൽ അദ്ദേഹത്തിന് മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ലെങ്കിൽ അങ്ങനെ ഒരു ആപ്ലിക്കേഷൻ കൊടുത്താൽ നമുക്ക് ആ കണ്ടീഷൻ റിലാക്സ് ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പീരീഡ് കുറച്ച് കൊടുക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ അതൊരു നല്ല ഓപ്പർച്യൂണിറ്റിയാണ്. ആ ഓപ്പർച്യൂണിറ്റി നമ്മൾ എക്സ്പ്ലോർ ചെയ്യണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ മറ്റൊരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചില സാഹചര്യങ്ങളിൽ PO ആക്ട് ഇൻവോക്ക് ചെയ്യുന്നത് ഒഫൻഡറുടെ പ്രൈവസി അഫക്ട് ചെയ്യുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ അദ്ദേഹത്തിന് അത് ശിക്ഷിക്കുന്നതിനേക്കാളും വലിയ ശിക്ഷയാണ് എന്ന് ചില സാഹചര്യങ്ങളിൽ തോന്നിയിട്ടുണ്ട്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, അയൽക്കാർ തമ്മിലുള്ള ഒരു തർക്കത്തിൽ ഒരു PO ആക്ട് ഇൻവോക്ക് ചെയ്തൊരു പ്രതിയെ വിട്ട കേസിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞു, പ്രൊബേഷൻ ഓഫീസർ പീരിയോഡിക്കലി അദ്ദേഹത്തിന്റെ ഒരു റിപ്പോർട്ട്, അദ്ദേഹത്തിന്റെ ആക്ടിവിറ്റീസിനെ സംബന്ധിച്ച് അദ്ദേഹം എങ്ങനെയാണ് ഇപ്പൊ മുന്നോട്ട് പോകുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച റിപ്പോർട്ട് നമ്മൾ കോടതിയിൽ ഫയൽ ചെയ്യാറുണ്ട്. പക്ഷെ ഈ ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോൾ പോലും ഈ വിക്ടിം പ്രൊബേഷൻ ഓഫ് ഒഫൻഡേഴ്സ് ആക്ടിന്റെ ബെനിഫിറ്റ് കൊടുത്താണ് പ്രതിയെ വിട്ടത് എന്ന് മനസ്സിലാക്കി കഴിയുമ്പോഴത്തേക്കും വിക്ടിം വന്നിട്ട് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ചെറിയ സംഗതികൾ പോലും നോക്കിയിരുന്നിട്ട് പ്രൊബേഷൻ ഓഫീസറിനെ ട്രേസ് ചെയ്ത് പരാതി കൊടുത്ത് പ്രൊബേഷൻ ഓഫീസർ അതിനകത്ത് പീരിയോഡിക്കലി റിപ്പോർട്ട് കൊണ്ടുവന്നിട്ട് പ്രതിക്ക് തീരെ സ്വസ്ഥതയില്ലാതാവുന്ന ഒരു സാഹചര്യവും
ചില സമയത്ത് ഒരു ഇൻഡിവിജ്വൽ കേസിൽ ഞാൻ അങ്ങനെ ശ്രദ്ധിച്ചു, അദ്ദേഹം അവിടെ വന്ന് പറഞ്ഞിട്ടുണ്ട് എന്നെ അങ്ങ് ശിക്ഷിച്ചാൽ മതിയായിരുന്നു, ഇതിനേക്കാൾ ഭേദം അതായിരുന്നു. അപ്പൊ അങ്ങനെയും ഉണ്ട്. ഒരു കണക്കിന് അത് നല്ലതാണ്, കാരണം ശിക്ഷിക്കുന്നതിനേക്കാളും നല്ലത് അവനെ ഒരു സർവീലൻസിൽ വെക്കുന്നതാണ്, അല്ലെങ്കിൽ പ്രൊബേഷൻ ഓഫീസറുടെ മോണിറ്ററിംഗിൽ വെക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് ആ പീരിയഡിൽ അയാൾ നന്നായി നടന്ന് നേർവഴിക്ക് വരും. പക്ഷെ ചില സമയത്ത് അതൊരു നെഗറ്റീവ് ഇഫക്റ്റ് ഉണ്ടാക്കുന്നുണ്ട് ചില സമയത്തെങ്കിലും. പിന്നെ ഞാൻ കണ്ടിട്ടുള്ള ഒരു പ്രശ്നം, ദർ ഇസ് ലാക്ക് ഓഫ് ഇൻട്രസ്റ്റ് ഇൻ, വളരെ ചെറിയൊരു ശതമാനം പ്രോസിക്യൂട്ടേഴ്സും ലോയേഴ്സും മാത്രമേ PO ആക്ട് ഇൻവോക്ക് ചെയ്യുന്നതിന് നമ്മൾ കോടതിയിൽ സബ്മിറ്റ് ചെയ്യാറുള്ളൂ, അല്ലെങ്കിൽ അത് അവരെ സപ്പോർട്ട് ചെയ്യാറുള്ളൂ. അങ്ങനെ ഒരു ഇൻട്രസ്റ്റ് പല സമയത്ത് പ്രോസിക്യൂട്ടേഴ്സിന്റെ ഭാഗത്ത് നിന്ന് കാണുന്നില്ല. ഇപ്പോൾ ബെയിൽ ആപ്ലിക്കേഷൻ സ്റ്റേജിൽ പോലും ഒഫൻസ് അത്ര ഗ്രീവസ് അല്ലെങ്കിൽ ഇത്ര ദിവസം കസ്റ്റഡിയിൽ കടന്നതാണ്, നമുക്ക് ബെയിലിൽ റിലീസ് ചെയ്യാം എന്ന് പറയുന്ന പ്രോസിക്യൂട്ടേഴ്സ് ചില സമയത്ത് അവർ ആ കേസുകൾ കൺവിക്ഷൻ സ്റ്റേജിലേക്ക് വരുമ്പോഴത്തേക്കും PO ആക്ട് ഇൻവോക്ക് ചെയ്യാൻ വിമുഖത, അവർ താല്പര്യം കാണിക്കുന്നില്ല. അങ്ങനെ ഒരു സബ്മിഷൻ പോലും പലരും പറയാറില്ല. അപ്പൊ അങ്ങനെ ഒരു ലാക്ക് ഓഫ് ഇൻട്രസ്റ്റ് ലോയേഴ്സിന്റെ ഭാഗത്തു നിന്നും പ്രോസിക്യൂട്ടേഴ്സിന്റെ ഭാഗത്തു നിന്നും കാണുന്നുണ്ട്. എല്ലാവരും അങ്ങനെയാണെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ മെജോറിറ്റിയും അങ്ങനെയാണെന്നാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഇത് മറ്റുള്ളവരുടെ അഭിപ്രായം കൂടിയാണ്. പിന്നെ ഞാൻ കണ്ടിട്ടുള്ള ഒരു സംഗതി, PO ആക്ട് അതർ സ്റ്റേറ്റിലുള്ള ഒഫൻഡേഴ്സിനെ സംബന്ധിച്ച്, ഇപ്പോൾ അന്യസംസ്ഥാനത്ത് നിന്ന് വന്നിട്ടുള്ള ഒരുപാട് ആൾക്കാർ നമ്മുടെ സ്റ്റേറ്റിലുണ്ട്. ഇപ്പോൾ അല്ലെങ്കിൽ തന്നെ ഒരു യാത്രക്കിടയിൽ ഒരു കമ്മിറ്റ് ചെയ്ത ഒരു ഒഫൻസിനെ സംബന്ധിച്ചൊക്കെ ആണെങ്കിൽ അന്യ സംസ്ഥാനത്തു നിന്നോ ഒക്കെ ഉള്ള ഒഫൻഡേഴ്സിനെ സംബന്ധിച്ച് നമുക്ക് PO ആക്ട് ഇൻവോക്ക് ചെയ്യാൻ പറ്റാത്ത സാഹചര്യമുണ്ട്. കാരണം ദേ മേ നോട്ട് ഹാവ് എ പെർമനന്റ് പ്ലേസ് ഓഫ് എബോർഡ് വിത്തിൻ ദ ജൂറിസ്ഡിക്ഷൻ ഓഫ് ദി കോർട്ട്. അപ്പൊ അതൊരു ഡിഫിക്കൽട്ടി ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ജനറലി പ്രൊബേഷൻ ഓഫീസേഴ്സിന്റെ ഭാഗത്തുനിന്നും മറ്റ് ഇതിലും ഒക്കെ വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷെ പിന്നെ പലർക്കും ഇതൊരു ഹൈലി ടെക്നിക്കൽ റീസൺസിൽ തന്നെ PO ആക്ട് ഇൻവോക്ക് ചെയ്യുന്നതിന് ഒരുപാട് വിമുഖത കാണിക്കുന്നുണ്ട്. ഡെഫിനറ്റ്ലി ഞാൻ പറയുകയാണ്, ജുഡീഷ്യൽ ഓഫീസേഴ്സിനും ഇതിനെ സംബന്ധിച്ച് പീരിയോഡിക്കൽ ട്രെയിനിങ് അത്യാവശ്യമാണ്. ഇതിന്റെ ഒബ്ജക്റ്റും പേർപ്പസും എയിംസും എന്താണെന്ന് അവരെയും സെൻസിറ്റൈസ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യം തന്നെയാണ്. ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. 5 മിനിറ്റ് സമയമാണ് എനിക്ക് തന്നിരുന്നത്. ആ ഒരു സമയത്ത് ലിമിറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ വളരെ ഷോർട്ടായിട്ടാണ് ഇത് പറഞ്ഞിട്ടുള്ളത്. താങ്ക് യു. ഒത്തിരി സന്തോഷം ജൂബിയ മാഡം. ഞങ്ങളുടെ സാമൂഹ്യനീതി വകുപ്പിന്റെ പ്രത്യേക നന്ദി ഇപ്പോഴേ അറിയിക്കട്ടെ, വിശദമായി സുഭാഷ് സാർ പറയും. അടുത്തതായിട്ട് ഇതിൽ വിഷയം പ്രോസിക്യൂഷന്റെ ഭാഗത്ത് നിന്ന് ദീർഘകാലം ഡെപ്യൂട്ടി ഡയറക്ടറും ഇപ്പോൾ ഡയറക്ടർ ഓഫ് പ്രോസിക്യൂഷനുമായ ബാബുരാജ് പാറമ്പൽ സാർ എത്തിയിട്ടുണ്ട്. പ്രൊബേഷനുമായി ബന്ധപ്പെട്ട് എല്ലാ പരിപാടികളിലും സഹകരിക്കുന്ന ഒരാളാണ് ബാബുരാജ് പാറമ്പൽ സാർ. സാറിനെ ഇത് സംസാരിക്കാൻ വേണ്ടിയിട്ട്, ഈ വിഷയത്തിൽ പ്രോസിക്യൂഷന്റെ ഭാഗത്തു നിന്ന് സംസാരിക്കാൻ വേണ്ടി ക്ഷണിക്കുന്നു. ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന ബഹുമാനരായിട്ടുള്ള ന്യായാധിപരൻ, മറ്റ് സുഹൃത്തുക്കളെ, ബഹുമാനായിട്ടുള്ള ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യരുടെ ചരമദിനം മുതൽ ജന്മദിനം വരെ 2 ആഴ്ചക്കാലം സാമൂഹ്യക്ഷേമ വകുപ്പ് ആചരിക്കുന്ന പ്രൊബേഷൻ പക്ഷാചരണം, ഈ പക്ഷാചരണ കാലഘട്ടത്തിൽ നമ്മുടെ മുമ്പിൽ വരുന്ന ഏറ്റവും വലിയ പ്രശ്നം നല്ല നടപ്പ് ജാമ്യം അല്ലെ പ്രൊബേഷൻ, അത് സമൂഹത്തിന് എങ്ങനെ ഉപകാരപ്രദമാക്കി മാറ്റാം എന്നുള്ളതിനെ സംബന്ധിച്ച്, അല്ലെങ്കിൽ സാമൂഹ്യ പ്രതിരോധം അഥവാ സോഷ്യൽ ഡിഫൻസിന്റെ ചട്ടക്കൂട്ടിൽ കുറ്റവാളികളെ, കുറ്റം ചെയ്തവരെ എങ്ങനെ കൊണ്ടുവരാം എന്നുള്ളതിനെ സംബന്ധിച്ചിട്ട് നമ്മൾ ആലോചിക്കേണ്ടുന്ന ഒരു കാലഘട്ടത്തിലാണ്. നമുക്കറിയാം, ദിവസേന എന്നോണം വളരെ ചെറുപ്പത്തിൽ തന്നെ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവരുടെ എണ്ണം, അതിൽ സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരുടെ എണ്ണം നാൾക്കുനാൾ വർദ്ധിച്ചു വരുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പ്രൊബേഷൻ ഓഫ് ഒഫൻഡേഴ്സ് ആക്ട് സെക്ഷൻ 3 and 4 ഫലപ്രദമായി നടപ്പിലാക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ജയിലുകളിലുള്ള കുറ്റവാളികളുടെ ബാഹുല്യം കുറയ്ക്കുന്നതിന് കഴിയും എന്ന് തന്നെയാണ് പ്രോസിക്യൂഷന്റെ അഭിപ്രായം. പക്ഷേ അതിൽ പ്രോസിക്യൂഷൻ മാത്രം വിചാരിച്ചാൽ നടക്കുന്ന ഒരു കാര്യമല്ല. ജുഡീഷ്യറിയും പ്രോസിക്യൂഷനും
ഒരേ മനസ്സോടുകൂടി പ്രവർത്തിച്ചാൽ മാത്രമേ ഈ സംവിധാനത്തെ നമുക്ക് നല്ല നിലക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുകയുള്ളൂ. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ജയിലുകളിൽ കുറ്റവാളികളുടെ എണ്ണം കൂടുമ്പോൾ സർക്കാരിൻ്റെ സാമ്പത്തിക ബാധ്യത വർദ്ധിക്കുന്നു എന്നുള്ളത് നമ്മൾ കണ്ടറിഞ്ഞേ പറ്റും. അതുകൊണ്ട് തന്നെ കുറ്റം ചെയ്തതായി തെളിയുന്ന കാലഘട്ടത്തിന് മുമ്പ് തന്നെ എങ്ങനെ നമുക്ക് പ്രൊബേഷൻ സംവിധാനം അല്ലെങ്കിൽ ഈ പ്രതികളെ പ്രൊബേഷൻ നിർത്താം എന്നുള്ളതിനെ സംബന്ധിച്ചിട്ട് നമ്മൾ ആലോചന തുടങ്ങേണ്ടിയിരിക്കുന്നു. കാരണം നല്ല നടപ്പിൽ ആനുകൂല്യം ലഭിക്കുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സമൂഹത്തിൽ ഉത്തമ പൗരന്മാരായി ജീവിക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കണം. ഒരു ജാമ്യത്തെ കൂടാതെ ജയിലിലേക്ക് വിടുന്ന സമയത്ത് സംഭവിക്കുന്നത് അവൻ താൻ കുറ്റവാളിയാണെന്നും അവൻ താൻ പുള്ളിയാണെന്നുള്ള ഒരു മുദ്ര ഉണ്ടാക്കിയെടുക്കുകയും അത് അവനെ മാനസിക ഘടനയെയും സമൂഹത്തിൽ അവനെക്കുറിച്ച് അവമതിപ്പുണ്ടാക്കുന്ന രീതിയിലേക്കും എത്തുന്നു എന്നുള്ളതാണ്. പലപ്പോഴും അവനെ സാമൂഹികമായിട്ട് ഭ്രഷ്ട് കൽപ്പിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്നുള്ളത് നമ്മൾ കണ്ടറിഞ്ഞേ പറ്റും. അതുപോലെ തന്നെ അവരുടെ കുടുംബജീവിതവും സാമൂഹ്യ ജീവിതവും പലപ്പോഴും തടസ്സപ്പെടുന്നു എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കിയേ പറ്റും. പ്രതികളെ ജയിലിലേക്ക് പറഞ്ഞയക്കുന്ന സമയത്ത് അതിൽ ഒരു സംഭവം എനിക്കറിയാം. 13 വയസ്സുള്ള ഒരു കുട്ടിയെ പോലീസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അവന് 18 വയസ്സ് കാണിച്ചു കോഴിക്കോട് സബ് ജയിലിലേക്ക് പറഞ്ഞയച്ചു. പിന്നീട് അവന് 18 വയസ്സ് പൂർത്തീകരിച്ചിട്ടില്ല എന്നും 13 വയസ്സേ ഉള്ളൂ എന്ന് മനസ്സിലാക്കിയ സമയത്ത് അവനെ ജുവനൈൽ ഹോമിലേക്ക് തിരിച്ച് കൊണ്ടുവന്നു. പക്ഷേ ആ കുട്ടി അവിടെ ഏകദേശം 5-6 ദിവസം താമസിച്ച സമയത്ത് കൊടും കുറ്റവാളികളുമായിട്ട് ആ കുട്ടിക്ക് ബന്ധം സ്ഥാപിക്കുന്നതിന് അവസരം ഉണ്ടാക്കി. ഇപ്പോൾ കോഴിക്കോട് ജില്ലയിൽ ഒരുവിധം കളവ് കേസുകളിലൊക്കെ തന്നെ ആ പയ്യൻ പെട്ടു എന്നുള്ളതാണ് വാസ്തവം. ഇത് അനുഭവത്തിൽ നിന്നാണ് പറയുന്നത്. അപ്പോൾ പോലീസിന്റെ ഭാഗത്ത്, പ്രോസിക്യൂഷൻ എന്ന് പറയുമ്പോൾ പോലീസിന്റെ ഭാഗത്ത് വളരെ സൂക്ഷ്മമായിട്ട് ഇത്തരം ആദ്യം കുറ്റം ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിട്ടുള്ള സൂക്ഷ്മമായിട്ടുള്ള റിപ്പോർട്ട് കോടതിക്ക് പ്രോസിക്യൂഷൻ മുഖാന്തരം സമർപ്പിക്കുകയാണെങ്കിൽ കോടതിയെ അത് ഇത്തരം ആളുകളെ ജയിലിലേക്ക് പറഞ്ഞേക്കുന്നതിന് പകരം രക്ഷിതാക്കളുടെയും അതുപോലെ തന്നെ ജില്ലാ പ്രൊബേഷൻ ഓഫീസർമാരുടെ നിരീക്ഷണത്തിൽ നിർത്തുന്നതിന് അവസരമുണ്ടാക്കും. മറ്റൊന്ന്, ഈ ജയിലിൽ കഴിയുന്ന കൊടും കുറ്റവാളികളുമായിട്ടുള്ള സഹവാസം. ആദ്യ കുറ്റം ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അത് മയക്കുമരുന്ന് കേസുകളിലാണെങ്കിലും മറ്റ് കളവും ഭവനഭേദം മുതലായിട്ടുള്ള കേസുകളിൽ പെടുന്നവരാണെങ്കിലും അവര് മറ്റ് കൊടും കുറ്റവാളികളുമായിട്ട് ബന്ധപ്പെടുന്ന സമയത്ത് പിന്നീട് ഏറ്റവും വലിയ കുറ്റവാളി സംഘങ്ങൾ, ഗുണ്ടാ സംഘങ്ങളായിട്ട് രൂപപ്പെടുന്നതിന് അത് സാഹചര്യം ഉണ്ടാക്കുന്നു. അപ്പൊ ഈ പ്രൊബേഷൻ ഓഫ് ഒഫൻഡേഴ്സ് ആക്ടിൽ വിടുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ സാമൂഹ്യക്ഷേമ വകുപ്പിന്റെ കീഴിലുള്ള ഏതെങ്കിലും ഓഫീസിൽ ഹാജരായി പീരിയോഡിക്കലി അവിടെ റിപ്പോർട്ട് ചെയ്യുന്ന രീതിയിലേക്ക് നിബന്ധനകൾ കൊണ്ടുവന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് പോലീസ് സ്റ്റേഷനിൽ പോയിട്ടുള്ള ആ സ്റ്റിഗ്മ, അല്ലെങ്കിൽ താൻ കുറ്റവാളിയാണ് എന്ന് പോലീസുകാരുടെയും മറ്റു നാട്ടുകാരുടെയും മുമ്പിൽ ഉള്ള ആ സ്റ്റിഗ്മ ഒഴിവാക്കുന്നതിന് സാധിക്കും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അവിടെ പ്രോസിക്യൂട്ടർമാർക്ക് ഒരു വലിയ റോളുണ്ട്. ഇത്തരം കേസുകളിൽ റിമാൻഡ് റിപ്പോർട്ട് വരുന്ന സമയത്ത് തന്നെ അവരെ സംബന്ധിച്ചുള്ള ഒരു റിപ്പോർട്ട് അതോടുകൂടി തന്നെ ഹാജരാക്കുന്നതിന് വേണ്ടിയിട്ട് നിർദ്ദേശം നൽകാം. അത് വളരെ രഹസ്യമായിട്ട് അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുകയാണെങ്കിൽ വളരെ ഫെയർ ആയിട്ട് കോടതിയിൽ സബ്മിറ്റ് ചെയ്യാനും അത്തരം പ്രതികളെ രക്ഷിതാക്കളില്ലെങ്കിൽ തന്നെ വളരെ ഉത്തരവാദപ്പെട്ട ആളുകളുടെ കീഴിലേക്ക് അവരെ പറഞ്ഞേക്കുന്നതിനും ആഴ്ചയിൽ ഒരിക്കലും അവർ സാമൂഹ്യക്ഷേമ വകുപ്പിന്റെ ഓഫീസിൽ റിപ്പോർട്ട് ചെയ്യണമെന്നുള്ള ഒരു നിബന്ധന വെക്കുകയാണെങ്കിൽ പീരിയോഡിക്കലി പ്രൊബേഷൻ ഓഫീസർമാർ അതിനെ സംബന്ധിച്ചുള്ള റിപ്പോർട്ട് കോടതിക്ക് കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് നല്ലൊരു ഫലം സമൂഹത്തിൽ ഉണ്ടാക്കുമെന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. മറ്റൊന്ന്, ഈ പ്രൊബേഷനിൽ വിടുന്ന സമയത്ത് ഏറ്റവും നല്ല ഫലം ഉണ്ടാക്കുന്നത് സമൂഹത്തിൽ കുറ്റകൃത്യങ്ങൾ പരമാവധി കുറഞ്ഞ ഒരു സമൂഹം സൃഷ്ടിക്കാൻ നമുക്ക് കഴിയും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ
പോലീസും പ്രോസിക്യൂട്ടറും കോടതിയും വിചാരിച്ചാൽ മാത്രമേ പ്രൊബേഷൻ നിയമം അല്ലെ നല്ല നടപ്പ് ജാമ്യത്തിന്റെ നേട്ടങ്ങൾ സമൂഹത്തിന് ഉപയുക്തമാവുള്ളൂ. അപ്പം ജയിലുകളിലെ ആളുകളുടെ എണ്ണം കുറയ്ക്കുന്നതിന് പ്രോസിക്യൂട്ടർമാര്, പ്രൊബേഷൻ ഓഫീസർമാരും അതുപോലെ തന്നെ പോലീസ് ഓഫീസേഴ്സുമായിട്ട് നല്ല ബന്ധം സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടും അവരുമായിട്ട് നിരന്തരം സമ്പർക്കത്തിലേർപ്പെട്ട് റിപ്പോർട്ടുകൾ കോടതിക്ക് യഥാസമയം ലഭ്യമാക്കുന്ന രീതിയിലേക്ക് നമ്മുടെ സംവിധാനത്തെ മാറ്റിയെടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു പുതു സമൂഹം സൃഷ്ടിക്കുന്നതിന് നമുക്ക് കഴിയും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായിട്ട് നമ്മളവിടെ സംസാരിക്കേണ്ടത് ജയിലിൻ്റെ തിങ്ങി നിറയുന്ന ജയിലുകളുമായി ബന്ധപ്പെട്ട ഈ വിഷയത്തെ എങ്ങനെയാണ് നോക്കിക്കാണേണ്ടത് എന്നുള്ള രീതിയിൽ ഉത്തരമേഖല റീജിയണൽ ജയിൽ വെൽഫെയർ ഓഫീസറായ ശ്രീ KV മുകേഷാണ്. ദീർഘകാലം വിവിധ ജയിലുകളിൽ ജയിൽ വെൽഫെയർ ഓഫീസറായിട്ട് സേവനമനുഷ്ഠിക്കുകയും ഇപ്പോൾ ഉത്തരമേഖല റീജിയണൽ വെൽഫെയർ ഓഫീസറായിട്ട് സേവനമനുഷ്ഠിക്കുന്ന മുകേഷിനെ 5 മിനിറ്റ് വിശദാംശങ്ങൾ പറയാൻ വേണ്ടി ക്ഷണിക്കുന്നു. ഈ പരിപാടിയുടെ അധ്യക്ഷൻ, അതുപോലെ ഉദ്ഘാടകൻ, മറ്റു വിശിഷ്ടരായിട്ടുള്ള ഇതിൽ സംസാരിക്കുന്നവരും വീക്ഷിക്കുന്നവരുമായിട്ടുള്ള ബഹുമാന്യ വ്യക്തികളെ, ഇന്ന് പ്രൊബേഷൻ ഓഫ് ഒഫൻഡേഴ്സ് ആക്ടിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ പ്രൊബേഷൻ്റെ സാധ്യതകളെയും നടപ്പിലാക്കുമ്പോഴുള്ള വെല്ലുവിളികളെയും കുറിച്ച് സംസാരിക്കുമ്പോൾ ഇതുമൂലം പ്രൊബേഷൻ ഓഫ് ഒഫൻഡേഴ്സ് ആക്ട് നടപ്പിലാക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രയോജനം ലഭിക്കുന്ന ഒരു വകുപ്പിനെ പ്രതിനിധീകരിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. മുഖം കാണാൻ പറ്റില്ല. ജസ്റ്റിസ് Iyer കൃഷ്ണയ്യരുടെ ജന്മദിനം കഴിഞ്ഞ വർഷം മുതൽ പ്രൊബേഷൻ ദിനമായി ആചരിക്കുന്നത് അദ്ദേഹത്തെ പോലെ ഏറ്റവും നമ്മുടെ നീതിന്യായ ചരിത്രത്തിൽ തന്നെ ഏറ്റവും മൈൽ സ്റ്റോണുകളായിട്ടുള്ള നിരവധി വിധിന്യായങ്ങൾ പുറപ്പെടുവിച്ചിട്ടുള്ള അദ്ദേഹത്തിന്റെ പേരിൽ ജുഡീഷ്യൽ ആക്ടിവിസം എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് തന്നെ അതിനുവേണ്ടി നിലകൊണ്ട ഒരു മഹാനായ ന്യായാധിപന്റെ പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ പോലെയുള്ള സാമാന്യ ഒരു പൗരന് നിയമവ്യവസ്ഥയിൽ ഇടപെടാനുള്ള ഒരു വലിയ അവസരം തുറന്നു കൊടുത്ത VN ഭാഗവതിയുടെ കൂടെ PILന്റെ എന്ന് പറയുന്ന അത് ഇൻട്രൊഡ്യൂസ് ചെയ്ത, അതുപോലെ നമ്മുടെ ലീഗൽ എയ്ഡ് പ്രസ്ഥാനത്തിന് വലിയൊരു ആക്കം നൽകിയ അദ്ദേഹത്തിന്റെ പേരിൽ ഇത്തരം ഒരു ആചരണം നടത്തുന്ന അദ്ദേഹത്തിനുള്ള ഏറ്റവും ഉചിതമായിട്ടുള്ള ഒരു ആദരവാണെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഈ വിഷയത്തിലേക്ക് വരികയാണെങ്കിൽ പ്രൊബേഷൻ നിയമം നടപ്പിലാക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, ജയിൽ വകുപ്പിനാണ് അതിന്റെ ആനുകൂല്യം, അതുകൊണ്ടുള്ള മെച്ചം ഏറ്റവും കൂടുതൽ ലഭിക്കുന്നത്. കാരണം നമ്മുടെ ജയിലുകളിലുള്ള കൂടി വരുന്ന ജനസംഖ്യയാണ് പലപ്പോഴും നമ്മുടെ ജയിലുകൾ പല പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് റിമാൻഡ് വരുന്ന തടവുകാർ കൂടുതൽ ഉണ്ടാകുമ്പോൾ ജയിലുകൾക്കകത്ത് അതുമൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഒട്ടനവധിയാണ്. അതുകൊണ്ട് തന്നെ അത്തരം തടവുകാരുടെ എണ്ണം കുറയുന്നത് കൊണ്ട് ജയിലിൽ നടക്കുന്ന വിവിധങ്ങളായ പ്രവർത്തനങ്ങൾ, തടവുകാരുടെ മനപരിവർത്തനത്തിന് വേണ്ടി നടക്കുന്ന വിവിധങ്ങളായ പ്രവർത്തനങ്ങൾ കൂടുതൽ കാര്യക്ഷമമായി നടത്താൻ തീർച്ചയായിട്ടും സാധിക്കും. ഇപ്പോൾ നേരത്തെ പത്തനംതിട്ട ജില്ലയുടെ ഈ ഒരു പ്രൊബേഷൻ പക്ഷാചരണവുമായി ബന്ധപ്പെട്ട് പത്തനംതിട്ട ജില്ലയുടെ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് ബഹുമാനപ്പെട്ട IG ശ്രീജിത് സാർ പറഞ്ഞൊരു കണക്ക്, 4000-ഓളം വരുന്ന കേരളത്തിലുള്ള റിമാൻഡ് തടവുകാരിൽ 3360 പേരോളം ആളുകൾ, അതായത് 84% ആളുകൾ യഥാർത്ഥത്തിൽ അവരൊക്കെ പ്രൊബേഷൻ നൽകാവുന്ന ആളുകളാണ് എന്നുള്ളതാണ്. വളരെ വലിയൊരു കണക്കാണ്. അതുപോലെ ശിക്ഷിക്കപ്പെട്ട ആളുകൾ പല ജയിലുകളിലും നിരന്തരമായി പോകുന്ന ഒരാളെന്ന നിലയിൽ ശിക്ഷിക്കപ്പെട്ടവരായാലും റിമാൻഡിലുള്ളവരായാലും ആളുകളെ കാണുമ്പോൾ അവരിൽ പല ആളുകളും യഥാർത്ഥത്തിൽ പ്രൊബേഷൻ നൽകാവുന്നവരാണ് എന്ന് നേരിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ പല കാരണങ്ങൾ കൊണ്ടും അങ്ങനെ ആ നിയമം വേണ്ടത്ര നടപ്പിലാവുന്നില്ല. കഴിഞ്ഞ കുറച്ചു കാലമായിട്ട്, പ്രത്യേകിച്ച് ഈ 1-2 വർഷമായിട്ട് ഈ ഒരു രംഗത്ത് ശ്രദ്ധേയമായിട്ടൊരു മാറ്റമുണ്ട് എന്നുള്ളത് വളരെ സന്തോഷകരമായിട്ടൊരു കാര്യമാണ്. കൂടുതൽ ആളുകൾ പ്രവേശനം നൽകി വരുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും വളരെ സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്. 18-നും 21-നും ഇടയിൽ പ്രായമുള്ള നിരവധി ആളുകൾ ജയിലുകൾക്കകത്ത് ഇപ്പോൾ ഉണ്ട്. അപ്പോൾ അവരെ, അതുപോലെ ആദ്യമായിട്ട് ഒഫൻസിൽ ഏർപ്പെടുന്ന ആളുകൾ, 18-21 വയസ്സിനിടയിലെ ആളുകൾ, ചെറിയ കുറ്റം ചെയ്ത ആളുകളൊക്കെ കൂടുതൽ പ്രവേശനം നൽകുന്നത് കൂടി ജയിൽ വകുപ്പിനുണ്ടാവുന്ന വലിയ
മെച്ചം എന്ന് പറയുന്നത് ശരിക്കും നമ്മൾ ഈ ഒരു ജയിൽ ഉദ്യോഗസ്ഥൻ രീതിയിൽ എനിക്ക് ഉറപ്പിച്ചു പറയാൻ സാധിക്കും. അപ്പോൾ ഇതിനെ തടസ്സപ്പെടുത്തുന്ന ചില ഘടകങ്ങൾ, അതായത് ഇതിനുള്ള വെല്ലുവിളികൾ എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇപ്പോഴും നമ്മുടെ ജയിലിനകത്ത് കിടക്കുന്ന അന്തേവാസികൾക്ക് പലർക്കും ഈ നിയമത്തെക്കുറിച്ച് അവബോധമില്ല എന്നുള്ളതാണ്. നമ്മുടെ ഈ സ്റ്റേറ്റ് പ്രോട്ടോകോൾ ഓൺ പ്രൊബേഷൻ സർവീസസിൽ പറയുന്നുണ്ട് ജയിലെ അന്തേവാസികൾക്കിടയിൽ പ്രൊബേഷൻ നിയമത്തെക്കുറിച്ച് അവബോധം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അവയർനെസ് പ്രോഗ്രാംസ് IEC വിതരണം ഒക്കെ ചെയ്യേണ്ടതുണ്ട് എന്ന് പറഞ്ഞു. പക്ഷെ ആ ഒരു പ്രവർത്തനം കൂടുതൽ ശക്തിപ്പെടുത്തേണ്ടതുണ്ട്. അതുപോലെ ജയിൽ ഉദ്യോഗസ്ഥർക്ക് കൂടുതൽ ഇതേക്കുറിച്ച് അറിവുണ്ടാകേണ്ടതുണ്ട്. അപ്പോൾ ഈ പ്രോട്ടോകോൾ തന്നെ പറയുന്നതാണ് ഇത്തരത്തിലുള്ള പ്രവേശന അർഹമായിട്ടുള്ള ആളുകൾ ജയിലകത്ത് ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ജില്ലാ പ്രവേശന ഓഫീസർ അറിയിക്കുകയും അത്തരത്തിൽ അവർക്ക് പ്രവേശനം ലഭ്യമാക്കാനുള്ള ഒരു അവസരം തുറന്നു കൊടുക്കുകയും ചെയ്യേണ്ടത് ജയിൽ ഉദ്യോഗസ്ഥരുടെ കടമയാണ് എന്ന് അതിനകത്ത് പറയുന്നുണ്ട്. സാർ കേൾക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അത്തരത്തിൽ ജയിൽ ഉദ്യോഗസ്ഥർക്ക് കൂടി അതിനെക്കുറിച്ച് കൂടുതൽ അറിവുണ്ടാകുന്നതോടുകൂടി യഥാർത്ഥത്തിൽ പ്രവേശനം നൽകാൻ അവസരമുള്ള അല്ലെങ്കിൽ സാധ്യതയുള്ള ആളുകളെ അവരെ തിരിച്ചറിയുമ്പോൾ അത് കൃത്യമായി റിപ്പോർട്ട് ചെയ്യുന്ന അവസ്ഥയുണ്ടെങ്കിൽ കൂടുതൽ ആളുകൾക്ക് പ്രവേശനം നൽകാൻ സാധിക്കും. അതിനെക്കുറിച്ച് അറിവില്ലായ്മ ഒരു വലിയ വിഷയമാണ്. പിന്നെ എനിക്ക് തോന്നിയൊരു കാര്യം, ഈ കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ നേരത്തെ ഒറ്റ ഡിപ്പാർട്ട്മെന്റായി പ്രവർത്തിച്ച് ഇപ്പോൾ വിമൻ ആൻഡ് ചൈൽഡ് ഡിപ്പാർട്ട്മെന്റ് പ്രത്യേകം പോയതോടുകൂടി ഈ സാമൂഹ്യനീതി വകുപ്പിന് കൂടുതൽ പ്രവേശന പ്രവർത്തനങ്ങൾ ഇടപെടാൻ സാധിക്കുന്നുണ്ട്. എന്നിരുന്നാൽ തന്നെയും വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള ക്വാളിഫൈഡ് ആയിട്ടുള്ള പ്രൊബേഷൻ ഓഫീസർമാർ എത്രമാത്രം ഉണ്ട് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം 50-ൽ താഴെ പ്രൊബേഷൻ ഓഫീസർമാർ മാത്രമാണ് നിലവിൽ കേരളത്തിൽ ഉള്ളത്. അപ്പോൾ കൂടുതൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള പ്രൊബേഷൻ ഓഫീസർമാർ ഉണ്ടാകുന്നുണ്ടെന്ന് മാത്രം അവർ നിരവധി സേവനങ്ങൾ നിർവഹിക്കുന്ന ഉദ്യോഗസ്ഥരാണ് പ്രൊബേഷൻ ഓഫീസർമാർ. പ്രത്യേകിച്ച് ജയിൽ വകുപ്പുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ നമ്മുടെ പരോളിന്റെ സംബന്ധിച്ച പ്രൊബേഷൻ റിപ്പോർട്ടും റിലീസിനെ സംബന്ധിച്ച റിപ്പോർട്ടുകളും അതുപോലെ വ്യത്യസ്തങ്ങളായ പരിപാടികൾ, തടവുകാരുടെ മക്കൾക്കുള്ള വിവാഹ സഹായം, വിദ്യാഭ്യാസ ധനസഹായം, സ്വയം തൊഴിലിനുള്ള സഹായം, അവരുടെ ആശ്രിതർക്കുള്ള സ്വയം തൊഴിൽ സഹായം തുടങ്ങി പല പദ്ധതികളുമായി ബന്ധപ്പെട്ട് നിരവധി പ്രവർത്തനങ്ങൾ നടത്തുന്ന ഉദ്യോഗസ്ഥരാണ്. പക്ഷേ അവരുടെ എണ്ണത്തിൽ വളരെ കുറവാണ്. മറ്റുള്ള സൗകര്യങ്ങൾ വളരെ കുറവാണ്. അത് തീർച്ചയായിട്ടും മെച്ചപ്പെടുന്നതോടുകൂടി മാത്രമേ അത്തരത്തിലുള്ള റിപ്പോർട്ടുകളൊക്കെ കൂടുതൽ നന്നാക്കുവാനും അല്ലെങ്കിൽ അവരെ കൂടുതൽ വിശ്വാസത്തിലെടുക്കാൻ ഈ കോടതികൾക്ക് സാധിക്കുകയുള്ളൂ. അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ മാത്രമാണ് ഈ പറയുന്ന പ്രവേശന നിയമം കൂടുതൽ നടപ്പിലേക്ക് വരിക എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുപോലെ നേരത്തെ പറഞ്ഞൊരു കാര്യമാണ്, പലപ്പോഴും റിപ്പോർട്ട് ആവശ്യപ്പെടുന്നത് ഒരു റിമാൻഡ് തടവുകാരന്റെ കേസിൽ അയാളുടെ വിചാരണയുടെ ഏറ്റവും അവസാന ഘട്ടത്തിൽ മാത്രമാണ് അയാളെ പ്രവേശനം വിടാൻ പറ്റുമോ എന്നതിനെ കുറിച്ചുള്ള റിപ്പോർട്ട് ആവശ്യപ്പെടുന്ന റിപ്പോർട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് ഒരു റിപ്പോർട്ട് ഉണ്ടാക്കേണ്ട അവസ്ഥയാണ് പലപ്പോഴും പ്രവേശന ഓഫീസർമാരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുന്നത്. അതിന് പകരം നേരത്തെ തന്നെ ഈ റിപ്പോർട്ടുകൾ ഉണ്ടാകുന്നത് ആണെങ്കിൽ കൂടുതൽ നന്നായി ഈ ഒരു നിയമത്തിന്റെ ആനുകൂല്യം അന്തേവാസികൾക്ക് നൽകാൻ വേണ്ടി സാധിക്കും. മാത്രമല്ല എനിക്ക് തോന്നി വേറൊരു പ്രശ്നം എന്ന് പറയുന്നത്, പലപ്പോഴും യഥാർത്ഥത്തിൽ പ്രൊബേഷനിൽ വിടാൻ പറ്റുമായിരുന്ന പല ആളുകളും ജയിലുകളകത്ത് വരികയും ജയിലിനകത്ത് ഉള്ള വലിയ കുറ്റകൃത്യങ്ങൾ ചെയ്തു വരുന്ന കുറ്റവാളികളുമായി ഇടപഴകുന്നത് അവരെ നെഗറ്റീവായി ബാധിക്കുന്നു എന്നതാണ്. കാരണം പല ജയിലുകൾക്കകത്തും ആളുകളെ തരം തിരിച്ചിടാനുള്ള ഒരു സൗകര്യം ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ പലപ്പോഴും അവര് ഒന്നിച്ച് കഴിയേണ്ടി വരികയും യഥാർത്ഥത്തിൽ പ്രൊബേഷനിൽ പോകേണ്ടിയിരുന്ന വളരെ ചെറുപ്പക്കാരായിട്ടുള്ള ആദ്യമായിട്ട് ഒരു പ്രത്യേക സാഹചര്യത്തിലൊക്കെ കുറ്റം ചെയ്തു വരുന്ന ആളുകൾ ഇത്തരത്തിൽ അവരുമായി ഇടപെടുന്ന അവസ്ഥ ഉണ്ടാകുന്നു. അത് മാത്രമല്ല NDPS ആക്ട് പോലെയുള്ള ആക്ട് പ്രകാരമൊക്കെ വരുന്ന റിമാൻഡ് ചെയ്യപ്പെടുന്ന ആളുകൾക്ക് നിലവിൽ ഈ നിയമത്തിന്റെ ആനുകൂല്യം ലഭിക്കില്ല. പക്ഷെ വളരെ ചെറുപ്പക്കാരായിട്ട് പല ആളുകൾ വളരെ ചെറിയ അളവിൽ ഈ മയക്കുമരുന്നുകൾ ഉപയോഗിക്കുന്നതും ഒക്കെ ചെയ്തു വരുന്ന ഒരുപാട് ആളുകളുണ്ട്. പക്ഷെ അവരെ കൂടി എങ്ങനെ നിയമം തന്നെ മാറേണ്ടതുണ്ട്. അപ്പോൾ അത്തരത്തിൽ വരുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് വളരെ ചെറുപ്പക്കാരായിട്ട് ആളുകൾ NDPS ആക്ടിൽ റിമാൻഡ് ചെയ്യപ്പെട്ട് ശിക്ഷിക്കപ്പെട്ടും ഒക്കെ വരുന്ന ഒരവസ്ഥ. അപ്പോ ഇത്തരത്തിൽ ഉള്ള പ്രശ്നങ്ങൾ കൂടി പരിഹരിക്കുകയാണെങ്കിൽ ഈ ഒരു പ്രൊബേഷൻ ആക്ടിന്റെ ആനുകൂല്യം ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന ഒരു ജയിൽ വകുപ്പിനായിരിക്കും തീർച്ചയായിട്ടും. അതുകൊണ്ട് തന്നെ കുറഞ്ഞ ജയിൽ പോപ്പുലേഷനകത്ത് വളരെ കാര്യക്ഷമമായി ജയിൽ വകുപ്പിന് പ്രവർത്തിക്കാൻ സാധിക്കും. അതിനുള്ള ഒരു സാധ്യത കൂടി ഇത്തരം ഒരു പരിപാടി തുറന്നു തരുന്നു. തീർച്ചയായിട്ടും കൂടുതൽ കാര്യക്ഷമമായി ഈ പ്രൊബേഷൻ
മുന്നോട്ട് പോകട്ടെ, കൂടുതൽ ആളുകൾ പ്രവേശനം നൽകുന്ന രീതിയിലേക്ക് ഇത് വളരട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. നന്ദി മുകേഷ് സാർ. അടുത്തതായിട്ട് പ്രൊബേഷൻ ഓഫീസർ എന്നുള്ള നിലയിൽ, പ്രൊബേഷൻ ഓഫീസർമാർ എന്നുള്ള നിലയ്ക്ക് കേരളത്തിലെ പ്രൊബേഷൻ മേഖലയിൽ അനുഭവിക്കുന്ന പ്രതിസന്ധികളും അതോടൊപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ട പ്രതീക്ഷകളും പങ്കുവയ്ക്കുന്ന 5 മിനിറ്റ് ശ്രീ അഷ്റഫ് കാവിൽ, ജില്ലാ പ്രൊബേഷൻ ഓഫീസർ, വയനാട്. ഈ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ബഹുമാന്യരെ, 5 മിനിറ്റ് കൊണ്ട് 6 പോയിന്റുകൾ അവതരിപ്പിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പ്രധാനമായിട്ടും പ്രൊബേഷൻ മേഖല, അത് പ്രൊബേഷൻ ഓഫീസറുടെ മാത്രം ഒരു കാര്യമല്ല. ഇന്ന് നേരിടുന്ന പ്രധാന വെല്ലുവിളി കോടതികളിൽ നിന്ന് റിപ്പോർട്ടുകൾ ചോദിക്കുന്നതിന്റെ എണ്ണം കുറയുന്നു എന്നതാണ്. ഇപ്പോൾ നേർവഴി കാലയളവിൽ ഒരു വർധനവ് ഈ മേഖലയിൽ ഉണ്ടായിട്ടുണ്ട് എന്നത് വളരെ യാഥാർത്ഥ്യമാണ്. നമുക്ക് കണക്ക് പരിശോധിച്ചാൽ മനസ്സിലാകും. 2015-16 308 കേസുകളായിരുന്നു കോടതികളിൽ നിന്ന് പ്രൊബേഷൻ ഓഫീസർമാരോട് ചോദിച്ചിരുന്നത്. പക്ഷെ അത് നേർവഴി പദ്ധതി കാലയളവിൽ 2019-2020 കാലയളവിൽ 626 വർദ്ധിച്ചിട്ടുണ്ട്. ഇരട്ടി വർധനവാണ് ആ മേഖലയിൽ ഉണ്ടായത്. അതുപോലെ തന്നെ 2015-16 146 പ്രൊബേഷണർമാരെ കേരളത്തിലെ 14 ജില്ലകളിലെ പ്രൊബേഷൻ ഓഫീസർമാരുടെ നിരീക്ഷണത്തിന് കീഴിൽ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അത് 2019-2020 അത് 260 വർദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു വർധനവ് ഈ മേഖലയിൽ ഉണ്ടായിട്ടുണ്ടെന്നത് യാഥാർത്ഥ്യമാണ്. എങ്കിൽ കൂടി ആനുപാതികമായ ഒരു വർധനവ് ഈ മേഖലയിൽ ഉണ്ടായിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഓരോ വർഷവും രജിസ്റ്റർ ചെയ്യപ്പെടുന്ന FIRയുടെ എണ്ണം വെച്ച് നോക്കിയാൽ, കോടതികൾ സമർപ്പിക്കപ്പെടുന്ന ചാർജ് ഷീറ്റുകളുടെ എണ്ണം നോക്കിയാൽ, കോടതികൾ കെട്ടിക്കിടക്കുന്ന കേസുകളുടെ എണ്ണം നോക്കിയാൽ ആനുപാതികമായ ഒരു വർധനവ് പ്രൊബേഷൻ ആക്ട് പ്രകാരം കോടതികളിൽ നിന്ന് ചോദിക്കുന്ന കേസുകൾക്ക് ഉണ്ടാകുന്നില്ല. ഇപ്പൊ നമ്മുടെ മുമ്പിൽ നാഷണൽ ക്രൈം റെക്കോർഡ് ബ്യൂറോയുടെ ഒരു റിപ്പോർട്ടുണ്ട്. ഏറ്റവും പുതിയ റിപ്പോർട്ട് 2009-ലാണ്, 2019. ആ 2019 ഡിസംബർ 31 കണക്ക് പ്രകാരം കേരളത്തിലെ 55 ജയിലുകളിൽ ശിക്ഷ അനുഭവിക്കുന്ന കുറ്റവാളികൾ 3131 ആളുകളാണ്. ഇതിൽ 658 ആളുകൾ 18-നും 30-നും ഇടയിൽ പ്രായമുള്ളവരാണ്. അതായത് 21% ആളുകൾ 18-നും 31-നും ഇടയിൽ പ്രായമുള്ള യുവ പ്രായക്കാരാണ്, യുവ കുറ്റവാളികളാണ്. മാത്രമല്ല, ഈ ശിക്ഷ അനുഭവിക്കുന്ന കുറ്റവാളികളിൽ IPC പ്രകാരമുള്ള വളരെ ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ ചെയ്തവർ 2154 ആളുകളെ വരും. മർഡർ പോലുള്ള, റേപ്പ് പോലുള്ള, അതായത് പ്രൊബേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റാത്ത കേസുകൾ. പക്ഷെ അതിൽ തന്നെ 977 ആളുകൾക്ക് കൃത്യമായിട്ട് പ്രൊബേഷൻ അപ്ലൈ ചെയ്യാവുന്ന കേസുകളായിരുന്നു നമുക്ക് കാണാൻ കഴിയും. അതേമാതിരി അണ്ടർ ട്രയൽ പ്രിസണേഴ്സ് ആണ് കേരളത്തിലെ ജയിലുകൾ കൂടുതൽ. 4330 ആളുകൾ 4330 ആളുകൾ അണ്ടർ ട്രയൽ പ്രിസണേഴ്സ് ആണ്. ഇതിൽ 18-നും 30-നും ഇടയിൽ പ്രായമുള്ളവർ 1683 പേരാണ്. അതായത് 40% ആളുകൾ 18-നും 30-നും ഇടയിൽ പ്രായമുള്ളവരാണ്. ഇവരിൽ തന്നെ IPC പ്രകാരമുള്ള ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ ചെയ്തവർ 1700 പേർ മാത്രമേ ഉള്ളൂ. ബാക്കി 2629 ആളുകളും പ്രൊബേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റിയ കേസുകൾ ചെയ്ത്, കുറ്റകൃത്യങ്ങൾ ചെയ്താണ് ഇപ്പോൾ അണ്ടർ ട്രയൽ ആയിട്ട് കഴിയുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സെക്ഷൻ 6 ഓഫ് ദി PO ആക്ട് വേണ്ട പോലെ ഇൻവോക്ക് ചെയ്യുകയാണെങ്കിൽ ഈ 18-നും 21-നും ഇടയിൽ പ്രായമുള്ള കുറ്റവാളികളെ ജയിലിലേക്ക് അയക്കുന്നത് നമുക്ക് കൃത്യമായിട്ട് കുറച്ചു കൊണ്ടുവരാൻ കഴിയും. അതുകൊണ്ട് സെക്ഷൻ 6 പറയുന്നുണ്ട്, റിലീസ് ഇംപ്രിസൺമെന്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ പ്രൊബേഷൻ ഓഫീസർമാരുടെ റിപ്പോർട്ട് ചോദിക്കണം. 21 വയസ്സുള്ള ആളുകളുടെ റിപ്പോർട്ട് ചോദിക്കേണ്ട മാൻഡേറ്ററി ആണെന്ന് സുപ്രീം കോടതിയും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ബഹുമാനപ്പെട്ട ജുഡീഷ്യൽ ഓഫീസർമാരുടെ ഭാഗത്തു നിന്ന് സെക്ഷൻ 6 അപ്ലൈ ചെയ്യാനുള്ള ഒരു ബോധപൂർവമായ ശ്രമം ഉണ്ടാകണമെന്നൊരു അഭ്യർത്ഥന ഞങ്ങൾ പ്രൊബേഷൻ ഓഫീസർമാർക്ക് സമർപ്പിക്കാറുണ്ട്. മറ്റൊരു കാര്യം, നേരത്തെ ജൂബിയ മാഡം പറയുകയുണ്ട വിക്ടിമിന്റെ ഭാഗത്തു നിന്നുള്ള ചില പ്രതികാര മനോഭാവം അല്ലെങ്കിൽ അവരുടെ നിരാശ. തീർച്ചയായിട്ടും മാഡം പറയുന്നത് വളരെ ശരിയാണ്. പക്ഷേ ഞാൻ 25 കൊല്ലമായിട്ട് പ്രൊബേഷൻ ഓഫീസർമാരാണ്. ഈ പ്രൊബേഷൻ ഒഫൻഡേഴ്സ് ആക്ടിലെ സെക്ഷൻ 5 പവർ ഓഫ് കോർട്ട് ടു റിക്കവർ റിലീസ്ഡ് ഒഫൻഡേഴ്സ് ടു പേ കോമ്പൻസേഷൻ കോസ്റ്റ് എന്നൊരു സെക്ഷൻ പല കോടതികളും അപ്ലൈ ചെയ്യുന്നത് കുറവായിട്ടാണ് എൻ്റെ അനുഭവത്തിൽ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഒരു കുറ്റവാളിയെ പ്രൊബേഷൻ വിടുന്നതോടൊപ്പം
ഈ ഇരയ്ക്ക് വിക്ടിമിന് കോമ്പൻസേഷനും ഈ കുറ്റവാളിയോട് വാങ്ങിക്കൊടുക്കുന്ന ഒരു വിധി കൂടി ഉണ്ടായിക്കഴിഞ്ഞാൽ, നേരത്തെ ജൂബിലിയ മാഡം പറഞ്ഞതുപോലുള്ള ആ വിക്ടിംസിന്റെ ഭാഗത്തു നിന്നുള്ള റെസ്പോൺസും നെഗറ്റീവ് റിയാക്ഷൻ നമുക്ക് ഒഴിവാക്കി കിട്ടാൻ കഴിയും. അതുകൊണ്ട് ഇത്തരം വകുപ്പുകൾ അപ്ലൈ ചെയ്യുമ്പോൾ സെക്ഷൻ 5 കൂടി ബഹുമാനപ്പെട്ട കോടതികൾ അപ്ലൈ ചെയ്യാനുള്ള ശ്രമം ഉണ്ടാവണം. മാത്രമല്ല, നമുക്കറിയാം പല കോടതികളും ഹൈക്കോടതികളിൽ ഞങ്ങൾക്ക് റിപ്പോർട്ട് ചോദിക്കാറുണ്ട് അപ്പീൽ പോയിട്ട്. അപ്പൊ പല ജഡ്ജ്മെന്റ് എടുത്തു നോക്കിയാൽ അതിലൊരു വരി കാണാം, ഇറ്റ് ഇസ് നോട്ട് എ ഫിറ്റ് കേസ് ടു ബി കൺസിഡർഡ് അണ്ടർ ദ ബെനവലന്റ് പ്രൊവിഷൻസ് ഓഫ് ദ ആക്ട് എന്ന് പറഞ്ഞു. പക്ഷെ അത്തരം ജഡ്ജ്മെന്റുകളൊന്നും ഞങ്ങളുടെ റിപ്പോർട്ട് ചോദിച്ചാൽ കാണുന്നില്ല. കോടതിയിൽ നിന്ന് അപ്പീൽ കോടതിയിൽ നിന്ന് ജഡ്ജ്മെന്റ് PO ചോദിക്കുമ്പോഴേ മനസ്സിലാവുന്നത്. അപ്പൊ അർഹമായ എല്ലാ കേസുകളിലും തീർച്ചയായിട്ടും പ്രൊബേഷൻ അപ്ലൈ ചെയ്യാനുള്ള ഒരു ശ്രമം കോടതികളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണമെന്നതാണ് ഞങ്ങൾ പ്രൊബേഷൻ ഓഫീസർമാരുടെ ബഹുമാനപ്പെട്ട ഒരു അഭ്യർത്ഥന. കാരണം ഡിപ്പാർട്ട്മെന്റ് ഒരു പ്രൊബേഷൻ ഓഫീസർക്ക് 25 പ്രൊബേഷണർ എന്ന ഒരു ടാർഗറ്റ് ഇപ്പം തന്നിട്ടുണ്ട്. അത് പ്രൊബേഷൻ ഓഫീസർമാർ വിചാരിച്ചാൽ നടക്കുന്ന കാര്യമേ അല്ല. തീർച്ചയായിട്ടും 40 പ്രൊബേഷൻ ഓഫീസർമാരാണ് കേരളത്തിലുള്ളത്. അങ്ങനെ 25 പ്രൊബേഷണർമാർ വെച്ചിട്ട് 800 പ്രൊബേഷണർമാർ ഒരു കൊല്ലത്തിൽ ഉണ്ടാകുന്ന ടാർഗറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും ബഹുമാനപ്പെട്ട ജുഡീഷ്യൽ ഓഫീസർമാരാണ് ഇക്കാര്യത്തിൽ തീർച്ചയായിട്ടും സഹായിക്കേണ്ടത്. അപ്പം കോടതികളിൽ നിന്ന് റിപ്പോർട്ടുകൾ ചോദിച്ചു കഴിഞ്ഞാൽ 800 പ്രൊബേഷണർ എന്ന ഒരു ടാർഗറ്റിലേക്ക് ഞങ്ങൾക്ക് എത്താൻ കഴിയുള്ളൂ. ഞങ്ങൾ ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ ഞങ്ങൾ തീർച്ചയായിട്ടും ആത്മാർത്ഥമായി ശ്രമിക്കാൻ തയ്യാറാണ്. എല്ലാ പ്രൊബേഷൻ ഓഫീസർമാരും വളരെ കോമ്പറ്റന്റ് ആണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ആ രീതിയിൽ ശ്രമിക്കാം. പക്ഷേ ബഹുമാനപ്പെട്ട കോടതികളുടെ ഭാഗത്തു നിന്ന് റിപ്പോർട്ടുകൾ ചോദിക്കേണ്ടത് അത്യാവശ്യമായിട്ട് വരികയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം സൂചിപ്പിക്കാനുള്ളത്, ഹൈക്കോടതിയുടെയും സുപ്രീം കോടതിയുടെയും ഭാഗത്തു നിന്ന് ഈ മേഖലയിൽ പ്രധാനപ്പെട്ട ഗൈഡ് ലൈൻ ഉണ്ടായിട്ടുണ്ട്. 2015 മാർച്ച് 23 ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഒരു ഡയറക്റ്റീവ് ഇറക്കിയിട്ടുണ്ട്. അർഹമായ എല്ലാ കേസുകളിലും പ്രൊബേഷൻ അപ്ലൈ ചെയ്യുന്നുണ്ടോ എന്ന് പരിശോധിക്കണമെന്ന് ബഹുമാനപ്പെട്ട ഡിസ്ട്രിക്ട് ജഡ്ജിമാർക്കും CJമാർക്കും ഒരു നിർദ്ദേശം ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് പോയിട്ടുണ്ട്. അതേമാതിരി 2015 ജൂൺ 17 സ്റ്റേറ്റ് പ്രൊബേഷൻ അഡ്വൈസറി കമ്മിറ്റി ഒരു റെക്കമെൻഡേഷൻ ഈ മേഖലയിൽ ഹൈക്കോടതിയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ട് 2015 സെപ്റ്റംബർ 18 ഹൈക്കോടതിയുടെ ഡയറക്ഷൻ ബഹുമാനപ്പെട്ട DJമാർക്ക് പോയിട്ടുണ്ട്. 6 മാസത്തിൽ ഒരിക്കലെങ്കിലും റിവ്യൂ ചെയ്യണമെന്നും പ്രൊബേഷൻ അപ്ലൈ ചെയ്യുന്ന കേസുകളിൽ ബഹുമാനപ്പെട്ട കോടതികൾ റിപ്പോർട്ട് ചോദിക്കുന്നുണ്ടെന്ന് റിവ്യൂ ചെയ്യണമെന്ന് ഹൈക്കോടതി ഡയറക്റ്റീവിൽ പറയുന്നുണ്ടായിരുന്നു. 2016 ഫെബ്രുവരി 5 സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും ഇതേ ഒരു നിർദ്ദേശം ബഹുമാനപ്പെട്ട കോടതികൾ പോയിട്ടുണ്ട്. അതുപ്രകാരം 2018 ആഗസ്റ്റ് 2 ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് കൃത്യമായ ഒരു നിർദ്ദേശം ജില്ലാ ജഡ്ജിമാർക്ക് പോയിട്ടുണ്ട്. അണ്ടർ ട്രയൽ റിവ്യൂ കമ്മിറ്റി തീർച്ചയായിട്ടും ഈ പ്രൊബേഷൻ ഒഫൻഡേഴ്സ് ആക്ട് പ്രകാരമുള്ള കേസുകളും പരിഗണിക്കണം, റിവ്യൂ ചെയ്യണമെന്നും അതിന്റെ പുരോഗതി വിലയിരുത്തണമെന്നും ഹൈക്കോടതി നിർദ്ദേശം പോയിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങളുടെ ബഹുമാനപ്പെട്ട ഒരു അപേക്ഷ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അണ്ടർ ട്രയൽ റിവ്യൂ കമ്മിറ്റികളിൽ ഇത്തരം കേസുകൾ റിവ്യൂ ചെയ്യണമെന്നും മോണിറ്റർ ചെയ്യണമെന്നും അതുകൊണ്ട് കേസുകൾ വർദ്ധിപ്പിക്കാൻ കഴിയുമെന്നാണ് ഞങ്ങളുടെ ഒരു നിർദ്ദേശം. മറ്റൊരു നിർദ്ദേശമായിട്ട് ഞങ്ങൾക്ക് പറയാനുള്ളത്, കേരള പ്രൊബേഷൻ ഒഫൻഡേഴ്സ് റൂൾസ് 1960 വന്നാണ്. 60 കൊല്ലമായി. ഈ 60 കൊല്ലമായിട്ടും ഈ പ്രൊബേഷൻ ഓഫീസർമാരുടെ മോണിറ്റർ റിവ്യൂ ചെയ്യുന്ന ഒരു സംവിധാനം നമുക്കുണ്ടായിട്ടില്ല. റീജിയണൽ പ്രൊബേഷൻ ഓഫീസർമാർ വേണം, ചീഫ് പ്രൊബേഷൻ സൂപ്രണ്ട് വേണമെന്ന റൂൾസിൽ പറഞ്ഞു വെച്ചതല്ലാതെ 60 കൊല്ലമായിട്ടും പ്രൊബേഷൻ റിവ്യൂ ചെയ്യാനുള്ള ശക്തമായ സംവിധാനം നമുക്ക് കേരളത്തിൽ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ റൂൾസ് പ്രകാരമുള്ള ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സംവിധാനം, സൂപ്പർവിഷൻ സംവിധാനം നമുക്ക് കേരളത്തിൽ ഉണ്ടാവേണ്ടതുണ്ട്. വേറൊരു പ്രധാനപ്പെട്ട കാര്യം, 4ാമത്തെ പോയിന്റായിട്ട് പറയാനുള്ളത്, ഇന്റർ ഡിപ്പാർട്ട്മെന്റ് കോർഡിനേഷൻ സത്യത്തിൽ കുറവാണ്. ജുഡീഷ്യറി, പോലീസ്, ജയിൽ, പ്രൊബേഷൻ, പ്രോസിക്യൂഷൻ എന്നീ വിഭാഗവുമായി ബന്ധപ്പെട്ട ഒരു ഇന്റർ ഡിപ്പാർട്ട്മെന്റ് കോർഡിനേഷൻ ഉണ്ടാവേണ്ടതുണ്ട്. അതിനിപ്പം സർക്കാരിൽ പെൻഡിംഗ് ഉള്ള 4 കാര്യങ്ങൾ നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് സർക്കാരിലേക്ക് അയച്ചിട്ടുണ്ട്. ഒന്ന് സ്റ്റേറ്റ് പ്രൊബേഷൻ പോളിസിയാണ്. മറ്റൊന്ന് ഇതിനു വേണ്ടി ഉണ്ടാക്കിയ ഒരു പ്രോട്ടോക്കോളാണ്. മറ്റൊന്ന് നമ്മളെ പ്രൊബേഷൻ റൂൾസ് അമെൻഡ് ചെയ്യാനുള്ള ഒരു നിർദ്ദേശമാണ്. മറ്റൊരു കാര്യം, 3 ജില്ലകളിൽ ഒരു പ്രൊബേഷൻ ഓഫീസർമാർ മാത്രമേ ഉള്ളൂ കേരളത്തിൽ. അപ്പം പ്രൊബേഷൻ ഓഫീസർമാർ ഒരാൾ മാത്രമുള്ള ജില്ലകളിൽ മറ്റ് പ്രൊബേഷന്മാർ എത്തിക്കാനുള്ള ഒരു നിർദ്ദേശവും സർക്കാരിൽ ഇപ്പോൾ പെൻഡിംഗ് ആണ്. അത് എത്രയും പെട്ടെന്ന് ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രശ്നം നമുക്കൊരു പരിധിവരെ പരിഹരിക്കാൻ കഴിയും. മറ്റൊരു കാര്യം പറയാനുള്ളത്, ഇതിനെക്കുറിച്ചുള്ള ഒരു അവയർനെസ് ഇപ്പോഴും ഒഫൻഡേഴ്സിന്റെ ഭാഗത്തും അഡ്വക്കേറ്റ്സിന്റെ ഭാഗത്തും വേണ്ടത്ര ഉണ്ടായിട്ടില്ല. അത് തീർച്ചയായിട്ടും ഇത്തരം ബോധവൽക്കരണ പരിപാടികളിലൂടെ കൂടി നമുക്ക് ശക്തമാക്കേണ്ടതുണ്ട്. ലാസ്റ്റ് പോയിന്റ്, 6ാമത്തെ പോയിന്റ് ആയിട്ട് പറയാനുള്ളത്, റിവ്യൂ ഒരു മോണിറ്ററിംഗ് സംവിധാനം ജുഡീഷ്യൽ ലെവലിൽ ഉണ്ടാവണം, അഡ്മിനിസ്ട്രേറ്റീവ് തലത്തിൽ ഉണ്ടാവണം. ഒരു നാഷണൽ വെബിനാർ സംഘടിപ്പിക്കുകയുണ്ടായി. അതിന്റെ അടിസ്ഥാനത്തിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം,
NISD നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ ഡിഫൻസിനെ ഒരു കേന്ദ്ര തലത്തിൽ ഇതിന്റെ ഒരു മോണിറ്ററിംഗ് സംവിധാനമായിട്ട് നാം രൂപീകരിക്കുന്നു. അവർക്ക് വേണ്ടി ചാർജ് കൊടുക്കുന്നു. അങ്ങനെ എല്ലാ സംസ്ഥാനത്തിനും പ്രൊബേഷൻ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യപ്പെടും. അതേമാതിരി ഹൈക്കോടതിയിൽ ഒരു സെല്ല് ജുഡീഷ്യൽ ഓഫീസർമാരെ റിവ്യൂ ചെയ്യുന്നതിനും എത്ര പ്രൊബേഷൻ ഓഫീസർമാർ റിപ്പോർട്ട് കൊടുക്കുന്നു, അല്ലെങ്കിൽ എത്ര പ്രൊബേഷൻ എത്ര റിപ്പോർട്ട് ചോദിക്കുന്നു എന്ന തരത്തിലുള്ള റിവ്യൂ ഹൈക്കോടതി തലത്തിൽ ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ മേഖലയിൽ ഒരു കുതിച്ചുചാട്ടം തന്നെ ഉണ്ടാക്കാൻ കഴിയും എന്നതാണ് ഞങ്ങളുടെ പ്രൊബേഷൻ ഓഫീസർമാർക്ക് വേണ്ടി ഞങ്ങൾക്ക് സമർപ്പിക്കാനുള്ള പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ. നന്ദി, നമസ്കാരം. ഈ വിഷയത്തിൽ അഷ്റഫ് സാറിന് നന്ദി. അതോടൊപ്പം ഇതുമായി ബന്ധപ്പെട്ട് അടുത്തതായി സംസാരിക്കുന്നത് അഭിഭാഷകൻ, 13 വർഷമായിട്ട് ക്രിമിനൽ അഭിഭാഷകനായിരിക്കുകയും ഇപ്പോൾ APP ആയിട്ട് തിരുവനന്തപുരത്തെ 5ാം കോടതിയിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്ന മനു കല്ലമ്പള്ളി അവർകളാണ്. അദ്ദേഹത്തെ ആ വിഷയം 5 മിനിറ്റ് അവതരിപ്പിക്കാൻ വേണ്ടി ക്ഷണിക്കുന്നു. പ്രിയമുള്ളവരെ, എന്നെ കേൾക്കാമെന്ന് കരുതുന്നു. കേൾക്കാമല്ലോ അല്ലേ? കേൾക്കാം. ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന എല്ലാ മാന്യ വ്യക്തികൾക്കും സർവോപരി എനിക്ക് ഏറ്റവും ബഹുമാനമുള്ള എല്ലാ ജുഡീഷ്യൽ ഓഫീസർമാർക്കും എൻ്റെ വക എളിയ അഭിവാദനങ്ങൾ അർപ്പിക്കുകയാണ്. എൻ്റെ എളിയ നമസ്കാരം അർപ്പിക്കുകയാണ്. വക്കീൽ എന്ന നിലയിൽ എൻ്റെ ഒരു 13 വർഷത്തെ പ്രാക്ടിക്കൽ അനുഭവങ്ങളിൽ നിന്നും പിന്നെ പ്രോസിക്യൂട്ടർ എന്ന നിലയിലുള്ള എൻ്റെ ഒരു 5 വർഷത്തെ ചെറിയ എക്സ്പീരിയൻസിൽ നിന്നും എനിക്ക് പ്രധാനമായും 2 പ്രാക്ടിക്കൽ ഡിഫിക്കൽട്ടീസ് ആണ്, അല്ലെങ്കിൽ ഹിൻഡ്രൻസസ് ആണ് ഇതിന് ഈ ആക്ട്, പ്രൊബേഷൻ ആക്ട് പൂർണ്ണ തോതിൽ സജീവമായി നടപ്പിലാക്കാൻ കഴിയാതിരിക്കുന്നതിന് കാരണം എന്ന് ഞാൻ കരുതുകയാണ്. അത് ശരിയാണോ അല്ലയോ എന്നുള്ളത് നമുക്ക് എല്ലാവരുടെയും പരിഗണനയ്ക്ക് ഞാൻ വിടുകയാണ്. ഒന്ന്, അഡ്വക്കേറ്റ്സിന് ഇങ്ങനെ ഈ പ്രത്യേകിച്ച് പ്രാക്ടീസ് ചെയ്യുന്ന അഭിഭാഷകർക്ക് പോലും ഈ പ്രൊബേഷൻ ആക്ടിന്റെ സാധ്യതകൾ എന്താണെന്ന് അത്ര കൃത്യമായി അല്ലെങ്കിൽ പ്രായോഗികമായി അറിയില്ല എന്നുള്ളതാണ് ഒരു സത്യം. അതിൽ ഒരു വക്കീലന്മാരുടെ ഭാഗത്തു നിന്നും കാര്യമായ അല്ലെങ്കിൽ ഒരു സജീവമായ ശ്രദ്ധ ഇതിനകത്ത് വരുന്നില്ല എന്നുള്ളതാണ്. അതിനെപ്പറ്റി ഒരു ബോധവൽക്കരണം വക്കീലന്മാർക്ക് ബാർ അസോസിയേഷൻ വഴിയും ബാർ കൗൺസിൽ വഴിയും കൊടുക്കുന്നതും കോടതിയിൽ തന്നെ ഈ പ്രൊബേഷൻ ഓഫ് ഒഫൻഡേഴ്സ് ആക്ടിന്റെ സാധ്യതകളെ കുറിച്ചുള്ള പോസ്റ്ററുകൾ നമ്മൾ പതിക്കുന്നതും അതിന് കോടതി അനുമതി നൽകുന്നതും ഈ ആക്ടിനെ കുറച്ചുകൂടി പ്രാക്ടിക്കലിലേക്ക് കൊണ്ടുവരുന്നതിന് കഴിയുമെന്ന് എൻ്റെ ഒരു നിർദ്ദേശമുണ്ട്. രണ്ടാമത്, നമുക്ക് ചെയ്യുന്നത് ഇത് ഏറ്റവും കൂടുതൽ പ്രാക്ടിക്കലായി ആക്കാൻ കഴിയുന്നത് അത് നമ്മുടെ ഈ പങ്കെടുക്കുന്ന ഒരു വിഭാഗത്തിന്റെ, അതായത് നമ്മുടെ പ്രിയപ്പെട്ട ബഹുമാനമുള്ള ജുഡീഷ്യൽ ഓഫീസർമാരുടെ ഭാഗത്തു നിന്നുള്ള ഇഫക്റ്റീവായിട്ടുള്ള ഒരു സഹകരണം ഉണ്ടെങ്കിൽ മാത്രമേ ഇത് കാര്യമായി നടപ്പിലാക്കാൻ കഴിയുള്ളൂ. കാരണം അവരാണല്ലോ ഇതിന്റെ താക്കോൽ സ്ഥാനത്തിരുന്ന് അതിന്റെ ഡിസൈഡിങ് അതോറിറ്റി ആയിട്ടിരിക്കുന്നത്. അപ്പൊ അവരെ സഹായിക്കാൻ മാത്രമാണ് നമുക്ക് പ്രോസിക്യൂട്ടർ എന്ന നിലയിലും അല്ലെങ്കിൽ വക്കീലന്മാരെന്ന നിലയിലും അല്ലെങ്കിൽ പ്രൊബേഷൻ ഓഫീസർമാരെന്ന നിലയിലും കഴിയുന്നത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രാക്ടിക്കലി ഞാൻ ഇത്രയും ചെറിയ കാലത്തിലാണെങ്കിൽ പോലും ഒരു എക്സ്പീരിയൻസിൽ നിന്നും എനിക്ക് മനസ്സിലാവുന്നത്, ഈ കോടതികളിൽ വിസ്താരം നടക്കുന്നു. വിസ്താരം കഴിഞ്ഞ ശേഷം പ്രതിഭാഗത്തിന്റെ തെളിവിലേക്ക്, പ്രോസിക്യൂഷന്റെ എവിഡൻസിന് ശേഷം പ്രതിഭാഗത്തിന്റെ തെളിവിലേക്ക് വരുന്നു. അതിനുശേഷം നേരെ ഹിയറിംഗ് ചെയ്യുന്നു. നമ്മൾ മൊത്തം എവിഡൻസിനെ കുറിച്ചുള്ള ഹിയറിംഗ് കഴിയുന്നു. നമ്മൾ പിന്നീട് പോസ്റ്റ് ചെയ്യുന്നത് ജഡ്ജിമെന്റിനാണ്. അപ്പൊ ജഡ്ജിമെന്റിന്റെ സമയം, ജഡ്ജിമെന്റ് പറയുന്ന ദിവസം പ്രതി കൺവിക്ട് ചെയ്തോ അക്വിറ്റ് ചെയ്തോ എന്നുള്ള 2 ഭാഗമാണല്ലോ വരുന്നത്. അപ്പോ സാധാരണഗതിയിൽ 99.99% കോടതികളിൽ കാണുന്നത് കൺവിക്ട് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ തന്നെ പ്രതികളുടെ വക്കീലുമാർ പറയുന്നത് ഷുവർട്ടി ഈസ് പ്രസന്റ് എന്നുള്ളതാണ്. ജാമ്യം എടുക്കുന്നു, അപ്പീലിൽ പോകാനുള്ള സ്കോപ്പിലേക്കുള്ള പെറ്റീഷൻ ഇടുന്നു, ശിക്ഷ മരവിപ്പിക്കാനുള്ള അപേക്ഷ ഇടുന്നു, പോകുന്നു. അപ്പൊ ഇതിന് അപ്പുറം ഒരു പ്രധാനപ്പെട്ട ഒരു പോസ്റ്റിംഗ് നമ്മൾ മിസ്സാവുകയാണ് എന്നുള്ളതാണ് ഒരു സത്യം. കാര്യം നമുക്കറിയാം, സെഷൻസ് ട്രയലില് സെക്ഷൻ 235(2) CRPC പ്രകാരവും വാറണ്ട് ട്രയൽ കേസിൽ 248(2) CRPC പ്രകാരവും വിചാരണ നടപടി പൂർത്തിയായതിനു ശേഷം ഒരു പ്രതിയെ കുറ്റവാളിയാണ് എന്ന് കണ്ടെത്തിയാൽ ആ പ്രതിക്ക് നൽകുന്ന ശിക്ഷയെക്കുറിച്ച്, അതിന്റെ ക്വാളിറ്റിയെയും ക്വാണ്ടിറ്റിയെയും കുറിച്ച് ഒരു ഇഫക്റ്റീവായിട്ട് ഒരു ഹിയറിംഗ്, ആ സെന്റൻസിനെ കുറിച്ച് ഒരു ഹിയറിംഗ്, അതിനൊരു പോസ്റ്റിംഗ് വയ്ക്കണം എന്നുള്ളത് മാൻഡേറ്ററി ആയിട്ടുള്ള നിയമങ്ങളും
ബഹുമാനപ്പെട്ട ഉന്നത കോടതി വിധികളും നിലവിലുണ്ടെങ്കിലും അങ്ങനെ ഒരു പോസ്റ്റിംഗ് ഡേ നമുക്ക് എത്ര കേസിൽ നൽകാൻ കഴിയുന്നുണ്ട്, അല്ലെങ്കിൽ ഈ സിസ്റ്റത്തിന് അത് ബഹുമാനപ്പെട്ട കോടതികളുടെ തിരക്കിന്റെ കാരണം കൂടെ കൊണ്ടാണ് എന്നുള്ളത് ഒരു പ്രാക്ടിക്കലി ഉള്ളൊരു അഭിഭാഷകൻ എന്ന നിലയിലും APP എന്ന നിലയിലും എനിക്കറിയാം. പക്ഷേ അതിനുവേണ്ടി ഒരു പോസ്റ്റിംഗ് തീയതി കൊടുക്കപ്പെട്ടാൽ വക്കീലന്മാർക്ക് ഈ പ്രൊബേഷൻ ഓഫ് ഒഫൻഡേഴ്സ് ആക്ട് അത് ആപ്ലിക്കബിൾ ആക്കുന്നതിനുള്ള അപേക്ഷകൾ നൽകുന്നതിനും അതിന്റെ സാധ്യതകളെ കുറിച്ച് പറയുന്നതിനും പ്രോസിക്യൂട്ടർമാർക്കും അത് പറയുന്നതിന് ഒരു അവസരമായി അത് മാറും എന്നുള്ളതാണ്. അല്ല എപ്പോഴും പ്രോസിക്യൂട്ടർമാർക്ക് പറയുന്നതിന് തടസ്സമൊന്നുമില്ല, പക്ഷേ അതിനുവേണ്ടി ഒരു പോസ്റ്റിംഗ് വയ്ക്കുമ്പോൾ അതിന്റെ സാധ്യത വളരെയധികം വർദ്ധിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. അപ്പൊ അതുകൊണ്ട് അത് മാത്രമല്ല, നമുക്കറിയാം ഒരു സെന്റൻസിനെ സംബന്ധിച്ച് ഒരു പ്രതിയെ ശിക്ഷിച്ച് വിടുന്നത് കൂടി മാത്രമല്ല ഒരു നീതി നടപ്പിലാക്കാൻ സമൂഹത്തിൽ കഴിയുന്നത്. നമുക്ക് സെക്ഷൻ 5 പ്രകാരം ഈ നഷ്ടപരിഹാരം വാങ്ങിക്കൊടുക്കാൻ കഴിഞ്ഞാൽ, അതായത് ഒരു ശാരീരിക ഉപദ്രവമേറ്റ ഒരാൾക്കോ അല്ലെങ്കിൽ ഒരു ഇഞ്ചേർഡിനോ അല്ലെങ്കിൽ ഒരു തട്ടിപ്പിന് ഇരയായ ആൾക്കോ അല്ലെങ്കിൽ ഒരു മോഷണത്തിന് ഇരയായ ആൾക്കോ പ്രതിയിൽ നിന്നും ഒരു കാര്യമായ നഷ്ടപരിഹാരം വാങ്ങി കൊടുക്കാൻ കഴിഞ്ഞാൽ, അതായത് സെക്ഷൻ 5 ഇംപ്ലിമെന്റ് ചെയ്താൽ തന്നെ അത് നീതി നടപ്പിലാക്കുന്നതിന് ഒരു പരിധി വരെ അല്ലെങ്കിൽ അതിനപ്പുറം സഹായമാണ് എന്നുള്ളത് ആ സാധ്യതയെക്കുറിച്ച് കൂടി നമ്മൾ ഏറ്റവും ബഹുമാനപ്പെട്ട ജുഡീഷ്യൽ ഓഫീസേഴ്സ് ശ്രദ്ധിക്കണം. അതുവഴി തന്നെ ഈ ആക്ടിന് കൂടുതൽ കരുത്ത് പകരാനും ഈ നമ്മുടെ ഈ ആക്ടിനും ഇന്നത്തെ ഈ പ്രോഗ്രാമിനും കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. കാരണം നമുക്ക് ഈ ഒരു സാധ്യതകൾ ഉപയോഗിക്കുന്നതോടുകൂടി നമുക്ക് സമൂഹത്തിനെ സഹായിക്കാൻ കഴിയും, ഗവൺമെന്റിനെ സഹായിക്കാൻ കഴിയും, ജയിൽ അധികാരികളെ സഹായിക്കാൻ കഴിയും, പോലീസിനെ സഹായിക്കാൻ കഴിയും, ചെറിയ കുറ്റങ്ങളിൽ അബദ്ധവശാൽ പെട്ടുപോകുന്നവരെ സഹായിക്കാൻ പറ്റും. അതേപോലെ ആ കുറ്റത്തിന് ഇരയായവർക്ക് നഷ്ടപരിഹാരത്തിലൂടി നീതി ലഭ്യമാക്കാനും കഴിയും എന്നുള്ള സാധ്യതകൾ കൂടി പരിശോധിക്കപ്പെടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇതിൽ എന്നെ കേൾക്കാൻ തയ്യാറായ ഇങ്ങനൊരു അവസരം തന്ന ഈ അധികാരികൾക്കും ഇതിന്റെ സംഘാടകർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തുന്നു. നമസ്കാരം. നന്ദി ശ്രീ മനു കല്ലമ്പള്ളി. നമുക്ക് ഈ വിഷയത്തിൽ നമ്മളോട് പ്രതികരിക്കാൻ വേണ്ടിയിട്ട് ദീർഘകാലം പ്രൊബേഷൻ ഓഫീസർ ആയിരിക്കുകയും പിന്നീട് ഇതിന്റെ മോണിറ്ററിംഗ് നടത്തുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച അഡീഷണൽ ഡയറക്ടർ ഉൾപ്പെടെയുള്ള പദവി വഹിച്ച KK മണി സാറുണ്ട്. സാർ ഇപ്പോൾ അഡ്വക്കേറ്റ് കൂടിയാണ്. സാറിനെ ബഹുമാനപൂർവ്വം ഇതിനോട് പ്രതികരിക്കുന്നതിന് ക്ഷണിക്കുന്നു. മണി സാറെ കേൾക്കാമോ? മണി സാർ ഓക്കെ. മ്യൂട്ടാണോ സാർ? മ്യൂട്ടാണ് മണി സാർ, മ്യൂട്ടാണ്. ആ മൈക്ക് ഒന്ന് ടച്ച് ചെയ്യണം. മണി സാർ മൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. അതങ്ങനെയാണ്. സംസാരിച്ചോളൂ സാർ. ഹലോ, കേൾക്കുന്നില്ല സാർ. ഒന്ന് മൈക്ക് ഓണല്ല. മൈക്ക് ഓണല്ല രഞ്ജിത്തെ സാർ. അങ്ങനെയാണെങ്കിൽ ഞങ്ങള് ക്രിമിനോളജിസ്റ്റ് സംസാരിച്ചതിന് ശേഷം സാറിനെ വിളിക്കാം. ഓക്കെ, നമുക്ക് ഈ പൊതുവായിട്ട് ഈ സംഗതിയോട് പ്രതികരിച്ചുകൊണ്ട് കേരളത്തിലെ പോലീസ് അക്കാദമിയുടെ ക്രിമിനോളജിസ്റ്റ്, അല്ലെങ്കിൽ ഔദ്യോഗികമായി കേരളത്തിലെ ഏക ക്രിമിനോളജിസ്റ്റ് ആയിട്ടുള്ള ഡോക്ടർ JK ജോസഫ് അവർകളുണ്ട്. അദ്ദേഹം ഇതിനോട് പ്രതികരിക്കും. എല്ലാവർക്കും നമസ്കാരം. എന്നെ കേൾക്കാമെന്ന് കരുതുന്നു. ബഹുമാനപ്പെട്ട ഉദ്ഘാടകൻ CT രവികുമാർ സർ, ബിജു പ്രഭാകർ സർ, ഷിബ ജോർജ് മാഡം, ജൂബിയ മാം, നിസാർ അഹമ്മദ് സർ, പ്രൊഫസർ മോഹൻ ഗോപാൽ സർ, മറ്റ് വിശിഷ്ട വ്യക്തിത്വങ്ങളെ, ഇന്ന് നമ്മൾ പ്രൊബേഷൻ വാരാചരണത്തിന്റെ ഭാഗമായിട്ട് ഒരു അതിന്റെ സമാപന ചടങ്ങാണ് ഇവിടെ നടക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് കുറച്ച് അധികം കാര്യങ്ങൾ, ഒരു ക്ലാസ് എന്നുള്ള ഒരു മിനിഗ്രിയായി എന്തൊക്കെയാണ് പ്രാക്ടിക്കൽ ഡിഫിക്കൽട്ടീസ് എന്നുള്ളതിനെ പറ്റിയുള്ള ചർച്ചകളാണ് ഇവിടെ നടന്നത്. ഓരോ ഏരിയയിലുള്ള ആൾക്കാരും, ഇപ്പൊ ജുഡീഷ്യറിയുടെ ഭാഗത്തു നിന്നായാലും പ്രോസിക്യൂഷൻ സൈഡിൽ നിന്നായാലും
ഒരു അഡ്വക്കേറ്റ് എന്നുള്ള രീതിയിൽ, പ്രൊബേഷൻ ഓഫീസേഴ്സിന്റെ രീതിയിൽ നിന്നും വെൽഫെയർ ഓഫീസർ എന്നുള്ള രീതിയിൽ നിന്നും പലരും പല രീതിയിലുള്ള കാര്യങ്ങൾ നമുക്കിവിടെ പറയുകയുണ്ടായി. ഇതിനെ ആകെ കൂടി ഒരു ക്രിമിനോളജിക്കൽ പെർസ്പെക്റ്റീവിൽ പറയുകയാണെങ്കിൽ, ഒരു പ്രാക്ടിക്കൽ ഡിഫിക്കൽട്ടീസ് എന്നുള്ളത് പറഞ്ഞതിനെ മാറ്റി നിർത്തി ഇതിലൊരു എക്സ്പെക്ടേഷൻ എന്ന് പറയുന്ന ഒരു ലെവലിൽ നിന്ന് സംസാരിക്കുകയാണെങ്കിൽ എനിക്ക് ഇതിനോട് പറയാനുള്ളത്, നമ്മുടെ ആ ഒരു കൺവെൻഷണൽ ചിന്താഗതി, എന്തുകൊണ്ട് പ്രൊബേഷൻ സക്സസ്ഫുൾ ആയിട്ട് അല്ലെങ്കിൽ ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് നമ്മുടെ നാട്ടിൽ നടക്കുന്നില്ല എന്നുള്ള ഒരു ഏരിയയാണ് നമ്മുടെ ഒരു മേജർ പോയിന്റ് ഓഫ് ഡിസ്കഷൻ എന്ന് പറയുന്നത്. നമുക്ക് എല്ലാവർക്കും വ്യക്തമായിട്ട് അറിയാം. അപ്പം എന്തുകൊണ്ടത് നടക്കുന്നില്ല, അല്ലെങ്കിൽ കൃത്യമായ രീതിയിൽ ഫലപ്രദമായ രീതിയിൽ നടപ്പിലാക്കാൻ നമുക്ക് സാധിക്കുന്നില്ല എന്നുള്ളതിന്റെ പ്രാക്ടിക്കൽ ഡിഫിക്കൽട്ടീസ് ഈ ഏരിയയിലെ വിവിധ സ്റ്റേജുകളിലായിട്ട് ഇതുമായി ബന്ധപ്പെട്ട് പ്രവൃത്തിയെടുക്കുന്ന വ്യക്തിത്വങ്ങൾ അതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ള, അതിന്റെ ഒരു വേറൊരു രീതിയിലുള്ള ഒരു ആംഗിളിൽ നിന്ന് സംസാരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇതിൽ ബേസിക്കലി നമ്മളുടെ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റത്തിന്റെ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നതിൽ ഈ ഒരു ബേസിക് റീസൺ ഫോർ ക്രിമിനാലിറ്റി എന്നുള്ള ആ ഒരു ഏരിയയിലുള്ള ഒരു ഡിസ്കഷനും കൂടി നമ്മളിവിടെ നടത്തേണ്ടതായിട്ടുണ്ട്. ആ ഒരു ഫ്രീ വിൽ കൺസെപ്റ്റ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിൽ നിന്ന് ഒരു വ്യക്തി ഇന്റൻഷനലായിട്ട് ക്രൈം ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ ഏതൊരു വ്യക്തിയും ക്രൈം ചെയ്യുന്നത് ഇന്റൻഷനലായിട്ട് അയാളുടെ സ്വയേച്ഛ പ്രകാരമാണ് എന്നുള്ള ആ ഒരു ചിന്താഗതിയിൽ നിന്ന് മാറി മോഡേൺ കോൺസെപ്റ്റിലേക്ക് നമ്മൾ കുറച്ചധികം വരേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. അത് ഞാൻ അധികം അതിന്റെ ഡീറ്റെയിൽസിലേക്കൊന്നും കൂടുതലായിട്ട് കടക്കുന്നില്ല. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യം മാത്രമാണ് ഇതിൽ പറയാനുള്ളത്. നമുക്ക് പഴയ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന നമ്മുടെ ഒരു ക്ലാസിക്കൽ കൺസെപ്റ്റ് ഓഫ് ക്രൈം ഉണ്ട്, നിയോ ക്ലാസിക്കൽ കോൺസെപ്റ്റ്സ് ഉണ്ട്, ഫ്രീ വിൽ കോൺസെപ്റ്റ്സ് ഉണ്ട്. എന്ന് പറഞ്ഞാൽ പ്ലഷറിന് വേണ്ടിയിട്ട് സ്വന്തം ഇഷ്ടപ്രകാരം ക്രൈം ചെയ്യുക എന്നുള്ള ഒരു കാഴ്ചപ്പാടായിരുന്നു. ആ കാഴ്ചപ്പാട് കാലാകാലങ്ങളിൽ മാറി 2020 എത്തി നിൽക്കുമ്പോൾ ക്രൈമിനെ പറ്റി ശാസ്ത്രീയമായിട്ട് പഠിക്കുന്ന വ്യക്തികൾ അല്ലെങ്കിൽ ഗവേഷകർ, ക്രിമിനോളജിസ്റ്റുകൾ അതിനെപ്പറ്റി പറഞ്ഞു വെച്ചിരിക്കുന്നത് ആ ഒരു പഴയ കൺസെപ്റ്റിൽ നിന്ന് മാറി ഇന്ന് എത്തി നിൽക്കുന്നത് ബയോളജിക്കൽ ഇൻഹെറിറ്റൻസ് അല്ലെങ്കിൽ ബയോളജിക്കൽ ആയിട്ടുള്ള ഇൻഫ്ലുവൻസസ് എത്രത്തോളം ക്രിമിനാലിറ്റിയിൽ ഉണ്ട് എന്നുള്ളതും, ജീൻ എൻവയൺമെന്റ് ഇന്ററാക്ഷൻ എത്രത്തോളം ക്രിമിനാലിറ്റിയിലേക്ക് വരുന്നുണ്ട് എന്നുള്ളതും, ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിന്റെ ഇൻഫ്ലുവൻസ് ക്രിമിനാലിറ്റിയിൽ എത്രത്തോളം ഉണ്ട് എന്നുള്ളതും, ബ്രെയിനിന്റെ ഡെവലപ്മെന്റ് ക്രിമിനാലിറ്റിക്ക് ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി എങ്ങനെ റിലേറ്റഡ് ആകുന്നു എന്നുള്ളതും, അഡ്വേഴ്സ് ചൈൽഡ്ഹുഡും അതിലുണ്ടാകുന്ന ചൈൽഡ്ഹുഡ് സമയത്തുണ്ടാകുന്ന ന്യൂട്രീഷൻ അല്ലെങ്കിൽ മാൽന്യൂട്രീഷ്യസ് ആയിട്ടുള്ള കുട്ടികൾക്കുണ്ടാകുന്ന ഇഷ്യൂസ് എന്താണെന്നുള്ളതാണ് ക്രിമിനോളജിസ്റ്റുകൾ അല്ലെങ്കിൽ ഈ പറയുന്ന ഏരിയയിൽ ക്രിമിനൽ ബിഹേവിയർ റിസർച്ച് ചെയ്യുന്ന പുതിയ കോൺസെപ്റ്റ് മോഡേൺ ക്രിമിനോളജിസ്റ്റുകൾ മുന്നോട്ട് വെക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പൊ നേരത്തെ ബഹുമാനപ്പെട്ട ജഡ്ജ് പറഞ്ഞതുപോലെ ഒരു മെന്റൽ ബ്ലോക്ക് എന്ന് പറയുന്നത് പ്രൊബേഷൻ കൊടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ പ്രൊബേഷനിൽ കൊടുത്തു കഴിഞ്ഞാൽ വിക്ടിമിന് ജസ്റ്റിസ് കിട്ടുമോ എന്നുള്ള ഒരു കാഴ്ചപ്പാട് നമ്മുടെ ഒരു എൻ്റയർ സമൂഹത്തിൽ, അതൊരു വിഭാഗത്തിൽ മാത്രമല്ല എൻ്റയർ സമൂഹത്തിൽ വരുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് നമ്മൾ ആ ഒരു കൺവെൻഷണൽ ആയിട്ടുള്ള ആൻഷ്യന്റ് ആയിട്ടുള്ള ചിന്താഗതിയിൽ നിന്ന് ഒരു മോഡേൺ കോൺസെപ്റ്റിലേക്ക് മാറി ചിന്തിക്കാൻ അല്ലെങ്കിൽ അതിനുള്ള ആ ഒരു രീതിയിലുള്ള ഒരു ഓറിയന്റേഷൻ നമുക്ക് പൂർണ്ണമായിട്ടും വന്നിട്ടില്ല എന്നുള്ളത് കൊണ്ടാണെന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത് ഇതിനകത്ത് എന്തുകൊണ്ട് പ്രൊബേഷൻ, വൈ പ്രൊബേഷൻ എന്ന് ചോദിച്ചാൽ അതിന് വളരെ മനോഹരമായിട്ട് ബഹുമാനപ്പെട്ട ഡയറക്ടർ പ്രോസിക്യൂഷൻ അദ്ദേഹം പറയുകയുണ്ടായി, ഹാർഡൻ ക്രിമിനൽസുമായിട്ട് അസോസിയേറ്റ് ചെയ്യുക വഴി ഇത് കൂടുതലായിട്ടുള്ള ക്രിമിനാലിറ്റി ഉണ്ടാകുന്നു എന്നുള്ളത്. ഇവിടെ വീണ്ടും ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിനകത്ത് ഇന്നത്തെ ഈ കാലഘട്ടത്തിലെ ജനങ്ങളുടെ നീതിബോധം എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്മുടെ ജനറൽ പബ്ലിക്കിന്റെ സൊസൈറ്റിയുടെ നീതിബോധം എന്ന് പറയുന്നത് നമുക്ക് പല എക്സാമ്പിൾസ് വഴി പല ഇൻസിഡൻസിലും, ഞാൻ പേരെടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നില്ല, ഏതെങ്കിലും രീതിയിൽ ഒരു ക്രിമിനലിന് പബ്ലിക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഏജൻസിയോ ആ ക്രിമിനലിനെ ഇല്ലായ്മ ചെയ്യുമ്പോൾ അതിന് കൈയടിക്കുകയും അതിനെ അപ്രീഷിയേറ്റും ചെയ്യുന്ന ഒരു സൊസൈറ്റി ഡെവലപ്പ് ചെയ്തു വരുന്നതിന്റെ ഒരു കാരണം എന്തെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കൃത്യമായ രീതിയിലുള്ള ഒരു അവയർനെസ് ഈ കാര്യങ്ങളിൽ ജനറൽ പബ്ലിക്കിന് ഇല്ല എന്നുള്ളതും ഒരു അനോമിക് സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യുന്നതുകൊണ്ടാണ്. നമുക്കറിയാം, നമുക്ക് ഒരുപാട് ലിമിറ്റേഷൻസും പരിമിതികളും ഉണ്ട്. എല്ലാവരും ഈ ഒരു പ്രോസസ്സിന്റെ ഭാഗമായിട്ട് ഇവിടെ ഇരിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഒരുപാട് ഡിലേഡ് ആയിട്ട് വരുന്ന ആ ഒരു ജസ്റ്റിസിന്റെ ഒരു ഇഷ്യൂ ജനറൽ പബ്ലിക്കിന് എത്രത്തോളം ഇമ്പാക്ട് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ എത്രത്തോളം അങ്ങനെ ചിന്തിക്കുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും ഒരു നിയമം അല്ലെങ്കിൽ നീതി നടപ്പിലാക്കുന്ന ജനക്കൂട്ടമോ അല്ലെങ്കിൽ ഒരു ഏജൻസിയോ നീതി നടപ്പിലാക്കുന്ന സമയത്ത് അതിന് കൈയടിക്കുന്ന ഒരു സമൂഹം വളർന്നു വരുന്നത് അത് നമ്മൾ ഒന്നുകൂടി ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്, എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളത്. അടുത്ത ഒരു പോയിന്റ് എനിക്ക് പറയാനുള്ളത്, ഈ കറക്ഷൻ എന്ന് പറയുന്ന ഈ ഒരു ഏരിയയെ പറ്റി ചിന്തിക്കുമ്പോൾ അഗെയിൻ ഞാൻ പറഞ്ഞു വരികയാണെങ്കിൽ നമ്മളുടെ കമ്മ്യൂണിറ്റി ബേസ്ഡ് കറക്ഷണൽ മെത്തഡോളജീസും ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് കറക്ഷണൽ മെത്തഡോളജീസിനെ പറ്റി പറയുമ്പോൾ അതിൽ ബേസിക്കലി 6 ഒബ്ജക്റ്റീവ്സ് ആയിട്ട് പണിഷ്മെന്റിന്റെ ഒബ്ജക്റ്റീവ്സിനെ പറഞ്ഞിട്ടുള്ളത് നമുക്കറിയാം, എല്ലാവർക്കും അറിയുന്ന കാര്യമായതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഇൻഡിക്കേറ്റ് ചെയ്യുക മാത്രം ചെയ്യുകയാണ്. ഡിറ്ററൻസും റിട്രിബ്യൂഷനും പ്രിവെൻഷനും ആയിരുന്നു ഒരു കാലഘട്ടത്തിലെ പണിഷ്മെന്റിന്റെ ഒബ്ജക്റ്റീവ്സ് ആയിട്ട് കണക്കാക്കിയിരുന്നെങ്കിൽ
ഇന്നത്തെ കാലഘട്ടത്തിൽ മോഡേൺ പിനോളജിസ്റ്റുകൾ പറഞ്ഞു വെക്കുന്ന അല്ലെങ്കിൽ ആധുനിക കാലഘട്ടത്തിലെ ഗവേഷണങ്ങൾ വിരൽ ചൂണ്ടുന്നത് മുഴുവൻ പണിഷ്മെന്റിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് എക്സ്പിയേഷൻ, കുറ്റബോധം ഉണ്ടാക്കുന്നതും റിഫോർമേഷൻ, നവീകരിക്കപ്പെടുന്നതും റീഹാബിലിറ്റേഷൻ ആൻഡ് റീഇന്റഗ്രേഷൻ, പുനരധിവസിപ്പിക്കപ്പെടേണ്ടതുമാണ് എന്നുള്ളതാണ് ആധുനിക കാലഘട്ടത്തിലെ പണിഷ്മെന്റിന്റെ ലക്ഷ്യങ്ങളായിട്ട് പറഞ്ഞു വരുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും അൾട്ടിമേറ്റ്ലി ഒരു വ്യക്തിയെ എങ്ങനെയെങ്കിലും ഒരു പ്രിസണിലോ അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് കറക്ഷൻ മെത്തഡോളജി ഉപയോഗിച്ച് ആ വ്യക്തിയെ ജയിലിൽ അടയ്ക്കുക എന്നുള്ളതിനേക്കാൾ ഉപരിയായി ദ എൻഡ് ഒബ്ജക്ട് ഓഫ് എവറി പണിഷ്മെന്റ് ഷാൽ ബി ഓർ ആസ് ഡിഫൈൻഡ് ആസ് റിഹാബിലിറ്റേഷൻ ആൻഡ് റീഇന്റഗ്രേഷൻ എന്നുള്ളതാണ്. അപ്പം ഈ റിഫോർമേഷനോ റിഹാബിലിറ്റേഷനോ റീഇന്റഗ്രേഷനോ ഒരു ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് കറക്ഷൻ ആ മെത്തഡോളജി ഉപയോഗിച്ച് മാത്രം ചെയ്യേണ്ടതാണോ അതോ ഒരു കമ്മ്യൂണിറ്റി ബേസ്ഡ് ആയിട്ടുള്ള സൊസൈറ്റിയിൽ റീറ്റൈൻ ചെയ്തിട്ട് ചെയ്യേണ്ടതാണോ എന്നുള്ളത് ഒരു പുനർചിന്തനം നടത്തേണ്ട സാഹചര്യവും നമുക്ക് ഈ ഒരു പ്രൊബേഷൻ ഓഫൻഡേഴ്സ് ആക്ടുമായി ബന്ധപ്പെടുത്തി ചിന്തിക്കേണ്ടതാണ്. ഇപ്പൊ പ്രൊബേഷനുമായിട്ട് ബന്ധപ്പെട്ട് സമൂഹത്തിൽ കമ്മ്യൂണിറ്റിയിൽ റീറ്റൈൻ ചെയ്ത് ആ വ്യക്തിക്ക് ഒരു ലോ അബൈഡിങ് സിറ്റിസൺസ് ആയിട്ട് ജീവിക്കുന്നതിനുള്ള അവസരം കൊടുക്കാനുള്ള കൂടുതലായിട്ടുള്ള നടപടിക്രമങ്ങൾ നേരത്തെ ശ്രീ അഷ്റഫ് കാവിലെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മളുടെ ക്രൈം സ്റ്റാറ്റിസ്റ്റിക്സിലൊക്കെ പറയുന്നതും ഒരുപാട് കുറ്റവാളികളായിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ റിമാൻഡിൽ കഴിയുന്ന ആൾക്കാരും ഒരുപാട് ആൾക്കാർക്ക് ഈ പ്രൊബേഷന് എലിജിബിൾ ആണ്. അപ്പൊ ഇതിന്റെ ആ സിസ്റ്റത്തിനെ ഒന്ന് മാറ്റി ചിന്തിപ്പിക്കാനുള്ള ഒരു സാഹചര്യമായിട്ടുണ്ട്. വളരെ ലിമിറ്റഡ് ടൈം ആയതുകൊണ്ട് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പോകുന്നില്ല. അതിൽ ഒരു ബേസിക് പ്രിൻസിപ്പിളും കൂടി ഇതിനകത്ത് ഞാൻ ആഡ് ചെയ്യുകയാണ്. ക്രൈം ഈസ് എ സോഷ്യൽ ക്യാൻസർ ബട്ട് നോട്ട് ദി ക്രിമിനൽ എന്നുള്ള ഒരു കാര്യമാണ്. സമൂഹത്തിനെ ബാധിച്ചിരിക്കുന്ന അർബുദം അല്ലെങ്കിൽ ക്യാൻസർ എന്ന് പറയുന്നത് ക്രൈമാണ്, ക്രിമിനൽ അല്ല. ആ ക്രിമിനലിനെ എലിമിനേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ആ ക്രിമിനലിനെ മാറ്റി നിർത്തുക എന്നതിനേക്കാളുപരിയായി നാം ഓരോരുത്തരും ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ഈ ക്രൈമിനെ സൊസൈറ്റിയിൽ നിന്ന് എലിമിനേറ്റ് ചെയ്യാൻ എന്ത് നടപടി സ്വീകരിക്കണം എന്നുള്ളതാണ്. അതിന് നമുക്ക് വേണ്ടത് നേരത്തെ ഞാൻ പറഞ്ഞ ആ റൂട്ട് കോസസിലേക്കുള്ള പോക്കാണ്. അല്ലെങ്കിൽ ആ റൂട്ട് കോസസ് എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്ത് അതിന് ഫലപ്രദമായ നടപടി എടുക്കുക എന്നുള്ളതാണ്. വീണ്ടും ഇവിടെ മേജർ കൺസേൺ ഒരു കൺസ്ട്രെയിൻ ആയിട്ട് പറഞ്ഞത് അല്ലെങ്കിൽ ഒരു കൺസേൺ ആയിട്ട് എല്ലാവരും സൂചിപ്പിച്ച ഇതിന്റെ പ്രാക്ടീഷണേഴ്സ് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് പ്രൊബേഷൻ എന്ന് പറയുന്ന ഈ ഒരു കോൺസെപ്റ്റിനെ പറ്റി പബ്ലിക്കിനോ ഒഫൻഡേഴ്സിനോ ഈവൻ ഈ ക്രിമിനൽ ജസ്റ്റിസ് അഡ്മിനിസ്ട്രേഷനിലോ സിസ്റ്റത്തിലോ ഉള്ള ഒഫീഷ്യൽസിനോ വ്യക്തമായ ധാരണയുടെ കുറവ് ചില ഏരിയകളിലെങ്കിലും ഉണ്ട് എന്നുള്ളതാണ്. തീർച്ചയായിട്ടും അത് വളരെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഇതിന് ഒരു സൊല്യൂഷൻ എന്നുള്ള രീതിയിൽ നമ്മുടെ ഇപ്പം സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റ് നേതൃത്വത്തിൽ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ഒരുപാട് അവയർനെസ് ക്യാമ്പയിൻസ് നടക്കാറുണ്ട്. പലപ്പോഴും ഇതിന്റെ ഓഫീസേഴ്സുമായിട്ടുള്ള ഇന്ററാക്ഷനിലും കാര്യങ്ങളിലൊക്കെ നമ്മൾ പോലീസ് അക്കാഡമിയിലാണെങ്കിലും പോലീസ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്സിലാണെങ്കിലും പ്രൊബേഷനും പരോളും കറക്ഷൻ മെത്തഡോളജീസും ഒക്കെ ഇതിന്റെ ഭാഗമായിട്ട് അവരെ നമ്മൾ ട്രെയിൻ ചെയ്ത് സാധാരണഗതിയിൽ വിടാറുണ്ട്. അവർക്ക് അതിനുള്ള ട്രെയിനിങ്ങുകൾ കൊടുക്കാറുണ്ട്. ഇനിയും കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഇൻ സർവീസ് എന്നുള്ള രീതിയിൽ സെർവിങ് പോലീസ് ഓഫീസേഴ്സിനും കൂടുതലായിട്ട് ഇതിലേക്ക് ഒരു അവയർനെസ് കൊടുക്കാവുന്നതാണ്. ഒന്ന് അടുത്ത ഒരു കാര്യം എന്ന് പറയുന്നത് ഇവിടെ ഈ പറഞ്ഞ ഒരു അവയർനെസ് പോലെ തന്നെയാണ് നമ്മുടെ സൊസൈറ്റിയിലുള്ള ഒരു ലീഗൽ ലിറ്ററസിയുടെ ഒരു അഭാവം എന്ന് പറയുന്നത് ഇതിനകത്തൊരു വളരെ പ്രധാനപ്പെട്ട ഒരു അഭാവമായിട്ട് പലപ്പോഴും നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. നിയമങ്ങൾ അറിയുന്നത് അല്ലെങ്കിൽ നിയമം എന്ന് പറയുന്നത് പൊതുജനത്തിന് വേണ്ടിയിട്ടുള്ളതാണ്, സൊസൈറ്റിക്ക് വേണ്ടിയിട്ടുള്ളതാണ്, ജനറൽ പബ്ലിക്കിന് വേണ്ടിയിട്ടുള്ളതാണെങ്കിലും ഇവിടെ നിയമം അറിയുന്നത് ആർക്ക് എന്ന് ചോദിച്ചാൽ ജുഡീഷ്യറി അല്ലെങ്കിൽ കുറച്ച് നമ്മുടെ അഡ്വക്കേറ്റ്സ്, പ്രോസിക്യൂഷൻ ആ സൈഡിലുള്ള ആൾക്കാർ, നിയമം പഠിച്ചിട്ടുള്ള നിയമം ഒരു പ്രൊഫഷൻ ആയിട്ട് സ്വീകരിച്ചിട്ടുള്ള വളരെ കുറച്ച് ആൾക്കാർക്ക് മാത്രമേ നിയമം അറിയുള്ളൂ എന്നുള്ള ഒരു പ്രശ്നം ഇവിടെ ഉണ്ട് എന്നുള്ളതും ഇവിടെ ഒന്ന് റൈസ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമ്മൾ പറയുന്ന ഇഗ്നോറൻഷ്യ ജുറിസ് നോൺ എക്സസാറ്റ് എന്ന് പറയുന്ന നിയമത്തിലെ അജ്ഞത എന്ന് പറയുന്നത് പണിഷ്മെന്റിൽ നിന്നുള്ള എക്സംഷൻ അല്ലെങ്കിൽ രക്ഷപ്പെടാനുള്ള ഒരു മാർഗമല്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ ആ നിയമം മിനിമം നമ്മളൊരു സ്കൂൾ തലത്തിൽ ഒരു പ്രൈമറി സ്കൂൾ തലത്തിൽ ഞാൻ പറയുന്നത് IPCO CRPCO പഠിപ്പിക്കുക എന്നുള്ളതല്ല, മറിച്ച് ആ ഒരു ലീഗൽ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ഒരു ലീഗൽ സ്റ്റഡീസ് എന്ന് പറയുന്ന ഒരു പേപ്പർ നമ്മളുടെ ഒരു പ്രൈമറി എഡ്യൂക്കേഷൻ തലത്തിലെങ്കിലും ഒരു നിയമാവബോധമുള്ള തലമുറയെ വളർത്തിയെടുക്കാൻ വളരെ ഉതകുന്നതാണ് എന്നുള്ള ഒരു അഭിപ്രായം. നമുക്ക് ഒരുപാട് അവയർനെസ് ക്യാമ്പയിൻസ് ഉണ്ട്. നമ്മളിപ്പം ഇൻഫർമേഷൻ ടെക്നോളജി എന്ന് പറയുന്ന ഒരു സബ്ജക്ട് കമ്പ്യൂട്ടർ ലിറ്ററസിക്ക് വേണ്ടി ഒരു പാഠ്യപദ്ധതിയുടെ ഭാഗമാക്കിയതുപോലെ തന്നെ ലീഗൽ സ്റ്റഡീസ് എന്ന് പറയുന്ന ഒരു പേപ്പർ നമ്മളുടെ വിദ്യാഭ്യാസം കാലഘട്ടത്തിൽ കുട്ടികൾക്ക് ഒരു 5ാം ക്ലാസ് മുതലുള്ള കുട്ടികൾക്കെങ്കിലും നൽകുകയാണെങ്കിൽ ഈ പറയുന്ന ഒരു സിസ്റ്റം ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റം എന്താണെന്ന് മനസ്സിലാക്കി സെൽഫ് മോട്ടിവേറ്റഡ് ആയി നിയമം അനുസരിക്കുന്ന ഒരു തലമുറയെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും എന്നുള്ളതാണ് എൻ്റെ ഒരു ജനറൽ ആയിട്ടുള്ള അഭിപ്രായം. അതിനോട് കൂടി ചേർത്ത് പറയുകയാണെങ്കിൽ ഈ പ്രൊബേഷൻ എന്ന് പറയുന്ന ഈ ഒരു ഏരിയയിൽ പ്രൊബേഷൻ പ്രത്യേകിച്ച് നമ്മുടെ ഏരിയ ഓഫ് കോൺസെൻട്രേഷൻ പ്രൊബേഷൻ ആയതുകൊണ്ട് ഗവേഷണങ്ങൾ നടത്താനുള്ള
നമ്മൾ ഇതിന്റെ ഇമ്പാക്ട് നടത്താനുള്ള റിപ്പീറ്റഡ് ഒഫൻഡേഴ്സ് ആയിട്ടുള്ള റെസിഡിവിസം എന്ന് പറയുന്ന ആ ഒരു റിപ്പീറ്റഡ് ആയിട്ടുള്ള ഒഫൻഡിങ് പ്രൊബേഷൻ വഴി എത്രത്തോളം കുറയുന്നു എന്നുള്ളതും ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് കറക്ഷനിൽ അത് എത്രത്തോളം ഇമ്പാക്ട് ഉണ്ട് എന്നുള്ളതിനെ പറ്റിയുള്ള കൃത്യമായ രീതിയിലുള്ള ഗവേഷണങ്ങൾ നടത്തിയ ഒരു റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പ്രൊബേഷൻ എന്ന് പറയുന്ന ഈ സിസ്റ്റം കൂടുതൽ റെലവെന്റ് ആണെന്നും ഇമ്പാക്ട് ഉണ്ടെന്നും മനസ്സിലാക്കി കൂടുതലായിട്ട് ഈ പറയുന്ന പ്രൊബേഷനിൽ എലിജിബിൾ ആയിട്ടുള്ള ആൾക്കാരെ വിടാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവും എന്നുള്ളതാണ് എന്റെ അഭിപ്രായം എന്ന് പറയുന്നത്. താങ്ക് യു. താങ്ക് യു ജയേഷ് ജോസഫ്, ഡോക്ടർ ജയേഷ് കെ ജോസഫ്. നമ്മുടെ പ്രധാനപ്പെട്ട അതിഥി മോഹൻ ഗോപാൽ സാറും നിസാർ അഹമ്മദ് സാറും ഒക്കെ നമ്മുടെ പ്രതികരണത്തോട് നമ്മൾ സംസാരിക്കുന്നതിനോട് പ്രതികരിക്കാൻ കാത്തു നിൽക്കുന്നുണ്ട്. നമുക്ക് മണിസാറിന്റെ ഒരു ചെറിയ സമയം കൊണ്ട് മണിസാറിന്റെ ഒരു പ്രതികരണം കൂടി കേട്ടതിന് ശേഷം അവരിലേക്ക് പോകാം. ബഹുമാനപ്പെട്ട ഡയറക്ടറും സെക്രട്ടറിയും ഒക്കെ ഇരിക്കുകയാണ്. മണിസാറിനെ അതിനുവേണ്ടി ക്ഷണിക്കുന്നു. മണിസാർ ഓഡിയോ ഇല്ല, കേൾക്കുന്നില്ല. ഓക്കെ, കേൾക്കാലോ? കേൾക്കുന്നില്ല സാർ, കേൾക്കുന്നില്ല. ഹെഡ്സെറ്റിന്റെ ഇഷ്യൂ ആണോ? സംസാരിച്ചോളൂ സാർ. കേൾക്കുന്നില്ല സാർ. ഹെഡ്സെറ്റ് ഊരിയിട്ടൊന്ന് സംസാരിച്ചു നോക്കാവോ സാർ? ഹലോ സാർ. ആയിക്കോട്ടെ. ഓക്കെ സാർ. ഹലോ മണിസാറെ, കേൾക്കുന്നില്ല. കേൾക്കാം. അപ്പോൾ ഇന്നത്തെ ഈ ഡിസ്കഷനില് ഒന്ന് രണ്ട് പോയിന്റ്സ് ആഡ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു. ഒന്ന്, പ്രൊബേഷൻ എഫക്റ്റീവായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന്റെ നിലവിലുള്ള പ്രായോഗികമായിട്ടുള്ള തടസ്സങ്ങളൊക്കെ നാം ഇവിടെ ഡിസ്കഷൻ ചെയ്യുകയുണ്ടായി. അഷറഫ് ഇത് സംബന്ധിച്ച് കുറെ സ്റ്റാറ്റിസ്റ്റിക്സും ഇവിടെ അവതരിപ്പിക്കുകയുണ്ടായി. അതിനോടനുബന്ധിച്ച് നമ്മളൊരു പരിശോധന നടത്തിയാല് മൊത്തം പ്രിസൺ പോപ്പുലേഷനിലെ 4% ആൾക്കാര് ട്രൈബൽ പീപ്പിൾസ് ആണ്. ട്രൈബൽ പീപ്പിൾസിന്റെ മൊത്തം പോപ്പുലേഷന് കേരളത്തിലെ പോപ്പുലേഷനിൽ 1% താഴെ മാത്രമേ ഉള്ളൂ. മൊത്തം പ്രിസൺ പോപ്പുലേഷനിലെ 17% വെറും 8% താഴെ വരുന്ന ഷെഡ്യൂൾ കാസ്റ്റ് ആണ്. പ്രിസൺ പോപ്പുലേഷന്റെ 53% OBC-യിൽപ്പെട്ട ആൾക്കാരാണ്. അതുപോലെ തന്നെ പ്രിസൺ പോപ്പുലേഷനിലെ 10% ആൾക്കാർ ഇല്ലിറ്ററേറ്റ് ആണ്. 27% ആൾക്കാരുടെ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് 10ാം ക്ലാസ്സിൽ താഴെ മാത്രമാണ്. കേൾക്കാമോ? 10% മാത്രമാണ്. കേൾക്കാം. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മൾ ഈ ഒബ്ജക്ഷൻസ് ഒക്കെ പറഞ്ഞ് ഇതിന്റെ ബെനിഫിറ്റ് കൊടുക്കാതെ വരുന്നത് കൊണ്ട് കൺവിക്ട് ചെയ്യപ്പെട്ട് ഇതിന്റെ പ്രസന്റ് ലൈഫ് കഷ്ടപ്പാട് ദുരിതം അനുഭവിക്കേണ്ടി വരുന്നത് സമൂഹത്തിലെ ഏറ്റവും താഴേക്കിടയിലുള്ള പുവറ്, ഇല്ലിറ്ററേറ്റ്, ഹെൽപ്ലെസ് ആയിട്ടുള്ള ആൾക്കാരെ മാത്രമാണ്. നമുക്കറിയാം, ഹെൽപ്പുള്ള ആൾക്കാര്, കഴിവുള്ള ആൾക്കാര്, അതല്ലെങ്കിൽ സ്വാധീനമുള്ള ആൾക്കാരാണ് എങ്കിൽ ഈ ശിക്ഷിക്കപ്പെട്ടിരിക്കുന്നതില് ഒരു 90% ആൾക്കാരെയും നമുക്കറിയാം ശിക്ഷിക്കാനായിട്ട് നിർവാഹമില്ല. ഹൈക്കോടതിയിലോ സുപ്രീം കോടതിയിലോ മേൽക്കോടതിയിലോ ഒക്കെ പോവുകയാണെങ്കിൽ അവരുടെ കാര്യത്തില് തീർച്ചയായിട്ടും അതിന്റെ ബെനിഫിറ്റ് കിട്ടും എന്നുള്ളത് തന്നെയാണ്. ഇവിടെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു പ്രശ്നം നമ്മൾ പരിഗണിക്കേണ്ടത്, നമ്മളുടെ ജുഡീഷ്യൽ സിസ്റ്റത്തിലെ ക്രിമിനൽ ജുഡീഷ്യൽ അഡ്മിനിസ്ട്രേഷനിലുള്ള ഈ സെന്റൻസിങ് സംബന്ധിച്ച്
മറ്റ് രാജ്യങ്ങളിലുള്ള സെന്റൻസിങ്ങുമായിട്ട് വളരെ വ്യത്യസ്തപ്പെട്ടിട്ടുള്ളതാണ്. കാരണം മറ്റ് രാജ്യങ്ങളിലാണ് ഒരാളെ കൺവിക്ട് ചെയ്യുകയാണെങ്കിൽ അതിന്റെ കുറെ ടേം പ്രിസൺ സെന്റൻസും ബാക്കി പ്രൊബേഷനും ബാക്കി കമ്മ്യൂണിറ്റി സർവീസും ഇങ്ങനെ ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള എല്ലാം കൂടെ കമ്പൈൻഡ് ആയിട്ടുള്ള ഒരു ശിക്ഷാ സംവിധാനങ്ങളാണ് മറ്റു പല രാജ്യങ്ങളിലും. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ രാജ്യത്ത് ഇവിടുത്തെ സെന്റൻസിങ് എന്ന് പറയുന്നതിന് തന്നെ 2 പാർട്ടുണ്ട്. ഒന്ന് ജുഡീഷ്യറിയുടെ സെന്റൻസിങ് ഉണ്ട്, പിന്നെ എക്സിക്യൂഷൻ ഓഫ് സെന്റൻസിങ്. എക്സിക്യൂഷൻ ഓഫ് സെന്റൻസിങ് നമ്മുടെ രാജ്യത്ത് ഒരു അഡ്മിനിസ്ട്രേറ്റീവ് റോളാണ്. അതിനകത്താണ് പരോള്, റിലീസ്, റിമിഷൻ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ രണ്ടിനകത്തും ജുഡീഷ്യറി എക്സർസൈസ് ചെയ്യുന്ന സെന്റൻസിനകത്തും എക്സിക്യൂട്ടീവ് അപ്ലൈ ചെയ്യുന്ന സെന്റൻസിന്റെ പാർട്ടായിട്ടുള്ള സെന്റൻസിന്റെ എക്സിക്യൂഷനകത്തും നിലവിലിരിക്കുന്നത് എന്താ പറയുന്നത്, ഈ ഇവരുടെ ഡിസ്ക്രീഷനാണ്. ഇപ്പൊ ഡിസ്ക്രീഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പൊ നമുക്കറിയാം, ഒരു മജിസ്ട്രേറ്റിന്റെ മുമ്പാകെ ചില മജിസ്ട്രേറ്റിന്റെ മുമ്പാകെ ചെന്ന 3 മാസം കൊടുക്കും. അതേ ഒഫൻസും അതേ ഒഫൻഡറെയും വേറൊരു മജിസ്ട്രേറ്റ് ആണെങ്കിൽ 6 മാസം കൊടുക്കും, ചിലർ 1 വർഷം കൊടുക്കും, ചിലർ 3 വർഷം കൊടുക്കും. ഇങ്ങനെ അവരുടെ ഡിസ്ക്രീഷനാണ്. ഇത്തരത്തിലുള്ള ഒരു അൺഗൈഡഡ് ആയിട്ടുള്ള ഡിസ്ക്രീഷൻ, പ്രോപ്പർ ആയിട്ടുള്ള ഗൈഡ് ലൈൻസ് ഇല്ലാത്തുള്ള ഒരു ഡിസ്ക്രീഷൻസ് നമ്മുടെ ഇന്ത്യൻ ജുഡീഷ്യൽ സിസ്റ്റത്തിനകത്ത് ജുഡീഷ്യറിയിലേക്ക് വെസ്റ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് പ്രൊബേഷൻ പോലെയുള്ള കാര്യങ്ങളുടെ ആപ്ലിക്കേഷനിലെ ഏറ്റവും തടസ്സമായി വന്നിരിക്കുന്നത്. അതിനെ സംബന്ധിച്ച് 2013 ബഹുമാനപ്പെട്ട സുപ്രീം കോടതി സോമൻ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന കേസിനകത്ത് നടത്തിയിരിക്കുന്ന ഒബ്സർവേഷൻ വളരെ പ്രധാനപ്പെട്ടതാണ്. ഗീവിംഗ് പണിഷ്മെന്റ് ടു ദ റോങ് ഡൂവർ ഈസ് at the heart of the criminal justice delivery, but in our country it is the weakest part of administration of criminal justice. There are no legislative or judicially laid down guidelines to assist the trial court in meting out the just punishment to the accused facing trial before it after he is held guilty of the charges. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ബേസിക് ആയിട്ടുള്ള ഒരു ഇഷ്യൂ എന്ന് പറയുന്നത് ഈ ജുഡീഷ്യറിയുടെ ഭാഗത്ത് ഈ ഡിസ്ക്രിഷൻ എക്സർസൈസ് ചെയ്യുന്നത് സംബന്ധിച്ച് വ്യക്തമായിട്ടുള്ള ഒരു ഗൈഡ് ലൈൻസ് ഇവിടെ ഇല്ല. ഈ കാര്യം പരിശോധിച്ചിട്ട് നമ്മുടെ മളിമത്ത് കമ്മിറ്റി 2013 തന്നെ ഗവൺമെന്റിന് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. വ്യക്തമായിട്ടുള്ള ഗൈഡ് ലൈൻസ് ഉണ്ടാക്കണം, അതോടൊപ്പം തന്നെ ഒരു ഓൾട്ടർനേറ്റീവ് സെന്റൻസിനെ കുറിച്ചിട്ടുള്ള വ്യവസ്ഥകൾ ഉണ്ടായിരിക്കണം. അതിന്റെ അടിസ്ഥാനത്തിലാണ് 2008 മാധവ് മേനോൻ സാറിന്റെ നേതൃത്വത്തിലുള്ള കമ്മിറ്റി ഒരു ഡ്രാഫ്റ്റും നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് ഡ്രാഫ്റ്റ് പോളിസി ഓൺ ക്രിമിനൽ ജസ്റ്റിസ് അഡ്മിനിസ്ട്രേഷൻ കൊടുത്തിട്ടുണ്ട്. അതിനകത്തും കൃത്യമായിട്ടും പറഞ്ഞിട്ടുണ്ട് റീഅസേർട്ടഡ് ദ നീഡ് ഫോർ സ്റ്റാറ്റ്യൂട്ടറി സെന്റൻസിങ് ഗൈഡ് ലൈൻസ്. അതുകൊണ്ട് അങ്ങനെ ഒരു സ്റ്റാറ്റ്യൂട്ടറി സെന്റൻസിങ് ഗൈഡ് ലൈൻസോ അല്ലെങ്കിൽ ഒരു സ്റ്റാറ്റ്യൂട്ടറി ആക്ടോ മറ്റ് രാജ്യങ്ങളിലെ യുണൈറ്റഡ് സ്റ്റേറ്റിലും യുണൈറ്റഡ് കിങ്ഡംസിലും USA-യിലും ഒക്കെ ഉള്ളതുപോലെ ഒരു സ്റ്റാറ്റ്യൂട്ടറി സെന്റൻസിങ് ആക്ട് ഇല്ലാതെ വരുന്നത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള ഡിസ്ക്രിഷൻ ഒരു എന്താ പറയുന്ന ഓരോരോ വ്യക്തികളുടെ ഇഷ്ടമനുസരിച്ച് യൂട്ടിലൈസ് ചെയ്യുന്നു. അതുകൊണ്ട് മാത്രം ബെനവലന്റ് പ്രൊവിഷൻസ് ഒന്നും ആപ്ലിക്കേഷൻ നടക്കാതെ പോകുന്നു എന്നുള്ളതാണ് അതിലൂടെ വ്യക്തമാക്കുന്നത്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മുടെ ഈ പ്രൊബേഷൻ ഒരു സിസ്റ്റം എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ളതല്ല, വെൽഫെയർ ലെജിസ്ലേഷൻ 360 CRPC ആണെങ്കിലും അതല്ലെങ്കിൽ പ്രൊബേഷൻ ഓഫ് ഒഫൻഡേഴ്സ് ആക്ട് ഒക്കെ ആണെങ്കിലും അതിനകത്ത് വെൽഫെയർ ആസ്പെക്ട് ഉള്ള റിഫോർമേറ്ററി ആയിട്ടുള്ള സിസ്റ്റമാണ്. ഇതിന്റെ എഫക്റ്റീവ് ആയിട്ട് ഇംപ്ലിമെന്റേഷൻ നടക്കണമെങ്കിൽ ഒരു സ്റ്റാറ്റ്യൂട്ടറി ആക്ട്, ഒരു സെന്റൻസിങ് ആക്ട് ഇന്ത്യ രാജ്യത്ത് വേണം. അത്തരത്തിലൊരു ആക്ട് ഉണ്ടാക്കും എന്ന് 2010 കേന്ദ്ര നിയമമന്ത്രി പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് ഇതേവരെ ആയിട്ടില്ല. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. സെക്കൻഡ് ഇഷ്യൂ ഇവിടെ പറഞ്ഞിരിക്കുന്ന മെന്റൽ ബ്ലോക്ക് ഞാൻ വളരെ കാര്യമായിട്ട് പരിഗണിക്കപ്പെടേണ്ട ഒരു കാര്യമാണത്. ഞാനിപ്പോ ഇത് പറഞ്ഞു, നമുക്ക് എന്തുമാത്രം മെന്റൽ ബ്ലോക്ക് ഉണ്ടെങ്കിലും ഒരു കഴിവുള്ള ഒരാളാണെങ്കിൽ അദ്ദേഹത്തെ ശിക്ഷിക്കാൻ നമ്മളെ കൊണ്ട് പറ്റത്തില്ല. വെറും പാവപ്പെട്ടവനും കഴിവില്ലാത്തവനുമായ ആൾക്കാരെ മാത്രമേ നമ്മുടെ ഈ മെന്റൽ ബ്ലോക്ക് കൊണ്ട് ഇത് ചെയ്യാൻ പറ്റൂ. ഈ മെന്റൽ ബ്ലോക്ക് എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ ബേസിക് ആയിട്ടുള്ള ഇഷ്യൂ എന്ന് പറയുന്നത് ഈ പീനോളജിയും വിക്ടിമോളജിയും തമ്മില് കൂട്ടിക്കുഴയ്ക്കുന്നു എന്നുള്ളതാണ് അതിന്റെ പ്രധാനപ്പെട്ട കാര്യം.
അതിലെ ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് കടക്കാൻ കഴിയില്ല. എങ്കിൽ തന്നെയും 1980 ജസ്റ്റിസ് VR കൃഷ്ണയിൽ എഴുതിയ മറൂറാം വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന കേസിന്റെ ലാസ്റ്റ് പാരഗ്രാഫ് 74 ബന്ധപ്പെട്ടവരെ ഒന്ന് പരിശോധിക്കുന്നത് നല്ലതാണ്. അതിനകത്ത് അദ്ദേഹം ഇത് പറഞ്ഞിട്ടുണ്ട്. ഈ വിക്ടിമോളജിയും ക്രിമിനോളജിയും കൂടെ കൂട്ടിക്കുഴച്ചിട്ട് ബാക്ക്ഡോറിലൂടെ ഈ കഠിനമായിട്ടുള്ള പണിഷ്മെന്റ് അവാർഡ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് നമ്മുടെ ഇരിക്കുന്നത്. ഇത് ഒരിക്കലും ശരിയല്ല, അങ്ങനെ അല്ല ചെയ്യേണ്ടത്. ഇത് തമ്മിൽ കൂട്ടിക്കുഴയ്ക്കുകയല്ല വേണ്ടത്. ഇതിന്റെ ക്രിമിനോളജിയുടെ ഒരു ഭാഗമാണ് വിക്ടിമോളജി. ഇപ്പൊ ഒരു പ്രോസിക്യൂട്ടർ സെക്ഷൻ 5 ഒക്കെ ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെടുകയുണ്ടായി. അപ്പം ഈ ഒരാളെ പണിഷ് ചെയ്യുക, അതല്ലെങ്കിൽ അയാളെ കൂടുതൽ പെയിൻഫുൾ ആക്കുക എന്നുള്ളതല്ല വേണ്ടത്. വിക്ടിമിനെ സംബന്ധിച്ച് വിക്ടിം ഒരാളെ ശിക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ വിക്ടിം അതിന്റെ തൃപ്തിയാകും എന്നുള്ള ഒരു മിസ്കോൺസെപ്റ്റ്, അതിന്റെ കൂടുതൽ ഡീറ്റെയിൽ എനിക്ക് തോന്നുന്നു കൃഷ്ണ അയ്യരുടെ മറൂറാം കേസിന്റെ സെക്ഷൻ പാര 74 വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡിസ്കഷന് നമ്മൾ വിധേയമാക്കേണ്ടതാണ്. അതോടൊപ്പം തന്നെ ഈ അതേ ജഡ്ജിമെന്റിൽ തന്നെ സെക്ഷൻ ജഡ്ജിമെന്റിലെ പാര 71 കൃഷ്ണ അയ്യര് പ്രിസൺ ആൻഡ് ഇംപ്രിസൺമെന്റിനെ കുറിച്ച് വളരെ കാര്യമായിട്ട് ഇന്റർപ്രറ്റ് ചെയ്തിട്ടുണ്ട്. പ്രിസൺ ആൻഡ് ഇംപ്രിസൺമെന്റ് എന്താണ്? ഇംപ്രിസൺമെന്റ് എന്ന് പറയുന്നത് 4 വാളിനകത്ത് ബാറിനകത്ത് ഇടുന്നതാണ് ഇംപ്രിസൺമെന്റ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് ആണ് അത് വന്നിരിക്കുന്നത്. അദ്ദേഹം ആ കോൺസെപ്റ്റിനെ ചലഞ്ച് ചെയ്തുകൊണ്ട് കൃത്യമായിട്ടും എഴുതി, റിസ്ട്രിക്ഷൻ സ്റ്റേറ്റിന്റേതോ അല്ലെങ്കിൽ ജുഡീഷ്യറിയുടെയോ റിസ്ട്രിക്ഷൻ ചെയ്യുന്ന, ഫ്രീഡം റിസ്ട്രിക്ട് ചെയ്തു വിടുന്ന ഏത് റിലീസും ലൈസൻസ് പ്രൊബേഷൻ ആഫ്റ്റർ വാട്ട് ഈസ് പ്രൊബേഷൻ ഈസ് എ ലൈസൻസ്ഡ് റിലീസ്. സസ്പെൻഡഡ് പണിഷ്മെന്റ്, ദാറ്റ് ഇസ് നോട്ട് പണിഷ്മെന്റ് ഇല്ല എന്നുള്ളതല്ല, സസ്പെൻഡ് ചെയ്യപ്പെടുന്നത് മാത്രമേ ഉള്ളൂ, കണ്ടീഷണൽ ആയിട്ട് വിടുന്നത് മാത്രമേ ഉള്ളൂ. അതിന്റെ ഏത് സമയത്തും കണ്ടീഷൻ വയലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹത്തിനെതിരെ നടപടി എടുക്കാവുന്നതാണ്. അപ്പോൾ ആ പാരഗ്രാഫിലാണ് അദ്ദേഹം പ്രിസൺ ആൻഡ് ഇംപ്രിസൺമെന്റിനെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അതനുസരിച്ച് ഏത് സ്റ്റേറ്റിന്റെ അതല്ലെങ്കിൽ ഏത് കണ്ടീഷൻ വെച്ചുകൊണ്ടുള്ള റിലീസും ആ കണ്ടീഷൻ തന്നെ പ്രിസൺ ആണ്. ഇപ്പൊ ഒരു പ്രൊബേഷൻ ഓഫീസറുടെ മേൽനോട്ടത്തിൽ ഒരാളെ വിടുക എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം സാധാരണ നമ്മൾ പ്രയോഗിക്കുന്നത് അതൊരു ലെറ്റ് ഓഫ് അതല്ലെങ്കിൽ വെറുതെ വിട്ടു അതല്ലെങ്കിൽ അയാളെ റിലീസ് ചെയ്തു എന്നുള്ളതന്നെ. റിലീസ് അല്ല, അദ്ദേഹത്തിന് കുറെ കണ്ടീഷൻ വെച്ചിട്ടുണ്ടെങ്കിൽ ആ കണ്ടീഷൻ തന്നെ ഒരു ജയിലിന് സമാനമാണ് എന്നുള്ളതാണ് ബഹുമാനപ്പെട്ട ജസ്റ്റിസ് ആ വിധിക്കകത്തത് പറഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മറ്റൊരു ഭാഗമാണ് ഇതുപോലെ തന്നെ എന്താ പറയുന്നത്, ഇവരുടെ ഡിസ്ക്രിഷൻ കൂടുതൽ ഉപയോഗിക്കപ്പെടുന്ന ഒരു ഭാഗമാണ് ജയിലിനകത്ത് വന്നാൽ തന്നെ പരോളിന്റെ കാര്യത്തില്, പ്രിമച്ചർ റിലീസിന്റെ കാര്യത്തില്, അതല്ലെങ്കിൽ റെമിഷന്റെ കാര്യത്തില്, ഇതിനകത്തെല്ലാം സ്റ്റേറ്റ്, അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് സ്റ്റേറ്റിന്റെ ആണ് അവിടെ ഇത് വരുന്നത്, സ്റ്റേറ്റിന്റെ ഡിസ്ക്രിപ്ഷൻ. ഇതിനും ഒരു സ്റ്റാറ്റ്യൂട്ടറി റൂളിൽ അതൊരു അദ്ദേഹം അതിനകത്ത് ആ ജഡ്ജ്മെന്റിൽ എടുത്ത് പറഞ്ഞിരിക്കുന്നത് 1938 പ്രൊബേഷൻ ഓഫ് ഒഫൻഡേഴ്സ് ആക്ട് വരുന്നതിന് മുമ്പ് തന്നെ UP-യിൽ ഒരു ആക്ട് ഉണ്ട്, UP പ്രിസണേഴ്സ് റിലീസ് ഓൺ പ്രൊബേഷൻ ആക്ട് 1938. ദാറ്റ് ഈസ് ലെജിസ്ലേഷൻ സ്റ്റാറ്റ്യൂട്ടറി. കാരണം ആ UP ലെജിസ്ലേഷൻ 433A CRPC-യിൽ വരുത്തിയിരിക്കുന്ന അമെന്റ്മെന്റ് വരുത്തിയാലും ആ UP ലെജിസ്ലേഷൻ നിലനിൽക്കുമെന്നാണ് അദ്ദേഹം ആ ജഡ്ജ്മെന്റിനകത്ത് അത് പറഞ്ഞിരിക്കുന്നത്. അവിടെ എന്ന് പറഞ്ഞാല് പ്രിസണിലുള്ള ആൾക്കാരുടെ റിലീസ് ആണെങ്കിലും ശരി, പരോൾ ആണെങ്കിലും ശരി, പ്രിമച്ചർ റിലീസ് ആണെന്ന് പറഞ്ഞാലും ശരി, അങ്ങനെയുള്ള കാര്യത്തെ സംബന്ധിച്ചും വ്യക്തമായ വ്യവസ്ഥ വെച്ചുകൊണ്ട് UP പ്രിസണേഴ്സ് റിലീസ് ഓൺ പ്രൊബേഷൻ ആക്ട് 1938 ഇപ്പോഴും നിലവിലുണ്ട്. അപ്പൊ നമ്മുടെ രാജ്യത്ത് ഈ പ്രൊബേഷൻ സംവിധാനം ശക്തിപ്പെടുത്തുക അതിന്റെ കാര്യങ്ങളിലെ കുറിച്ചല്ല നമ്മുടെ കോൺസെൻട്രേഷൻ വരേണ്ടത്. നമ്മുടെ കോൺസെൻട്രേഷൻ വരുന്നത് നമ്മുടെ ജുഡീഷ്യറിയുടെ ജഡ്ജ്മെന്റിനെ സംബന്ധിച്ച് ഒരു ജഡ്ജ്മെന്റിന്റെ ഒരു ആക്ട് ഉണ്ട്, സെന്റൻസിങ് പോളിസി വേണം, സെന്റൻസിങ് ആക്ട് വേണം. അതോടൊപ്പം ഒരു കോർട്ട് സെന്റൻസ് ചെയ്ത് കഴിഞ്ഞാൽ എക്സിക്യൂട്ടീവ് അപ്ലൈ ചെയ്യുന്ന പ്രൊബേഷൻ ചെയ്യുന്ന എക്സിക്യൂഷൻ ഓഫ് സെന്റൻസ് സംബന്ധിച്ചും വ്യക്തമായിട്ടുള്ള UP ആക്ട് പോലെ തന്നെ ഒരു ആക്ട് കേരളത്തിന് വേണ്ടി വരും. അതുകൊണ്ട് ഈ പ്രശ്നത്തെ സംബന്ധിച്ച് ശാശ്വത പരിഹാരം ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് ലെജിസ്ലേറ്റീവ് ആയിട്ടുള്ള ചേഞ്ചസ് ആവശ്യമാണ്. അതുണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. അതാണ് എനിക്ക് ഈ ചർച്ചയിലെ ഇതുമായി ബന്ധപ്പെട്ട എക്സ്പെർട്ടുകളുടെ മുമ്പിലേക്ക് ഇത്തരത്തിലുള്ള ഒരു തോട്ട് വേണ്ടിയിട്ട് അവതരിപ്പിക്കാനുള്ളത്. താങ്ക് യു വെരി മച്ച്. സന്തോഷം മണി സാർ.
വളരെ വിശദമായി തന്നെ സാറ് പ്രതിസന്ധി പങ്കുവച്ചു. മോഹൻ ഗോപാൽ സാറാണ് നമുക്ക് ഇനി ഇതിനോട് പ്രതികരിക്കാനുള്ളത്. അതോടൊപ്പം തന്നെ ഒരു സെക്കൻഡ് ഒരു പോയിന്റ് ഞാൻ ആഡ് ചെയ്തോട്ടെ. കാരണം സാറും നിസാർ അഹമ്മദ് സാറും ഒക്കെ കൺസിഡർ ചെയ്യേണ്ട ഒരു ആസ്പെക്ട് തന്നെയാണ് ഒരു ജസ്റ്റ് ഒരു വൺ ഇഷ്യൂ. കാരണം മറ്റുള്ളവർ പറഞ്ഞതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ ഒരു പോയിന്റ് ആണ്. മാത്രമല്ല ഇറ്റ് ഈസ് ആക്ച്വലി an ഇഷ്യൂ ബീയിങ് ഫേസ്ഡ് ബൈ us. ഒരു ചാലഞ്ച് ആണത്. ഒരു ജസ്റ്റ് ഒരു 1 സെക്കൻഡ്. അതായത് ബഹുമാനപ്പെട്ട പ്രൊബേഷൻ ഓഫീസർ അഷ്റഫും മറ്റ് 1-2 പേരും പറഞ്ഞു കോമ്പൻസേഷൻ നമുക്ക് ഇൻവോക്ക് ചെയ്ത് കഴിഞ്ഞാൽ വിക്ടിമിന് ഒരു പരിധി വരെ റിലീഫ് കിട്ടും. അപ്പൊ അതിനകത്തുള്ള ഒരു സംഗതിയാണ്. അതായത് നമ്മൾ കോമ്പൻസേഷൻ ഇൻവോക്ക് ചെയ്യുമ്പോൾ അതിനകത്ത് ലോസ്, ഇഞ്ചുറി, പിന്നെ കോസ്റ്റ് ഓഫ് ദ പ്രൊസീഡിങ്സ് എല്ലാം കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ കോമ്പൻസേഷൻ ഇമ്പോസ് ചെയ്യേണ്ടത്. അതിനോടൊപ്പം തന്നെ നമ്മൾ പ്രൊബേഷൻ ഓഫീസറുടെ റിപ്പോർട്ട് അതും കൂടെ കൺസിഡർ ചെയ്യും. അതായത് പ്രതിയുടെ കപ്പാസിറ്റി ടു പേ ദാറ്റ് എമൗണ്ട്, അതും പ്രതിക്ക് എന്തോളം കപ്പാസിറ്റി ഉണ്ട് അത് പേ ചെയ്യാനെന്നും കൂടെ നോക്കിയിട്ടാണ് നമ്മൾ കോമ്പൻസേഷൻ ഓർഡർ ചെയ്യുന്നത്. പക്ഷെ പല കേസിലും കോമ്പൻസേഷൻ ഓർഡർ ചെയ്യുമ്പോൾ നേരത്തെ പലരും പറഞ്ഞ പോലെ തന്നെ പ്രതി കാശുള്ള ആളാണെങ്കിൽ അപ്പൊ തന്നെ അത് പേ ചെയ്ത് പോകും. കാശില്ലാത്ത ഒരു സാഹചര്യമുള്ള ആളാണെങ്കിൽ പിന്നെ നമുക്ക് ചെയ്യാനുള്ള അടുത്ത മാർഗം ഇറ്റ് ഷുഡ് ബി റിക്കവേർഡ് ആസ് ഇഫ് ഇറ്റ് ഈസ് എ ഫൈൻ റിക്കവർ ചെയ്യുന്ന പോലെ നമ്മൾ അത് റിക്കവർ ചെയ്യാന്നുള്ളതാണ്. അതിന് പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഡിസ്ട്രസ് വാറന്റ് ഇഷ്യൂ ചെയ്ത് പ്രതിക്ക് മൂവബിൾ ഇമ്മൂവബിൾ അസറ്റ്സ് ഉണ്ടെങ്കിൽ അതിൽ നിന്ന് റിക്കവർ ചെയ്യാൻ. പക്ഷെ ഒരു മെജോറിറ്റി ഓഫ് കേസസിലും 90% ഓഫ് ദ കേസസിലും ഇത് റിക്കവർ ചെയ്തു വരുന്നില്ല. 2 പിന്നെ ഇല്ലെങ്കിൽ പിന്നെ ഒരു സെറ്റ് ഓഫ് വ്യൂ എന്ന് പറയുന്ന ഇതാണ്, ഫൈൻ എന്ന രീതിയിൽ അത് റിക്കവർ ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് തന്നെ അതിന് ഡിഫോൾട്ട് സെന്റൻസ് നമുക്ക് ഇമ്പോസ് ചെയ്യാം എന്നുള്ളതാണ്. പേഴ്സണലി എനിക്ക് അങ്ങനെ ഒരു അഭിപ്രായം ഇല്ല. എന്റെ വ്യൂ നേരെ തിരിച്ചാണ്. അതങ്ങനെ ചെയ്യരുത്. കാരണം നമ്മൾ പ്രൊബേഷൻ ഓഫ് ഒഫൻഡേഴ്സ് ആക്ടിൽ വിടുമ്പോൾ തന്നെ അയാളെ പ്രിസണിലേക്ക് വിടാതെ അദ്ദേഹത്തിന് തിരിച്ച് സമൂഹത്തിലേക്ക് കൊണ്ടുവരാൻ നേർവഴിക്ക് നയിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഡിഫോൾട്ട് സെന്റൻസ് ഇമ്പോസ് ചെയ്യുമ്പോൾ ഫൈൻ കോമ്പൻസേഷൻ അടയ്ക്കാൻ അയാളെ കമ്പൽ ചെയ്യുക എന്നുള്ളൊരു പർപ്പസിന് വേണ്ടിയാണ് പ്രിസണിലേക്ക് വിടുന്നത് എങ്കിൽ കൂടി പ്രൊബേഷൻ ഓഫ് ഒഫൻഡേഴ്സ് ആക്ട് അനുസരിച്ച് വിടുന്ന ഒരു ഒഫൻഡറെ ജയിലിലേക്ക് വിടുന്നതിന്റെ അപ്പോൾ റിലീസ് ചെയ്യുന്നതിന്റെ പർപ്പസ് ഇല്ലാതാവുന്നു എന്നൊരു വ്യക്തിപരമായ ഒരു അഭിപ്രായം എനിക്കുണ്ട്. അതുകൊണ്ടായിരിക്കാം പല ഓഫീസേഴ്സും കോമ്പൻസേഷൻ ഇൻവോക്ക് ചെയ്യാത്തത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ദാറ്റ് ഈസ് എ പോയിന്റ്. അപ്പോൾ അതുകൂടെ കൺസിഡർ ചെയ്യണം എന്നാണ് ഞാൻ പറയുന്നത്. താങ്ക് യു. താങ്ക് യു മാഡം. നമുക്ക് മോഹൻ ഗോപാൽ സാറിനെ ശ്രവിക്കേണ്ടതുണ്ട്. ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡോക്ടറൽ ഡിഗ്രിയും അതോടൊപ്പം തന്നെ അതിനു മുമ്പ് PG ഡിഗ്രിയും ഒക്കെ നേടിയ മോഹൻ ഗോപാൽ സാറ് മലയാളിയാണ് എന്നുള്ളതിൽ നമ്മൾ അങ്ങേയറ്റം അഭിമാനിക്കുന്നു. 2011 നാഷണൽ കോർട്ട് മാനേജ്മെന്റ് സിസ്റ്റം കമ്മിറ്റി, സുപ്രീം കോടതിയുടെ നാഷണൽ കോർട്ട് മാനേജ്മെന്റ് സിസ്റ്റം കമ്മിറ്റിയുടെ ഹെഡായി പ്രവർത്തിച്ചിട്ട് ഇത്തരം ഒരുപാട് വിഷയങ്ങൾ സുപ്രീം കോടതിയുടെ മുമ്പിലെത്തിക്കുകയും അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഉൾപ്പെടെ മുമ്പിലെത്തിക്കുകയും നാഷണൽ ജുഡീഷ്യൽ അക്കാദമി എന്നുള്ള നിലയ്ക്ക് ഒരു ജനകീയമായി സോഷ്യലായിട്ട് എങ്ങനെ ആണ് നിയമത്തെ വ്യാഖ്യാനിക്കേണ്ടത് എന്ന് ജുഡീഷ്യറി ഉൾപ്പെടെ പഠിപ്പിക്കുകയും ചെയ്ത മലയാളിയായ മോഹൻ ഗോപാൽ സാറ് ഇതുവരെ സംസാരിച്ചതിനോട് പ്രതികരിച്ചുകൊണ്ട് ഇടപെടും. സാറിനെ അതിനുവേണ്ടി സന്തോഷപൂർവ്വം ക്ഷണിക്കുന്നു. സാർ കേൾക്കാമോ? ഓക്കെ, മൈക്ക് ഓൺ ആണ്. സാർ കേൾക്കാൻ പറ്റുന്നില്ല. സാർ ഹെഡ്സെറ്റ് എടുത്തിട്ട് ജാക്ക് ഊരിയിട്ട് സംസാരിച്ചു നോക്കാമോ? സാർ ശ്രമിക്കുന്നുണ്ട്. ഓഡിബിൾ അല്ല. ഓഡിബിൾ അല്ല സാർ, ഓഡിബിൾ അല്ല, കേൾക്കുന്നില്ല.
സാറ് സാർ എക്സിറ്റ് ആയില്ലേ? സാങ്കേതികമായ എന്തോ തകരാറാണ്. സാർ തിരിച്ച് കയറും എന്ന് കരുതുന്നു. നമ്മുടെ കെൽസ മെമ്പർ സെക്രട്ടറിയും ജഡ്ജുമായ നിസാർ അഹമ്മദ് സാർ ഇപ്പോൾ ചീഫ് ജസ്റ്റിസ് വിളിച്ചിട്ട് അവിടേക്ക് പോയതാണ്, തിരിച്ചെത്താന്ന് പറഞ്ഞിട്ടുണ്ട്. ജഡ്ജിമാരുടെ പ്രതിനിധി എന്നുള്ള നിലയ്ക്ക് കമനീസ് സാർ ഇതിനകത്തുണ്ടെന്ന് കരുതുന്നു. അദ്ദേഹം സംസാരിക്കും എന്ന് നിസാർ അഹമ്മദ് സാർ പറഞ്ഞിട്ടുണ്ട്. തിരിച്ചെത്തിയിട്ടില്ലെങ്കിൽ കമനീസ് സാറിനെ അതിനുവേണ്ടി ക്ഷണിക്കുന്നു. ഒരു സെക്കൻഡ്. ഓക്കെ മോഹൻ ഗോപാൽ സാർ എനിക്ക് തോന്നുന്നു സെക്കൻഡുകളിൽ തിരിച്ചു എത്തും. നോക്കെ ജോയിൻ ചെയ്യുന്നുണ്ടോ നോക്കെ. വെയിറ്റ് ചെയ്തിട്ട് ചെയ്യുന്നതല്ലേ. ഓക്കെ സാർ. സാറ് സംസാരിച്ച് തുടങ്ങിക്കോളൂ. സാർ തിരിച്ചെത്തിയോ? ഓക്കെ. മോഹൻ ഗോപാൽ സാർ കേൾക്കാം സാർ. അപ്പൊ എന്തോ ഞാനൊന്ന് റീ എൻറ്റർ ചെയ്തു, അതുകൊണ്ടാണ്. സന്തോഷം. അപ്പൊ ഞാൻ സംസാരിക്കട്ടെ. ഞാൻ വെയിറ്റ് ചെയ്യാം. സാറ് തുടങ്ങിക്കോളൂ. സാർ ഇല്ല തുടങ്ങിയിട്ടില്ല, വേറെ ആരും തുടങ്ങിയിട്ടില്ല സാർ. സാർ ബഹുമാനപ്പെട്ട ശ്രീ KT നിസാർ അഹമ്മദ്, സെക്രട്ടറി കേരള ലീഗൽ സർവീസസ് അതോറിറ്റി. ബഹുമാനപ്പെട്ട ശ്രീ ബിജു പ്രഭാകർ, സെക്രട്ടറി ഡിപ്പാർട്ട്മെന്റ് ഓഫ് സോഷ്യൽ ജസ്റ്റിസ്. Respected Madam Shiba George, Director. Shri Zubair, Director of Prosecution. Shri Baburaj, Madam Jubia, Honorable Judge and Secretary of the Trivandrum District Legal Services Authority. And മറ്റ് വിശിഷ്ട അതിഥികൾ, പ്രാസംഗികർ, സദസ്സിലുള്ളവർക്ക് എല്ലാവർക്കും എൻ്റെ വിനീതമായിട്ടുള്ള നമസ്കാരം. ഇത് വളരെ നല്ലൊരു പ്രോഗ്രാമാണ്. ഇത് ഓർഗനൈസ് ചെയ്തതിന് ശ്രീ ബിജു പ്രഭാകരനും മാഡം ജോർജിനും ശ്രീ സുബേറിനും എൻ്റെ കൺഗ്രാറ്റുലേഷൻസ്. ആൻഡ് ഓൾസോ ടു കേരള ലീഗൽ സർവീസസ് അതോറിറ്റി, മിസ്റ്റർ നിസാർ അഹമ്മദ് and Madam Jubi and others who have collaborated. It's a very, very good program, and hopefully it will give us a chance to understand some of the key issues and decide how to move forward. Us meaning all the people involved in this exercise and people in general. ഞാൻ ഇതുവരെ കേട്ടതിൻ്റെ എൻ്റെ ഒരു റിയാക്ഷൻ, ഓവറോൾ റിയാക്ഷൻ ഇസ്, ഈ ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റം all over the world is bereft with confusion, a lot of confusion. എന്ന് വെച്ചാൽ അത് വർക്ക് ചെയ്യുന്നില്ല എവിടെയും. നമ്മൾ പ്രിസൺസ് വർദ്ധിപ്പിക്കുന്നു, ഇംപ്രിസൺമെൻറ്റ് വർദ്ധിപ്പിക്കുന്നു, പോലീസിനെ എക്സ്പാൻഡ് ചെയ്യുന്നു. the state is increasing its violence and so is society. There is a cycle of violence that is descending on us all over the world, and we are unable to deal with it. But then, 2019 National Crime Records Bureau prison statistics പറയുന്നത് previous year 2018 India has spent 7,000 crores of rupees on prisons, and India's prison population is relatively compared to proportion of others not very high. But we are already spending 7,000 crores of rupees every year on prisons, and which is like 1.5 lakhs of rupees per person, because we have around 7,000. We have, if you take the number of prisoners, which is about 500,000, 5 lakhs of prisoners, it's about 1.5 lakhs of rupees per prisoner per year. Kerala, we have about 7,500 prisoners. And നേരത്തെ മിസ്റ്റർ മാണി വളരെ കറക്റ്റായിട്ട് പറഞ്ഞതുപോലെ ഈ all over India, our prisoners, all over the world, prisoners are mostly minorities, very poor people who are marginal in society. But it is not as if the educated, the rich, the wealthy are all very wonderful people with wonderful moral character and doing no wrong. Then why is it that they don't end up in prison? Only the poorest people end up in prison. നമ്മുടെ കേരളത്തിൽ 90%, 89.5% of prisoners don't have a bachelor's degree. But they are below that. The vast majority are below 10th standard.
But if you take all the people below graduate degree, 90% are without a graduate degree. We are throwing poor people in jail for a very large number of complex reasons, which happens in other countries also. And we are very confused about what we criminalize, what we penalize, how we punish. India വേറൊരു ആസ്പെക്ട് ഉള്ളത് ഈ വളരെ high degree of concentration of power in the criminal justice system in the hands of district judiciary judges. There is no judge in any system in the world that enjoys, in a democratic world, that enjoys as much power to punish as the single district judiciary judge, from magistrate up to district judge, or a single judge in the high courts. Supreme Court does not sit singly, except on very exceptional occasions. It's generally at least 2 judges in a bench. But single judges in a tremendous power. And so we have to be very clear that all that we are talking, and only the judge has the power to inflict punishment. Executive cannot increase punishment. Executive can give relief to some punishment that the judiciary has imposed. But what we are discussing here is an input into the responsibility and power of the judge, which is an extraordinarily great power to punish people through imprisonment. This is the this is the issue we are dealing with. മറ്റ് പല രാജ്യങ്ങളിലും juries ആണ് ഈ power is held by juries. അല്ലെങ്കിൽ there are other independent mechanisms with which the power of the judges are fragmented and decided. Because I believe it is not correct to concentrate power to imprison in the hands of one human being. You cannot get it correct. You cannot get it right. So there is a fundamental issue here. Second is, with great respect, I'm not persuaded by the approach with Mr. Mani referred to, that the solution is more law, more statute, more mechanization of punishment by having sentencing guidelines. The experience with that is very bad in countries that have tried sentencing guidelines. If any of you are interested, you go to the internet and you type in sentencing calculator, and you will find, in the United States discretion, a computerized program where you can put in the ingredients of the crime and you'll get a sentence. So it has become standardized. China is already using computers for sentencing. So if that is the case, then we should get rid of judges and simply create a computer program to judge. ഇങ്ങനത്തെ ഒരു atmosphere, today I want to say only 2 things. One is the atmosphere of lack of consensus about who to punish, why to punish, how much to punish, and what theory of punishment. We do not have in India a penal policy, an official penal policy. So we have competing theories of imprisonment. The criminologist very nicely referred to that. We have several theories of punishment which are running in parallel with each other. And again, judges have enormous discretion, and it allows them to use their own personal, unconsciously, they resort to their own personal theories of punishment. But here confusion. The first point I want to make is that Justice V.R. Krishna Iyer's approach to the use of Probation of Offenders Act and Justice V.R. Krishna Iyer's approach to punishment must become a guiding light for us. His Supreme Court judgments, not his personal views, must become a guiding light to us, because there's tremendous confusion. Adile Justice Krishna Iyer's message valare simple aanu, valare clear aanu. അദ്ദേഹം പറയുന്നത് എന്താണ്? That what we have to do is, we have to change the mission of sentencing from punishment to humanization. Humanization of who? Humanization of the offender. Very big challenge. So he is saying the responsibility of the judge acting on behalf of the state is to humanize the offender. And sentencing becomes a basis, an instrument, a policy basis, a decision that requires us to humanize the offender. What do we mean by humanizing the offender?
in a judgment which Justice V.R. Krishna Iyer and Justice Chinnappa Reddy, his very close friend and very close comrade in many ways, very much like him, they wrote a judgment together in a case, 1979 case called Bishnu Dev Shaw, BISHNUDEOSHAW. In that judgment, there is a paragraph, a few lines I would like to read to you. But what is meant? So Justice Krishna Iyer's main message is that Probation of Offenders Act and similar legislation must be used to change the mission of sentencing. The mission of sentencing from punishment and imprisonment to humanizing the offender, അതിന്റെ അർത്ഥം എന്താണെന്ന് ഈ പാരഗ്രാഫ് 27 of this Bishnu Dev 1979 judgment by Justice Krishna Iyer and Justice Chinnappa Reddy gives us the answer. This judgment says, criminal justice is not a computer machine. It deals with complex human problems and diverse human beings, not to be dealt with through sentencing guidelines and statutes on how much punishment to give, which is little bit what the IPC does, standardize human beings, because for them we were savages, we were subhumans. For the Maharajas, for our Chaturvarnya elites, we are all just masses of people, who fit into one category or the others to be treated in a standard way. But this judgment says, no, we are complex human beings, we are diverse human beings. And then this judgment says it deals with persons who are otherwise like the rest of us. Very interesting. It says criminals are persons who are otherwise like the rest of us. They work and play. They laugh and mourn. They love and hate. They yearn for affection and approve, like all of us do. They think, they learn, they forget. Like the rest of us, they are creatures of circumstance. Am I sitting here talking to you because there is something inherently, as a criminologist said, by birth or genetics, different or better in me than people who are in jail? No, that's not correct. We are creatures of circumstance, says the Supreme Court of India. Heredity, environment, home, neighborhood, upbringing. So heredity in terms of the culture into which we are born, the people who are surrounding us, not in terms of genetics. The home, the neighborhood, the upbringing, the school, the friends, the associates, even casual acquaintances, the books that one reads, newspapers, radio, television, the economics of the households in which we grow, the opportunities provided by circumstances and the calamities resulting therefrom, the success and failure of one's undertaking, the affairs of the heart, ambitions, frustrations, ideas, ideologies, these and several other ordinary and extraordinary incidents of life contribute to a person's personality and influence his conduct. Differently shaped and differently circumstanced individuals react differently in given situations. A judge has to balance. The Probation of Offenders Act is an instrument to assist the judge in deciding in this context how should that judge deal with the responsibility and the power to punish. So what does a judge do? Judge has to... One minute. Shiba അല്ലെങ്കിൽ അവൻ മുകേഷിനോട് പറഞ്ഞ് നട്സ് എന്തെങ്കിലും അങ്ങനത്തെ എന്തെങ്കിലും പറ്റൊന്നുമില്ല അല്ലേ? Mukesh Shevi, please switch off your. Okay, sir. Continue, sir. Okay. A judge has to balance the personality of the offender with the circumstance, the situations and the reactions and choose the appropriate sentence to be imposed. Idokkeyanu should be in the probation officer's report. This gives you the content of what is meant by humanization. This output kittananu whole probation system exists.
A judge has to balance the personality of the offender with the circumstance, the situations, and the reactions, and choose the appropriate sentence to be imposed. Judge in either directly ella case kittan okkula. Probation officer, the probation officer's report and the work of the probation officer is the only official input through which the judge can take cognizance of these individual factors of the offender. A judge must try to answer a myriad questions, such as, was the offense committed without premeditation or was it after due deliberation? What was the motive for the crime? Was it for gain? Was it the outcome of a village feud? Was it the result of a petty drunken street brawl or a domestic bickering? Was it due to jealousy? Was the murder committed under some stress, emotional or otherwise? What is the background of the offender? What is his social and economic status? What is the level of his education or intelligence? Do his actions betray a particular careless indifference towards the welfare of society? Or do they show great concern for humanity, are in fact inspired by concern? Is the offender so perpetually and constitutionally at war with society that there is no hope of ever reclaiming him from being a menace to society? The judge has to know this, because if the offender is so perpetually and constitutionally at war with society, and there is no hope of ever reclaiming from him from being a menace to society, then the judge cannot have any option but to imprison him. Or is he a person who is patently amenable to reform? One may exclaim with Professor Bridge, quote, what audacity is involved in these three tasks, which is what the judge does, three tasks: to interpret life, to explain an act, which is the crime, to interpret life, to explain an act, number two, and number three, to predict the latest inclination of a human mind, namely of the offender. This is what the judge has to do: interpret life, explain an act, and predict the latest inclination of a human mind so as to decide on what is the right punishment. This input has to come from the probation officer and the probation department. Then the judge will be able to reach a right result. Now, as guidance from Justice Krishna, we have what I would call a Krishna doctrine, which is laid out. I have on two previous occasions discussed in detail, and I'm very happy that amongst the probation department and some of the judges, this judgment has already become very popular. The judgment by Justice Krishna in the Ved Prakash case of 1980, where he sets out a three-point doctrine on the role of probation in sentencing. The first point of the doctrine laid out in Ved Prakash is, sentencing is a sensitive exercise of discretion and not a routine mechanical prescription acting on a hunch. I've already explained that. The second point of this doctrine is that the duty of the court, even if the bar fails, even if the lawyers fail, the prosecutors fail, the police fails, the Supreme Court has said in Ved Prakash, in this Krishna doctrine, that it is the duty of the court, of the trial court, to collect materials necessary to help award a just punishment with a slant, with a rehabilitating slant. So the Supreme Court is saying that in every case, the responsibility of the court is to award a just punishment with a rehabilitating slant, and so that the offender is converted into a non-offender, Number three, the third, for this, we need the social background, the personal factors of the crime doer. All these factors which we just discussed must be given to the judge by the probation officer. The third point of this three-point Krishna doctrine on the role of probation is enactments such as the Probation Act must, I said this earlier, must change the role and goal of sentencing to humanization of the offender. So this is the doctrine. The doctrine is that
that we must understand that sentencing cannot be mechanical. It is a sensitive exercise of discretion. Second is that because it is a sensitive exercise of discretion, the second point of the doctrine is that it is the duty of the trial court to collect materials necessary to help award a just punishment with a rehabilitating slant. And for this, the probation officer, understanding it's a sensitive exercise and the duty of the judge is to award a just punishment with a rehabilitating slant, must provide all the necessary background and data which I sort of referred to earlier when I talked of the judgment of Justice Krishna Iyer and Justice Chinnappa Reddy in Vishnu Dev Shaw. And the third point is that that judges must use these are not minor acts, as he says, these are not unimportant acts, these are very important acts that must be used by the judges to make humanization the main goal of sentencing. So this is what I call the 3-point Krishna Iyer doctrine on sentencing in the context of the Probation of Offenders Act. Then I will say there is a 3-point test that Justice V.R. Krishna Iyer sets out for the judge. And in that, this is set out in another judgment of 1976 called Kisan Trimbak Kothula, KISAN TRIMBAK KOTHULA, Kisan Trimbak Kothula, 1976 judgment of the Supreme Court, authored by Justice V.R. Krishna Iyer, where he says that the Probation of Offenders Act must draw the compassionate attention of the court towards sentencing. Very important point, that the impact of the probation officer on the judge must be to create and draw the compassionate attention of the judge. These are words of the Supreme Court, not my words. Compassionate attention of the court towards sentencing. In other words, the Probation of Offenders Act becomes an instrument of compassion, of making the court compassionate, making the task of punishment compassionate. And that is why we also call it humanization, because humanization is in order to make it compassionate, to feel and understand the pain of society that has led to the creation of this crime and the act of the offender. There's a 3-point test that Justice Krishna Iyer lays down in Kisan Trimbak Kothula, on the basis of which probation should be, a decision on probation should be made by courts. The first point of the test is that rehabilitation must be feasible. Rehabilitation must be feasible. Second point of the test is repetition of the crime must be impossible. Impossible. Now, don't take impossible to a mathematical conclusion, but to apply a reasonable person's test, that there is no reasonable likelihood of recidivism. So, repetition is impossible. Third, social circumstances must promise favorable correctional results. Social circumstances must promise favorable correctional results. If these 3 tests exist, then Justice Krishna Iyer and the Supreme Court in this judgment of 1976 would say that, I would argue that probation, admonition or probation becomes the right of the convict, of the crime doer. If rehabilitation is feasible, if repetition is impossible, if social circumstances promise favorable correctional results, it is no longer the discretion of the judge. Admonition or probation is the right of the convict. And if that right has to be denied, then one of these three tests have to fail. And if one of these 3 tests fail, then clearly imprisonment is called for. Speaking before, I pointed out how in many cases, Justice Krishna Iyer
has refused probation, has taken a harsh view and said, no, imprisonment is required because these 3 tests have not been passed. And he has felt that the convicts are not, there is no, for example, in one case, there was about 600 or so milliliters of milk were sold, buffalo milk was sold as cow's milk. And the magistrate gave a fine instead of a minimum sentence, which was required under the adulteration law. And this was reversed by the High Court, and Justice Krishna upheld the judgment of the High Court and imposed the 6 months, upheld the 6 months imprisonment. And there he felt that there was a feeling that this was a relatively trivial offense. This was not a big deal. And he writes, he spent 7 pages writing about the need to ensure that food is not adulterated by making sure that there are consequences for adulteration of food. And that is a deeply compassionate judgment, because he is talking about the impact of adulteration at a very small scale, at a very local level, amongst not in an elite context or circumstance. And finally, in an act of compassion, he says, look, I will, as a court, impose the sentence, but if some clemency is to be given by the executive, then I won't stand in the way. Let them apply that clemency, because in his heart of hearts, I think he did not really like to invoke violence against anyone, but he did it as a matter of duty. So, but it was clear, if you read that sentence, that he could not say that the social circumstances promise favorable correctional results, because the way in which the convicts argued their case, the way their arguments and their position, I think, convinced him that there is not going to be correction, and repetition is likely. So he rejected that. So what I want to say is that, first point, we have a lot of confusion, lot of lack of clarity and consensus on punishment. We have no penal policy. We have a concentration of power and responsibility in the hands of judges yet on how to punish, without any policy clarity or philosophical clarity on how they should do it. So in that context, I think Justice Krishna Iyer provides extraordinary and exceptional clarity about the role of punishment, the role of sentencing, and the role of the Probation of Offenders Act. He provides tremendous clarity, speaking through the Supreme Court, not simply as B.R. Krishna Iyer, but speaking as the Supreme Court. And he sets out this 3-point doctrine that sentencing must always be done as a sensitive exercise and not as a mechanical prescription acting on a hunch. And that for that purpose, the second point in the doctrine is that trial court should collect materials necessary to help award a just punishment, not an unjust punishment, with a rehabilitating slant, taking into account the social background and the personal factors of the crime doer, as he calls a person, not the criminal. He calls a person the crime doer. And the third is that the third part of the doctrine is that Probation of Offenders Act and such other enactments should be used by judges as an instrument of humanization as a goal of sentencing. Against this background, Justice Krishna provides to judges a 3-point test on deciding on probation. The rehabilitation must be that if these 3 points are satisfied, then Probation of Offenders Act must be applied. One is that rehabilitation is feasible, 2, repetition is impossible, and social circumstances promise favorable correctional results. In this particular case, this is the adulteration case, Kisan Tremble that Kisan Trimbak Kotula that I referred to. In this case, he says clearly that these 3 are not satisfied, and therefore he denies probation based on this test in this particular case. The last point I want to point out is that the question that Justice Krishna Iyer puts before us in his work on crime and punishment and probation is not only humanization and compassion, but he also
asks us, he demands from us that we should separate, after conviction, we should separate the voice of the victim and the punishment of the offender. And this is one of the greatest challenges that modernity has put before us, that imprisonment is not a method of satisfying the victim. And a very powerful example of that is this is a value that we inherit from our freedom movement. A very powerful scene in the actual true incident, which was also included in the Mahatma Gandhi movie, was when a man comes to Mahatma Gandhi with a knife and he says, "I want to kill a Muslim child." And Gandhi says, "Why?" And he says, "Because the Muslims have killed my baby son." So Gandhi tells him, "This will never give you peace. If you want to find peace," he said, "find a child of the age of your son who you have lost, who is a Muslim child, whose parents have been killed, also murdered in the riots by Hindus, presumably. Adopt that child as your own child and raise him as a Muslim. And then," Gandhi said, "you will find peace." This was our response in the freedom movement on how we respond to crime. We've forgotten that. We are going down a path that is going to lead us more and more into a cycle of black hole of violence, from which we cannot, we will find it very hard to recover. But the voice of Justice Krishna, Iyer, his emphasis on humanization, his emphasis on compassion, and his strong encouragement of using the Probation of Offenders Act and similar acts in order to humanize the manner in which we deal with crime and criminality, I think should inspire us. Now, I am saying this because this is a huge responsibility. All this input, the material for input to the judge, the role of the probation department is simply to provide inputs to judges for this purpose. And this is a very big challenge. They require right qualifications, right commitment, right training, right support, right administrative structure, and differing with some of the reports that have been have come before the government in the past. I don't think that the Probation of Offenders Act belongs with the prison department or the home department, because the prison department's responsibility is simply to ensure that those who are in prison are treated in a humane, humanizing, rehabilitative manner. But whether someone should go to prison or not is a separate question, in which they can take a view that someone in prison deserves probation, and they can certainly recommend probation. But at the time of sentencing, when a judge is deciding what is the just punishment with a rehabilitative slant, the prison department should not have a view on that. There is a conflict of interest there. It has its own view. And in the United States, where prisons have been privatized, prisons are getting money based on the number of prisoners. So private prisons are lobbying to create longer sentences so that they can have more and more prisoners to fill their jails. So we have to keep prison authorities outside the phase where a judge decides what is the just punishment with a rehabilitative slant. The home department also should not be there. I personally congratulate the Kerala government, I think, for keeping the probation department in the social justice department, because probation is an issue of social justice. It is an issue of humanizing the state. And I think we must keep it in the social justice department, and we must strengthen it, and we must find ways to answer all the questions that we've got a very good agenda to work with. And what I would like to say is that we must probably, I would recommend to Mr. Biju Prabhakar to commission an expert institution, a suitable expert national institution, to carry out a comprehensive study
of the functioning of the probation function in Kerala. I think there is a good story, the number of good things have happened, and then find out what are the main challenges and what is the way forward, submit that report to you, and then maybe you can form a committee to evaluate that report and make some recommendations to you. But I think a very comprehensive study on the probation department and how it can most effectively assist the very big challenge of as Justice Krishna says, finding the just sentence with a rehabilitative slant can be fulfilled. Let me stop here. Thank you very much, Zubair. Thank you, Mohan Gopal sir. It was a thought-provoking and a dynamic speech for you. Sir, Kavani sir, നമ്മുടെ നിസാർ അഹമ്മദ് സാറ് ചീഫ് ജസ്റ്റിസ് ഓഫ് കേരള വിളിച്ചത് കൊണ്ടൊന്ന് മാറിയിട്ടുണ്ട്. അതിന് ജഡ്ജ് കമനി സാർ സംസാരിക്കും. സാർ ഒന്ന് പ്രതികരിച്ച ഗുണകരം. ഇത്രയും ബഹുമാനപ്പെട്ട മോഹൻ ഗോപാൽ സാർ, മറ്റ് ബഹുമാനപ്പെട്ട ഡിഗ്നിറ്ററീസ്, പാർട്ടിസിപ്പൻസ്, ഞാൻ വളരെ ബ്രീഫായിട്ട് ഞാൻ പെട്ടെന്ന് പറഞ്ഞു തീർക്കാമെന്ന് വിചാരിക്കുകയാണ്. ഒരു മെന്റൽ ബ്ലോക്കിനെ പറ്റി എല്ലാവരും സംസാരിച്ചിട്ടുണ്ട്. ഈ മെന്റൽ ബ്ലോക്ക് എന്ന് പറഞ്ഞ സംഗതി ആക്സെപ്റ്റ് ചെയ്യാതെ അല്ല ഇവിടെ ഈ ജഡ്ജസിന്റെ കൂട്ടത്തിൽ നിന്ന് മാഡം ജൂബി ആയാലും ഞാനായാലും സംസാരിക്കുന്നത്. മെന്റൽ ബ്ലോക്ക് എന്ന് പറഞ്ഞ സംഗതി ഉണ്ട്, അത് നിലവിലുള്ള ഒരു കാര്യം തന്നെയാണ്. അത് അല്ല എന്നുള്ള അർത്ഥത്തിലല്ല നമ്മൾ പറയുന്നത്. അത് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു മെന്റൽ ബ്ലോക്ക് ഉണ്ട്? ഉദാഹരണത്തിന് 2/8/2018 ഒരു OM ഉണ്ടായിട്ടുണ്ട്. കേരള ഹൈക്കോടതിന്റെ ഒരു ഒഫീഷ്യൽ മെമ്മോറാണ്ടം ഉണ്ടായിട്ടുണ്ട്. അതില് ഈ പെർസെൻറ്റേജ് ഓഫ് ഇൻവോക്കിംഗ് ഓഫ് ബെനവലന്റ് പ്രൊവിഷൻസ് ഓഫ് പ്രൊബേഷൻ ഓഫ് ഒഫൻഡേഴ്സ് ആക്ടിനെ പറ്റി പറഞ്ഞിരിക്കുന്നത് ദാറ്റ് ഈസ് വെരി മീഗർ എന്നാണ്. മീഗർ എന്ന വാക്ക് കേരള ഹൈക്കോടതി തന്നെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ദാറ്റ് സ്പീക്സ് വോളിയൂംസ് അബൌട്ട് ദി സ്റ്റാറ്റിസ്റ്റിക്സ്, ഐ സപ്പോസ്, അറ്റ്ലീസ്റ്റ് വളരെ കുറവ് തന്നെയാണത്. ആ കുറവിന്റെ കാരണങ്ങളിലോട്ട് നമ്മൾ കടന്നു പോവുകയായിരുന്നു. അതിൽ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാരണം അത് പൊതുവിൽ അഡ്രസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഒരു വളരെ കുറഞ്ഞ പെർസെൻറ്റേജ് കേസുകൾ മാത്രമാണ് കണ്ടസ്റ്റ് ചെയ്യപ്പെടുന്നത് കോടതികളിൽ. അതിൽ കൂടുതലായിട്ട് കണ്ടസ്റ്റ് ചെയ്യപ്പെടുന്നില്ല. പ്രാക്ടിക്കലി അതങ്ങനെയാണ്. കാരണം അൺകണ്ടസ്റ്റഡ് കേസുകളിലെ കൺവിക്ഷൻ ആക്വിറ്റൽ പെർസെൻറ്റേജ് ആണ് ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കിൽ വരുന്നത്. അതല്ലാതെ ടോട്ടൽ ഫയലിങ്ങിനെ സംബന്ധിച്ചിടത്തോളം ഒരു സക്സസ്ഫുൾ കൾമിനേഷൻ ഓഫ് ക്രിമിനൽ പ്രൊസീഡിംഗ് ഉണ്ടാകുന്നത് വളരെ മീഗറായ ഒരു പെർസെൻ്റാണ്, വളരെ ചെറിയൊരു പെർസെൻ്റാണ്. അതിന് കൃത്യമായ സ്റ്റാറ്റിസ്റ്റിക്സ് നമ്മുടെ കയ്യിലില്ലാത്തതുകൊണ്ട് പറയുന്നില്ല. പക്ഷെ അനുഭവത്തിൽ നിന്ന് അത് വളരെ മീഗറായ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ്. അതിനകത്ത് നിന്നുകൊണ്ട് വേണം ഈ നമ്മുടെ പ്രൊബേഷൻ ഓഫ് ഒഫൻഡേഴ്സ് ആക്ടിന്റെ പ്രൊവിഷൻസ് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ള ഒരു ബ്ലോക്ക് ജഡ്ജസ് നേരിടുന്നുണ്ടെന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട പോയിന്റ് നേരത്തെ പറഞ്ഞു വെച്ചത്. തീർച്ചയായും അതിൽ ഒരു റിട്രിബ്യൂട്ടീവ് ഇൻഡിഗ്നേഷൻ ജഡ്ജസ് മനസ്സിൽ സൂക്ഷിക്കുന്നുണ്ട് എങ്കിൽ തീർച്ചയായും അത് മാറേണ്ടത് തന്നെയാണെന്നുള്ള ഒരു കൃത്യമായ സന്ദേശം കേരള ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. അതിനെ സംബന്ധിച്ച് ഓഗസ്റ്റ് 2018 തൊട്ട് ഇങ്ങോട്ട് പ്രത്യേകിച്ച് അതിന് റിവ്യൂ ഉണ്ടാകണമെന്നും ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ്സും ഡിസ്ട്രിക്ട് ജഡ്ജസും അത് എത്ര കേസുകളിൽ അത് ഇൻവോക്ക് ചെയ്യുന്നു എന്നുള്ളതിനെ സംബന്ധിച്ച് കൃത്യമായി റിവ്യൂ ചെയ്യണമെന്നുള്ള നിർദ്ദേശം നിലവിലുണ്ട്. ആ നിർദ്ദേശം പൊതുവിൽ പാലിക്കപ്പെടുന്നുണ്ട്. സോ ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കും ഈ അടുത്ത കാലത്ത് നേർവഴി പ്രോജക്റ്റിന്റെ ഒരു ഇതും കൂടെ അംഗീകരിച്ചുകൊണ്ട് തന്നെ പറയുകയാണ്. ഒരുപക്ഷെ അതും കൂടെ കൊണ്ടാണ് ഈ പെർസെൻറ്റേജ് അല്പം കൂടിയിട്ടുള്ളത് എന്നുള്ളതും കൂടെ നമ്മൾ മനസ്സിലാക്കുക. രണ്ടാമത്, ഞാൻ ഇതിനകത്ത് അധികം ആരും പറഞ്ഞു പോകാവുന്ന ഒരു ഫീൽഡിലൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ജില്ലാ കോടതികളിലാണ് മിക്കവാറും ഈ മാജിസ്ട്രേറ്റ് കോടതികളുടെ കൺവിക്ഷൻ എന്നുള്ള അപ്പീലുകൾ കേൾക്കുന്നത്. സ്വാഭാവികമായും ജില്ലാ കോടതികളെ അപ്പീൽ കേൾക്കുന്ന സമയത്ത്, സെഷൻസ് കോടതികളെ അപ്പീൽ കേൾക്കുന്ന സമയത്ത് അവർക്കും ഇതേ ജൂറിസ്ഡിക്ഷൻ അവർക്കും ഉണ്ട്. അപ്പോൾ അപ്പലേറ്റ് കോടതികളുടെ ഭാഗത്ത് നിന്നും ഇതിനെ സംബന്ധിച്ച് എത്രത്തോളം കൂടുതൽ കേസുകൾ പ്രൊബേഷനിൽ വിടാൻ പറ്റും എന്നുള്ള കാര്യത്തിൽ കൂടുതൽ ഒരു തുറന്ന സമീപനം ഉണ്ടാകേണ്ടതുണ്ട് എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് അതും കൂടെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് കേരള ഹൈക്കോടതി ഇപ്പോൾ അതിനെ സംബന്ധിച്ചും കൂടി പുതിയ പരിശീലന പരിപാടികളിലും മറ്റും ഈ വിഷയം കൂടുതലായി സ്ട്രെസ് ചെയ്യുന്നുണ്ട്. അത് ഞങ്ങൾക്കത് അനുഭവവേദ്യമായ കാര്യങ്ങളായതുകൊണ്ട് പറയുകയാണ്. രണ്ടാമത് പിന്നീട് ഒരു പോയിന്റ് എനിക്ക് പെട്ടെന്ന് തോന്നിയത്, ഒരു സെന്റൻസിങ് സ്റ്റാറ്റ്യൂട്ടിന്റെ ആവശ്യകതയെ പറ്റി മണി സാറ് പറയുകയുണ്ടായി.
ഒരു സെന്റൻസിങ് സ്റ്റാറ്റ്യൂട്ട് എന്ന് പറഞ്ഞത് അത് എനിക്ക് കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരുന്നില്ല. അത് മോഹൻ ഗോപാൽ സാർ അത് വളരെ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞു. ഒരു സെന്റൻസിങ് സ്റ്റാറ്റ്യൂട്ട് ഉണ്ടാകുന്ന സ്ഥലത്ത് കൃത്യമായ സെന്റൻസിങ് പാക്കേജസ് പറഞ്ഞുകൊണ്ടുള്ള ഇന്ന സംഗതിക്ക് ഇന്ന സംഗതി, അങ്ങനെ ഒരു മാത്തമാറ്റിക്കൽ പ്രിസിഷനോട് കൂടിയുള്ള ഒരു സെന്റൻസിങ്ങിന്റെ അപകടം എന്താണ് എന്നുള്ളതും അതിനെ സംബന്ധിച്ചുള്ള ഒരു ഇന്റർനാഷണലി പെർസീവ്ഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് എന്താണ് എന്നുള്ളതും മോഹൻ ഗോപാൽ സാർ വളരെ വ്യക്തമായി പറഞ്ഞതിനാൽ അതിനെപ്പറ്റി കൂടുതലായി പറയാൻ ഉദ്ദേശിക്കുന്നില്ല. നിലവിൽ പീനൽ പോളിസിയെ സംബന്ധിച്ചിടത്തോളം നമ്മളെ ഫോളോ ചെയ്ത് വരുന്ന ഒരു പ്രിൻസിപ്പിൾ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുപ്രീം കോടതിയുടെയും കേരള ഹൈക്കോടതികളുടെയും നിർദ്ദേശങ്ങൾ നിലവിൽ അതിനെ സംബന്ധിച്ച് നിലവിൽ കുറച്ച് കൂടുതലുണ്ട്. പക്ഷെ ഇതിനകത്ത് എനിക്ക് തോന്നുന്ന ഒരു കാര്യം, ഈ സെന്റൻസിങ്ങിലോട്ട് ഒരു കോടതി ഒരു മാജിസ്ട്രേറ്റ് കോടതി പോലെ വളരെ നമുക്ക് ഒരിക്കലും മനസ്സിൽ ചിന്തിക്കാൻ പോലും കഴിയാത്തത്ര എണ്ണമുള്ള വർക്ക് പ്രഷറിലാണ് കേരളത്തിലെ മാജിസ്ട്രേറ്റ് കോടതികളിൽ 95% വർക്ക് ചെയ്യുന്നത്. വളരെ ചുരുക്കം മാജിസ്ട്രേറ്റ് കോടതികൾ മാത്രമേ ഒരല്പം റിലാക്സ്ഡ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന അന്തരീക്ഷത്തിലുള്ളൂ. മറ്റു കോടതികളുടെയും അവസ്ഥയൊക്കെ ഏതാണ്ട് അതുപോലെയാണ്. പക്ഷേ എങ്കിലും മാജിസ്ട്രേറ്റ് കോടതികളിൽ കുറെ കൂടെ അത് മാഡം ജൂബി അത് ആദ്യം പറഞ്ഞപ്പോൾ വ്യക്തമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ വർക്ക് ചെയ്യുന്ന ഒരു സമയത്ത് ഈ സെന്റൻസ് പോളിസിയിലേക്ക് റിഫ്ലക്റ്റ് ചെയ്യാനായി ജഡ്ജിന് കിട്ടുന്ന സമയം തുലവും പരിമിതമാണ് എന്നുള്ളൊരു വിഷയം കൂടെയുണ്ട്. പരിമിതമായ ഒരു സമയം മാത്രമേ അതിനകത്ത് അവസാനത്തെ കൾമിനേഷന്റെ ഭാഗത്ത് അത്ര മാത്രമേ കിട്ടുന്നുള്ളൂ. ആ കിട്ടുന്ന സമയത്ത് കൃത്യമായി ഇപ്പോൾ കേരള ഹൈക്കോടതി ജഡ്ജസിനെ ഓർമ്മിപ്പിച്ചിരിക്കുന്നത്, പ്രത്യേകിച്ച് പുതിയ ഒഫീഷ്യൽ മെമ്മോറണ്ടങ്ങളിലൂടെ ഓർമ്മിപ്പിച്ചിരിക്കുന്നത് കഴിയുന്നത്ര ആദ്യമേ തന്നെ ഈ റിപ്പോർട്ട് വരുത്തി വെക്കണം എന്നുള്ളതാണ്. അത് കൂടുതൽ ഓഫീസേഴ്സ് എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഫോളോ ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള കേസുകളിൽ അത് ചെയ്യുന്നുണ്ട്. പിന്നീട് വേദപ്രകാശ് ജഡ്ജ്മെന്റും കിസാൻ ജഡ്ജ്മെന്റും സാർ പറഞ്ഞു കഴിഞ്ഞു. അതിനെപ്പറ്റി ഞാൻ കൂടുതലായിട്ട് പറയാനുണ്ടല്ലോ. അതിൽ ആ 3 പോയിന്റ്സിനകത്ത് കവർ ചെയ്യുന്ന കേസുകൾ എത്ര എണ്ണം മജിസ്ട്രേറ്റ് കോടതികൾ കൃത്യമായി അപ്ലൈ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് അപ്പീൽ കോടതികളും കൃത്യമായി തീരുമാനിക്കണം എന്നുള്ള ഒരു സജഷൻ കൂടി ഞങ്ങൾക്ക് ഈ ഭാഗത്തുനിന്ന് പറയാനുണ്ട്. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ജുഡീഷ്യൽ സൈഡിൽ തീരുമാനിക്കപ്പെടേണ്ട കാര്യങ്ങളാണ്. എങ്കിലും ഒരു ഇന്റർ ഡിസിപ്ലിനറി ഡിസ്കോഴ്സ് എന്ന നിലയ്ക്ക് ഈ വിഷയം കൂടി അവതരിപ്പിക്കുക, ഈ വിഷയം കൂടി ഇവിടെ ചർച്ച ചെയ്യുന്നതിൽ സാങ്കത്യ കുറവൊന്നുമില്ല എന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിനെ സംബന്ധിച്ച് പറയാനുള്ളത്. സമയം പരിമിതമായതുകൊണ്ട് മാത്രം കൂടുതൽ കാര്യങ്ങളിലോട്ട് തൽക്കാലം ഞാൻ കടക്കുന്നില്ല. ഈ റിട്രിബ്യൂട്ടീവ് ഇൻഡിഗ്നേഷൻ ഞാൻ ഒന്നുകൂടി പറയാൻ ആഗ്രഹിക്കുന്നു. ഈ റിട്രിബ്യൂട്ടീവ് ഇൻഡിഗ്നേഷൻ എന്നുള്ളത് ജഡ്ജസിന്റെ ഭാഗത്ത് അങ്ങനെ ഒരു റിട്രിബ്യൂട്ടീവ് ഇൻഡിഗ്നേഷൻ അയാളുടെ ഈ മൂറിങ്സ് ആണ് അയാളെ കൊണ്ട് ഇത്തരം ചിന്താഗതികളിലോട്ട് എന്താ പറയുന്ന ഈ പലപ്പോഴും അബദ്ധജടിലമായ ചിന്താഗതിയാണ് അങ്ങനെ വരുന്നതെങ്കിൽ കൂടി അതിലോട്ട് നയിക്കുന്നത് അയാളുടെ മൂറിങ്സും കൂടെ കുറെ നല്ലൊരു പരിധി വരെ അയാളുടെ മൂറിങ്സ് കൂടിയാണ്. അപ്പോൾ ഈ എക്സോസ്റ്റീവ് ആയിട്ടുള്ള ഒരു സെന്റൻസിങ് ജൂറിസ്ഡിക്ഷൻ കോടതികളിൽ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇത്തരം സംഗതികൾ അധികം ഉണ്ടാകാതിരിക്കാനായിട്ട് വ്യക്തമായ റിവ്യൂയിങ് ആണ് അതിന് ഒരു മറുപടിയായിട്ട് നമുക്ക് പറയാനുള്ളത്. വ്യക്തമായ റിവ്യൂയിങ് ഉണ്ടാവണം. ആ റിവ്യൂയിങ് എൻ്റെ അഭിപ്രായത്തിൽ ഫസ്റ്റ് അപ്പലേറ്റ് സ്റ്റേജിൽ കൂടുതലായി നടക്കണം. ജുഡീഷ്യൽ റിവ്യൂയിങ് ആണ് അതിൽ കൂടുതലായി ഫലിക്കുന്നത് എന്ന് അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ ജുഡീഷ്യൽ റിവ്യൂയിങ് ഫസ്റ്റ് അപ്പലേറ്റ് സ്റ്റേജിൽ, സെക്കൻഡ് അപ്പലേറ്റ് സ്റ്റേജുകളിലോട്ട് ക്രിമിനൽ കോടതി ഈ ചെറിയ കേസുകളിൽ 3 വർഷത്തിൽ താഴെ ശിക്ഷിക്കുന്ന കേസുകളിൽ സെക്കൻഡ് അപ്പീൽ സ്റ്റേജിലോട്ട് പോകുന്ന കേസുകൾ തുലവും വളരെ കുറവാണ്. എണ്ണം എടുത്തു കഴിഞ്ഞാൽ വളരെ 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 എന്താ പറയുക, ക്ലിയർ ആയിട്ട് മീഗറായ ഒരു % മാത്രമേ അങ്ങോട്ട് പോകുന്നുള്ളൂ. ഹൈക്കോടതിയിലോട്ട് പോയാൽ മതിയാകും എന്നുള്ള കേസുകളിൽ പോലും അങ്ങനെ പോകുന്നുള്ളൂ. അപ്പോൾ ഫസ്റ്റ് അപ്പലേറ്റ് സൈഡിലും കൂടി ഇത് കൂടുതലായി ശ്രദ്ധിക്കപ്പെടണം എന്നൊരു അഭിപ്രായം ഇപ്പോഴും നിലവിലുണ്ട്. അത് കേരള ഹൈക്കോടതി തന്നെ നമ്മളെ ഓർമ്മിപ്പിച്ചിട്ടുമുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഞങ്ങൾ ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ എനിക്ക് പറയാനുള്ളത്. ഒരു കൺക്ലൂഡിങ് റിമാർക്സ് പറയാൻ യഥാർത്ഥത്തിൽ എനിക്ക് വലിയ പണിയൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം ഏതാണ്ട് മിക്കവാറും എല്ലാ കാര്യങ്ങളും മോഹൻ ഗോപാൽ സാർ അദ്ദേഹത്തിന്റെ വ്യക്തവും ശക്തവുമായ ഭാഷയിൽ അദ്ദേഹം വളരെ കണിശമായി പറഞ്ഞു വെച്ചിട്ടുള്ളതിനാൽ കൂടുതലായി എനിക്ക് ഇതിനകത്തൊന്നും പറയാനില്ല. ഇത്രയും മാത്രമേ കൂടുതലായി ചേർക്കാനുള്ളൂ. ഇങ്ങനെ ഒരു കൺക്ലൂഡിങ് ഒരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുന്നു. ഇത്തരം ഒരു എന്താ പറയുന്ന ഒരു ബ്രെയിൻ സ്റ്റോമിംഗ് ആയിട്ടുള്ള ഒരു സെഷൻ ഉണ്ടാവുന്നത് ഇരുഭാഗത്തിനും ഗുണം ചെയ്യുമെന്നുള്ളൊരു അഭിപ്രായവും ഞങ്ങൾക്കുണ്ട്. ഇത്തരം ഒരു പരിപാടി സംഘടിപ്പിച്ച ഇതിന്റെ എല്ലാ സംഘാടകരോട് അതിനുള്ള നന്ദി കൂടി പ്രത്യേകം അറിയിക്കുന്നു. നന്ദി, നമസ്കാരം.
ബഹുമാനപ്പെട്ട ബിജു പ്രഭാകർ സാർ ഇതിനോടൊന്ന് പ്രതികരിച്ച മോഹൻ ഗോപാൽ സാർ പറഞ്ഞതിനോടാണ് എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത്. നമുക്ക് ഇത് കുറച്ചധികം മൂവ്മെന്റ് മുന്നോട്ട് പോയിട്ടുണ്ട്. ഇൻഫാക്ട് ഞങ്ങളൊരു നേഷൻ സ്റ്റേജിൽ നിന്നാണ് വി ആർ ആക്ച്വലി കമ്മിങ് ഔട്ട് വിത്ത് ഓൾ ദീസ് കൈൻഡ് ഓഫ് സ്കീംസ് ആൻഡ് പ്രോഗ്രാംസ് വിച്ച് വാസ് എ ഫോർഗോട്ടൺ ഏരിയ ഫോർ എ ഫ്യൂ ഇയേഴ്സ് ബാക്ക്. അപ്പൊ ഇത് നമുക്ക് ഡോക്യുമെന്റ് ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട്. ഇൻഫാക്ട് വി ഹാഡ് ഇൻവൈറ്റഡ് എക്സ്പെർട്സ് ഫ്രം ദ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസസ്, ടിസിൽ നിന്ന് എക്സ്പെർട്സ് വന്നിട്ടുണ്ട്. സാറിന്റെ പരിചയത്തിലുള്ള നാഷണൽ ലോ അക്കാഡമിയോ അതല്ലെങ്കിൽ കേരള ജുഡീഷ്യൽ അക്കാഡമിയോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് കുറച്ചുകൂടെ എങ്ങനെ ഹൗ ഫർദർ ദിസ് ക്യാൻ ബി ബ്രോഡ് ഫോർവേഡ് എന്നുള്ള കാര്യത്തിൽ നമുക്കൊരു ഡോക്യുമെന്റേഷനും ആവശ്യമുണ്ട്, ഒരു പഠനവും ആവശ്യമുണ്ട്. ദാറ്റ് ഈസ് നമ്പർ 1. രണ്ടെന്ന് പറയുന്നത്, ഇപ്പം ഇവിടുന്ന് സംസാരിച്ചത് മനസ്സിലാക്കിയിട്ടുള്ളത് നേരത്തെ പറഞ്ഞതുപോലെ ഐ തിങ്ക് ഇറ്റ് വാസ് പ്രോസിക്യൂട്ടർ, വക്കീലന്മാരുടെ ഇടയിൽ പോലും അവയർനെസ് കൂടുതലായിട്ട് നമുക്ക് ഉണ്ടാക്കേണ്ടിയിരിക്കും. കുറച്ചുകൂടെ നമുക്കൊരു മാസീവായിട്ടുള്ള ഒരു ക്യാമ്പയിൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്യണം. നമ്മൾ നടത്തിയിട്ടുള്ള ക്യാമ്പയിൻസിന്റെ ഒക്കെ ഫലമാണ് ഈ കാണുന്നത്. പ്രത്യേകിച്ച് ജഡ്ജിമാർ എല്ലാവരും തന്നെ, മജിസ്ട്രേറ്റുമാരൊക്കെ തന്നെ അത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. ഇതിനോടൊപ്പം തന്നെ നമ്മൾ കൂട്ടിച്ചേർക്കേണ്ട ഒരു കാര്യമാണ് പ്ലീ ബാർഗൈനിങ് എന്നുള്ളത്. അപ്പൊ ആ കാര്യത്തിലും കൂടെ ചേർന്നിട്ട് നമുക്ക് മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. എന്തായാലും ഇതിനകത്ത് ഇന്നത്തെ ഈ ഒരു സെമിനാറിന്റെ ഞാനിതെല്ലാം കേട്ടോണ്ടിരിക്കുകയായിരുന്നു. ഇതിനകത്തൊരു റിന്യൂഡ് ആയിട്ടുള്ള നമുക്കൊരു സ്ട്രെങ്തനിങ് ഒരു എന്താണ് ഞങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു ഊർജമാണ് ഇന്നത്തെ ഈ സെമിനാറും ഈ 2 ആഴ്ചത്തെ പരിപാടികളും നൽകിയിട്ടുള്ളത്. അപ്പൊ അത് ഞങ്ങൾ എല്ലാവരെയും സാക്ഷി നിർത്തിക്കൊണ്ട് പറയുകയാണ്, തീർച്ചയായിട്ടും അതുമായിട്ട് മുന്നോട്ട് പോകും, കൂടുതൽ ശക്തിയായിട്ട് പോകും. ഇത് നമ്മുടെ കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. നമ്മുടെ മുൻ അഡീഷണൽ ഡയറക്ടറായിട്ടുള്ള ശ്രീ കെ മണി പറഞ്ഞതുപോലെ ഇതിനകത്ത് ഇപ്പോഴും നിയമനിഷേധം ഉണ്ട് എന്നുള്ളത് നമ്മളൊരു ക്രിയേറ്റീവ് കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസമായിട്ട് എടുത്തേ പറ്റും. പാവപ്പെട്ട ആൾക്കാർക്ക് ഇപ്പോഴും അത് അഫോർഡ്, നമ്മുടെ KeLSAക്ക് എന്തുമാത്രം സഹായമാണ് ചെയ്യുന്നത് എങ്കിൽ പോലും അത് ഉദ്ദേശിച്ച രീതിയിൽ നമുക്ക് ഉദ്ദേശിക്കുന്ന രീതിയിൽ നമുക്ക് എഫക്റ്റീവ് ആക്കി കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇനി മുന്നോട്ട് പോകാൻ ഉണ്ട്. അപ്പൊ ആ കാര്യത്തിൽ നമുക്ക് കുറച്ചുകൂടെ സ്ട്രെങ്തൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. KeLSAയുടെ കരങ്ങളാണ് നമുക്ക് കൂടുതലായിട്ട് സ്ട്രെങ്തൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. പ്രൊബേഷൻ സിസ്റ്റവും KeLSAയും പ്രത്യേകിച്ച് ഒന്നിച്ച് വർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ ആ രീതിയിലുള്ള ഒരു ഇമ്പോർട്ടൻസ് എന്തായാലും ഗവൺമെന്റ് തലത്തിൽ ഇത് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത് ഇത്രയും തീർച്ചയായിട്ടും മുന്നോട്ട് പോയത്. അപ്പൊ എനിക്ക് ഇതിൽ പങ്കെടുത്തിട്ടുള്ള എല്ലാവരുടെ പറയാനുള്ളത്, നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് മുന്നേറാം. ആ രീതിയിൽ ഈ സംവിധാനം റെസ്റ്റോറേഷൻ ബാക്ക് ടു ദ സൊസൈറ്റി, അവർ റീഹാബിലിറ്റേഷൻ, നമുക്കിപ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രൊബേഷൻ ഹോം എന്നുള്ള നിലയിൽ ഇതിനകത്തൊരു നിയമത്തിന്റെ ലാക്കുണ കഴിഞ്ഞ ദിവസവും നിസാർ അഹമ്മദ് സാറും ഒക്കെ പറഞ്ഞിരുന്നു. പേഴ്സൺ ഷുഡ് ഹാവ് എ പ്ലേസ് ഓഫ് അബോർഡ്, എങ്കിൽ മാത്രമേ അവരെ വിടാൻ പറ്റത്തുള്ളൂ എന്നതാണ്. അത് ഡിപ്പാർട്ട്മെന്റിനെ വിശ്വസിച്ച് ഏർപ്പെടുത്താതെ അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് ഏൽക്കും എന്നുള്ളൊരു വിശ്വാസം ജുഡീഷ്യൽ ഓഫീസേഴ്സിന് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചില റിലാക്സേഷനും വിട്ടുവീഴ്ചകൾക്കും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ജുഡീഷ്യൽ ഓഫീസേഴ്സും തയ്യാറാവും. അപ്പൊ എന്തായാലും ഇതിനകത്ത് പങ്കെടുത്തതിൽ വളരെ 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 സന്തോഷം. വലിയ നല്ല രീതിയിൽ ഒരു മൂവ്മെന്റ് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയിട്ടുണ്ട്. ഇനി അത് കൂടുതൽ കരുത്താർജിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട്. നന്ദി എല്ലാവർക്കും. ഇതിനോട് അവസാനമായി പ്രതികരിച്ചുകൊണ്ട് ഷിബാർ ജോർജ് IAS ഡയറക്ടർ സാമൂഹ്യനീതി വകുപ്പ് കൂടി സംസാരിക്കും. ഒരിക്കൽ കൂടി എല്ലാവർക്കും നമസ്കാരം. വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു ചർച്ചയായിരുന്നു ഇതിൽ ഉണ്ടായിരുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ സെക്രട്ടറി പറഞ്ഞതുപോലെ ഇതും നമ്മുടെ ഡിപ്പാർട്ട്മെന്റിന്റെ പ്രൊബേഷൻ സിസ്റ്റത്തിന്റെ മുന്നോട്ടുള്ള മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് ഏറ്റവും ഊർജം പകരുന്ന ഒരു സെക്ഷൻസ് ആയിരുന്നു ഇന്ന്. തീർച്ചയായിട്ടും അതിനകത്ത് എല്ലാവരും പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ അവയർനെസ് ആണ്. ആ അവയർനെസ് കൊടുക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ ചെയ്തിരുന്നു. കഴിഞ്ഞ 2 വർഷമായിട്ട് നമ്മുടെ ജുഡീഷ്യൽ അക്കാഡമിയും KeLSAയും പോലുള്ള അവരുമായിട്ട് ചേർന്ന് നമ്മൾ ഒരുപാട് അവയർനെസ് കൊടുത്തിരുന്നു. ഇനിയും നമ്മൾ ആ അവയർനെസ്സുമായിട്ട് മുന്നോട്ട് പോകും. പബ്ലിക്കിനെ കൂടി ഉൾപ്പെടുത്തി, സിവിൽ സൊസൈറ്റിയെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ പ്രൊബേഷൻ സിസ്റ്റത്തിന്റെ ഒരു അവയർനെസ് നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് തന്നെയാണ് നമുക്ക് തോന്നുന്നത്. അത് ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു ചലഞ്ചായിട്ട് തന്നെ നമ്മൾ ഏറ്റെടുത്തുകൊണ്ട് ആ ഒരു അവയർനെസ് എല്ലാവർക്കും കൊടുക്കാനുള്ള ശ്രമം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവും. പിന്നെ നമ്മൾ ജുബിയ മാഡം പറഞ്ഞതുപോലെ ഇവരുടെ റിപ്പോർട്ടിംഗ്, പ്രൊബേഷൻ ഓഫീസേഴ്സിന്റെ റിപ്പോർട്ടിംഗിലെ കുറച്ച് അപാകതകൾ പറഞ്ഞിരുന്നു. നമ്മൾ അതിന് ഓൾറെഡി ഒരു ആക്ഷൻ എടുത്ത് വെച്ചാൽ റൈറ്റ് ഷോപ്പ് എങ്ങനെ ഒരു റിപ്പോർട്ട് ഉണ്ടാക്കുമെന്ന് കഴിഞ്ഞ വർഷം തന്നെ നമ്മൾ ഇവരെ വെച്ചിട്ട് നമ്മൾ കുറെ സിസ്റ്റം ക്രിയേറ്റ് ചെയ്തിരുന്നു. പ്രിലിമിനറി ആയിട്ട് എങ്ങനെയാണ് ഒരു റിപ്പോർട്ട് തയ്യാറാക്കേണ്ടത് എന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ കൃത്യമായിട്ടൊരു മാനുവൽ പോലെ ആക്കുന്നുണ്ട്.
അപ്പൊ ആ ഒരു പരിമിതിയും കൂടെ നമുക്ക് മറികടക്കാനായിട്ട് പറ്റും. എന്നിരുന്നാലും നമ്മുടെ പ്രൊബേഷൻ സിസ്റ്റത്തിന് ഈ ഒരു സെമിനാർ, ഈ ഒരു നവംബർ 15 മുതലുള്ള പ്രവർത്തനങ്ങൾ, 4 ജില്ലയിലും ഇന്നത്തെ ഈ സമാപനത്തിലും നടന്ന പ്രവർത്തനങ്ങൾ ഏറ്റവും പ്രയോജനകരമായി മാറും, കൂടുതൽ ഊർജ്ജം പകരുന്നതായി മാറും. റിസർച്ചും അതുപോലുള്ള കാര്യങ്ങളൊക്കെ സെക്രട്ടറി പറഞ്ഞ പോലെ നമ്മുടെ ഡിപ്പാർട്ട്മെന്റിന് ചെയ്യാനായിട്ട് സാധിക്കും. എല്ലാവർക്കും വളരെ സന്തോഷമായിട്ട് ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി ഔദ്യോഗികമായിട്ട് അറിയിക്കുമെങ്കിലും എൻ്റെ ഭാഗത്തു നിന്ന് അറിയിച്ചുകൊണ്ട് നിർത്തും. ഈ പരിപാടിയുടെ അവസാന ഭാഗമാണ് നന്ദി പ്രകാശനം. നന്ദി പ്രകാശനത്തിന് വേണ്ടി ശ്രീ സുഭാഷ് കുമാർ KV, അസിസ്റ്റന്റ് ഡയറക്ടർ സാമൂഹ്യനീതി വകുപ്പിനോട് അഭ്യർത്ഥിക്കുന്നു. നമസ്കാരം. കേൾക്കുന്നുണ്ടല്ലോ സുബേർ? കേൾക്കുന്നില്ലേ? 1958 പ്രൊബേഷൻ ഓഫ് ഒഫൻഡേഴ്സ് നിലവിൽ വന്നതിനെ തുടർന്ന് കോടതി മുൻപാകെ കുറ്റം ചെയ്താൽ തെളിഞ്ഞതിന് ശേഷം കുറ്റവാളികളെ ശിക്ഷിച്ച് ജയിലിൽ അയക്കുന്നതിന് പകരം ശിക്ഷാവിധി നിലനിർത്തിക്കൊണ്ട് തന്നെ സമൂഹത്തിൽ ജീവിക്കാൻ അനുവദിക്കുകയും അപ്രകാരം മാനസിക പരിവർത്തനത്തിലൂടെ കുറ്റവാളികളെ സമൂഹത്തിന് സ്വീകരണമാക്കുകയും ചെയ്യുന്ന രീതിയായ പ്രൊബേഷൻ സമ്പ്രദായം കൊണ്ടുള്ള മെച്ചങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട താരതമ്യേന നിസ്സാര കുറ്റം ചെയ്ത ഒരാൾ ജയിലിൽ അകപ്പെട്ട് മറ്റു കുറ്റവാളികളുടെ സഹവാസം മൂലം ക്രമേണ ഒരു തികഞ്ഞ കുറ്റവാളിയായി മാറി സമൂഹത്തിനും വീടിനും ഭീഷണിയാകാനുള്ള സാധ്യത ഇല്ലാതാകുന്നു. അതോടൊപ്പം ധാരാളം പേരെ ജയിലിൽ പാർപ്പിക്കുന്ന മൂലം വർദ്ധിച്ച സാമ്പത്തിക ബാധ്യത ലഘൂകരിക്കാനും പ്രൊബേഷൻ കൊണ്ട് കഴിയും. ഇന്ത്യ കണ്ട ഏറ്റവും പ്രഗത്ഭനായ നിയമജ്ഞൻ നീതിന്യായ വ്യവസ്ഥയെ പരിഷ്കരിക്കുന്നതിന് അഹോരാത്രം പരിശ്രമിച്ച ശ്രീ മഹാനായ ജസ്റ്റിസ് PR കൃഷ്ണ അയ്യരുടെ ജന്മദിനമായ നവംബർ 15 പ്രൊബേഷൻ ദിനമായും നവംബർ 15 മുതൽ ചരമദിനമായ ഡിസംബർ 4 വരെ നല്ല നടപ്പ് പക്ഷാചരണം കേരളത്തിൽ നടത്തുകയാണ്. പ്രൊബേഷൻ പക്ഷാചരണത്തിന്റെ സമാപന ദിവസമായ ഇന്ന് പ്രൊബേഷൻ സംവിധാനം കാര്യക്ഷമമാക്കുന്നതിന് ജുഡീഷ്യറി, പോലീസ്, ജയിൽ, സാമൂഹ്യനീതി എന്നീ വകുപ്പുകളുടെ പരസ്പര സഹകരണത്തോടെയുള്ള സജീവമായ പ്രവർത്തനം അത്യാവശ്യമാണ്. അതിന്റെ ഭാഗമായി ഈ വകുപ്പുകൾ ഒരേ പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവരുന്നതിന് പ്രൊബേഷൻ പക്ഷാചരണം സാധിച്ചിട്ടുണ്ട്. എല്ലാ ജില്ലകളും സംസ്ഥാന തലത്തിലും ഒത്തുകൂടാൻ സാധ്യമായിട്ടുണ്ട്. വളരെ വിലപ്പെട്ട പല നിർദ്ദേശങ്ങളും ലഭ്യമായിട്ടുമുണ്ട്. ഈ ഒത്തുചേരലിനെ ഈ വെബിനാറിന് അധ്യക്ഷം വഹിച്ച സാമൂഹ്യനീതി വകുപ്പ് സെക്രട്ടറി ശ്രീ ബിജു പ്രഭാകർ സാറിനെ കുറിച്ച് 2 വാക്ക് പറയാതിരിക്കാൻ കഴിയില്ല. കഴിഞ്ഞ 3 വർഷമായി ഞങ്ങൾ നയിച്ചുകൊണ്ടിരിക്കുന്ന സാർ ഏത് വിഷയം വളരെ ഗഹനമായി ആഴത്തിൽ പഠിച്ച് വകുപ്പിന്റെ ഓരോ സ്പന്ദനവും നേരിട്ട് മനസ്സിലാക്കി വിവിധ മേഖലയിൽ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ ഹോംവർക്ക് ചെയ്ത് താട്ടിലേക്ക് നിർദ്ദേശം നൽകുകയും ചെയ്യുന്നു. വകുപ്പ് വിഭജനം കഴിഞ്ഞ് ഇത്രയും കുറച്ച് ജീവനക്കാരെ വെച്ച് വളരെ നന്നായി ഈ വകുപ്പിന് മുന്നോട്ട് കൊണ്ടുപോകാൻ പോകുന്നതിന് സാറിന്റെ നിർദ്ദേശവും കരുതലും ദീർഘവീക്ഷണവും ഒറ്റവാക്കിൽ നന്ദി പറഞ്ഞാൽ മതിയാവില്ല. സാറിന് ഈ ജോലി ചെയ്യാൻ കഴിയുക തന്നെ ഒരു ഭാഗ്യമായി ഞാൻ കരുതുന്നു. എന്നിരുന്നാലും വകുപ്പിന്റെ സെക്രട്ടറിയും ഞങ്ങളും വഴികാട്ടിയുമായി ചടങ്ങിനെ നിയന്ത്രിച്ച ശ്രീ ബിജു പ്രഭാകർ സാർ IASനും ഔദ്യോഗികമായ പേരിൽ വകുപ്പിന്റെ പേരിലും എന്റെ നന്ദി രേഖപ്പെടുത്തുന്നു. കൂടാതെ പാനൽ ചർച്ചയ്ക്ക് മറുപടി പറഞ്ഞുകൊണ്ടും സാറ് എന്തെല്ലാം ചെയ്യാൻ കഴിയുമെന്ന് ഭാവിയിലേക്ക് എന്തെല്ലാം വകുപ്പിന് വേണ്ടി ചെയ്യാൻ കഴിയുമെന്നുള്ള ഒരു നിർദ്ദേശവും സാറ് ഞങ്ങൾക്ക് വേണ്ടി തന്നിട്ടുണ്ട്. ഈ ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ച KeLSA ചെയർമാനും ഹൈക്കോടതി ജഡ്ജിയുമായ ബഹു ജസ്റ്റിസ് CT രവികുമാർ സാർ കേരള ഹൈക്കോടതിയിലെ ശ്രദ്ധേയമായ അനേകം വിധികളിലൂടെ പാവങ്ങളുടെ കണ്ണീരൊപ്പതിനും ജസ്റ്റിസ് CT രവികുമാർ സാറിനെ കഴിഞ്ഞിട്ടുണ്ട്. പ്രൊബേഷൻ പറ്റാനും സമാപനം ഉദ്ഘാടനം ചെയ്യുന്ന അദ്ദേഹത്തിന് സമീപിച്ചവർ വളരെ സന്തോഷത്തോടെ ഏറ്റെടുക്കുകയും ആവശ്യമായ നിർദ്ദേശങ്ങൾ തരുകയും ചെയ്തു. ഈ ചടങ്ങിന് ഉദ്ഘാടന പ്രസംഗം നടത്തി ഇത്രയും തിരക്ക് പിടിച്ച സമയത്തും ഇതിന് സമയം കണ്ടെത്താൻ ഞങ്ങൾക്ക് ധൈര്യവും വളരെ വിലപ്പെട്ട പിന്തുണയും നിർദ്ദേശം നൽകി ചടങ്ങിന് ധന്യമാക്കി ജസ്റ്റിസ് CT രവികുമാർ സാറുകൾക്ക് വകുപ്പിന്റെ പേരിലും എന്റെ പേരിലും 1000 നന്ദി രേഖപ്പെടുന്നു. ഈ ചടങ്ങിൽ പാനൽ ചർച്ചയിൽ പങ്കെടുത്ത ശ്രീ ജൂബിയ മാഡം, സബ് ജഡ്ജി KeLSA മെമ്പർ സെക്രട്ടറി, ശ്രീ ബാബുരാജ് പാർ, ഡയറക്ടർ ഓഫ് പ്രോസിക്യൂഷൻ, അഷ്റഫ്, ഞങ്ങൾ സയൻസ് സഹപ്രവർത്തകൻ അഷ്റഫ് കാവിൽ, വയനാട് ജില്ലാ പ്രൊബേഷൻ ഓഫീസർ, മനു കല്ലമ്പള്ളി APP, മുകേഷ് റീജിയണൽ വെൽഫെയർ ഓഫീസർ, ജയിൽ മുകേഷ് സർ, മണി സാർ, അഡീഷണൽ ഞങ്ങൾ റിട്ടയർഡ് അഡീഷണൽ ഡയറക്ടർ സോഷ്യൽ ജസ്റ്റിസ്, റിട്ടയർഡ് അഡീഷണൽ വളരെ നന്നായി ചർച്ചയിൽ പങ്കെടുക്കുകയും ഈ ചർച്ചയിൽ
ഈ പാനൽ ചർച്ചയ്ക്ക് മറുപടിയും അതും ഭാവി എന്തെല്ലാം ചെയ്യണമെന്ന് മറുപടിയുമായി ഈ പാനൽ ചർച്ചയിൽ നിന്നും എന്തെല്ലാം ഉരുത്തിരിയുന്നു അത് കണ്ടെത്തുന്ന അതിൽ നിന്നും മറുപടി തരാനും അതിനെ തുടർന്ന് നയിക്കുന്നതിനും തുടർന്നുള്ള നിർദ്ദേശങ്ങൾ തരുന്നതിനും മുൻ കേരള ജുഡീഷ്യൽ അക്കാദമി മുൻ ഡയറക്ടറും മുൻ നാഷണൽ ലോ യൂണിവേഴ്സിറ്റിയുടെ മുൻ VC-യുമായ ശ്രീ പ്രൊഫസർ മോഹൻ ഗോപാൽ സാർ വളരെ നന്നായി ഞങ്ങൾ ഓരോ എക്സാമ്പിൾ സഹിതം അതിൽ ജസ്റ്റിസ് കൃഷ്ണ അയ്യരുടെ വിധി ഇടപെടലും ഓരോ വിധിയിലും ഇടപെട്ട് എങ്ങനെയെങ്കിലും പ്രൊബേഷനും ഒഴിവാക്കാൻ പറ്റിയ കേസുകളെ കുറിച്ച് വളരെ വ്യക്തമായും വളരെ നന്നായി നമുക്ക് നിർദ്ദേശം തുടർന്ന് എന്തെല്ലാം ചെയ്യാൻ കഴിയുമെന്ന് കൂടെ നമുക്ക് പറഞ്ഞു. നാഷണൽ തലത്തിൽ തന്നെ ഈ കേരളത്തിലെ ഈ മേഖലയിൽ പേര് കൽപ്പിക്കാൻ കഴിയുമെന്ന ഒരു ശുഭാപ്തി വിശ്വാസത്തോടെയാണ് പ്രയോഗിക്കുന്നത്. ഡോക്ടർ ക്രിമിനോളജി നന്ദി പറയുന്ന അദ്ദേഹത്തിന് വളരെ നന്ദി രേഖപ്പെടുന്നു. വകുപ്പിന്റെ പേരിലും എന്റെ പേരിലും. ശ്രീ ജയേഷ് കെ ജോസഫ്, ക്രിമിനോളജിസ്റ്റ്, കേരള പോലീസ് അക്കാദമി. അദ്ദേഹം എന്തുകൊണ്ടാണ് ഒരു ക്രിമിനൽ ആവുന്നത്, അല്ലെങ്കിൽ ആ ക്രിമിനലിന്റെ പശ്ചാത്തലം എന്തായിരിക്കും, എന്തുകൊണ്ടായിരിക്കും എന്നതിനെ കുറിച്ചും അതുകൂടെ അന്വേഷിച്ചിട്ടായിരിക്കണം ഈ ഒരു ശിക്ഷ വിധിക്കേണ്ടതും ആ ശിക്ഷയ്ക്ക് അതിന് എങ്കിൽ മാത്രമേ ഒരു പ്രൊബേഷൻ ഓഫീസർ റിപ്പോർട്ട് ഒരു ജഡ്ജിക്ക് അല്ലെങ്കിൽ ഈ പ്രൊബേഷൻ ഓഫീസർ കൊടുക്കുന്ന റിപ്പോർട്ട് അതിന്റെ ബേസിൽ കൂടെ ആയിരിക്കണം അയാളുടെ മുന്നേ അയാളുടെ ജീവിതം എങ്ങനെയായിരുന്നു, മുന്നേ എന്തുകൊണ്ടാണ് അയാൾ കുറ്റക്കാരനായത് അല്ലെങ്കിൽ കുറ്റവാളിയായത് എന്നുകൂടെ ആ മേഖലയിലേക്ക് കൂടി വെളിച്ചം വീശുന്നതായിരുന്നു ശ്രീ ജയേഷ് കെ ജോസഫിന്റെ ചർച്ച. അദ്ദേഹത്തിന് നന്ദി രേഖപ്പെടുന്നു. ഈ ചടങ്ങിൽ സംബന്ധിച്ച എല്ലാ ഞങ്ങൾ ഈ ചടങ്ങിൽ സ്വാഗതം പറഞ്ഞ ഞങ്ങളുടെ ഡയറക്ടർ എന്ത് വകുപ്പിന്റെ എന്ത് വികസന കാര്യങ്ങൾക്കും എന്ത് നല്ല കാര്യങ്ങൾക്കും നമ്മൾ മാഡത്തിനോട് സംസാരിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ധൈര്യവും പിന്തുണയും ഓരോ നിർദ്ദേശങ്ങൾ ഏതുവരെയായി ഇതിന്റെ അന്വേഷിച്ചുകൊണ്ട് ഞങ്ങളെ ഒപ്പം ഞങ്ങൾ എല്ലാ കാര്യത്തിനും ഞങ്ങളൊപ്പം നിൽക്കുന്ന ഞങ്ങളുടെ ഡയറക്ടർ അഭിജാതിയുടെ പേരിലും എന്റെ പേരിലും വകുപ്പിന്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തും. ഈ ചടങ്ങിൽ പങ്കെടുത്ത എല്ലാ ഓഫീസർമാരും, എന്റെ സഹപ്രവർത്തകരും, സഹപ്രവർത്തകരുണ്ട്, അതുപോലെ പ്രൊബേഷൻ ഓഫീസർമാരുണ്ട്, പ്രൊബേഷൻ ഓഫീസർമാര്, PA-മാര്, ജയിൽ സൂപ്രണ്ടുമാര്, അങ്ങനെ അഡ്വക്കേറ്റ്മാര്, എല്ലാവർക്കും എന്റെ പേരിലും വകുപ്പിന്റെ പേരിലും. അതിനോടൊപ്പം ഇന്ന് രാത്രി 8 മണിക്ക് കുറ്റകൃത്യങ്ങളും പ്രൊബേഷനും എന്ന വിഷയത്തെക്കുറിച്ച് ഒരു ചർച്ച ദൂരദർശനിൽ ഒരു ചർച്ച നടക്കുന്നു. അത് നമ്മുടെ സെക്രട്ടറി ബിജു പ്രഭാത് സാറ്, സാമൂഹ്യനീതി ഡയറക്ടർ, KeLSA ഞാൻ ഒരു പ്രധാനപ്പെട്ട ഒരു നന്ദി പറയാൻ ഞാൻ വിട്ടുപോയി. KeLSA സെക്രട്ടറി നിസാർ അഹമ്മദ് സാറാണ് ഞങ്ങൾക്ക് ഇതിന് ഇത്രയും ധൈര്യവും ഇത്രയും ഞങ്ങൾക്ക് മുന്നോട്ട് പോകാനും പിന്തുണയും എല്ലാം തന്നു. സാറ് ഒരു ദിവസം ലീവ് എടുത്ത് എറണാകുളത്ത് നിന്ന് തിരുവനന്തപുരത്ത് വന്നിട്ട് ഞങ്ങൾ മുന്നേ ഒരു ദിവസം ലീവ് ഞങ്ങളുടെ ഒപ്പം എല്ലാ കാര്യങ്ങളും നിർദ്ദേശിക്കുകയും എല്ലാവർക്കും എല്ലാ ജുഡീഷ്യൽ ഓഫീസർമാർക്കും ഇതിനെക്കുറിച്ച് ഒരു അവബോധം ഉണ്ടാക്കുന്നതിനും അതുപോലെ പങ്കെടുക്കുന്നതിനും അതുവരെല്ലാം പങ്കെടുക്കാൻ വേണ്ടിയും നിർദ്ദേശം അത്രയും ഞങ്ങൾ പിന്തുണ സാറിന് വിട്ടുപോയി ക്ഷമിക്കണം. വകുപ്പിന്റെ പേരിലും ഡിപ്പാർട്ട്മെന്റ് എന്റെ പേരിലും ഞാൻ നന്ദി ഒരായിരം നന്ദി രേഖപ്പെടുത്തുന്നു. സാറിനും നിസാർ അഹമ്മദ് സാറും ബിജു പ്രഭാത് സാറും അതുപോലെ ഞങ്ങളുടെ ഷീബ മാഡം, IG വിജയൻ സാറും, ജയിൽ സൂപ്രണ്ട് പങ്കെടുക്കുന്ന ഒരു ചർച്ച ഇന്ന് 8 മണിക്ക് ദൂരദർശനിലുണ്ട്. അത് എല്ലാവരും കാണണമെന്ന് കൂടെ അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്. നമുക്ക് പരിപാടി അവസാനിപ്പിക്കാൻ തോന്നുന്നു. ബിജു പ്രഭാത് സാറ് പറഞ്ഞാൽ അപ്പം നമുക്ക് അവസാനിപ്പിക്കാം പരിപാടി.
കഴിഞ്ഞിരിക്കുന്നു. മോഹൻ ഗോപാൽ സാറിനും നിസാർ അഹമ്മദ് സാറിനും പങ്കെടുത്ത എല്ലാവർക്കും സന്തോഷം അറിയിക്കുന്നു. ഇവരെയൊക്കെ ഒന്ന് വിളിക്കണം. Thank you very much. പരിപാടി അവസാനിച്ചായിട്ട് അറിയിക്കുന്നു. താങ്ക് യു സർ. ഇഞ്ചത്തെ ലീവ്. താങ്ക് യു ഓൾ.